നമുക്കൊന്ന് നേരെ ഒരു കിഡിലൻ കഥയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. ഈ കഥയുടെ തുടക്കത്തിൽ തന്നെ പള്ളിയിലച്ഛനും വനിതാ ഡോക്ടറും ഒളിച്ചോടി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തെന്മല ഗ്രാമത്തിലേക്ക് തുറന്നു വെച്ച ക്യാമറ കണ്ണുകളുമായി രാപ്പകലില്ലാതെ കാത്തിരുന്ന പത്രക്കാർ തങ്ങൾക്ക് കിട്ടിയ ചൂടുള്ള വാർത്ത എരിവും പുളിയും ചേർത്ത് നാടാകെ വിതറിയപ്പോൾ ഞെട്ടിക്കുന്ന ആ വാർത്തയുടെ നടുക്കവും നെഞ്ചിലേറ്റിയാണ് തെന്മല ഗ്രാമവാസികൾ അന്ന് ഉണർന്നത്. തെന്മല ഗ്രാമത്തിലെ ഏക സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് മേരി മാതാ ഹോസ്പിറ്റൽ. തേക്കിൻതോട്ടക്കാരുടെ സ്വന്തമായ ഹോസ്പിറ്റലിലെ തന്നെ ഡോക്ടർമാരാണ് ജോസപ്പൻ എന്നറിയപ്പെടുന്ന ജോസ് ഡോക്ടറും മകൻ പീറ്ററും പീറ്ററിൻ്റെ ഭാര്യ ലീനയും. പീറ്ററിൻ്റെ അനിയൻ ഫിലിപ്പ് വിദേശത്തുള്ള പഠനം അവസാനിപ്പിച്ച് നാട്ടിലെ ആശുപത്രിയിൽ ഡോക്ടറായി ചാർജ് എടുക്കാൻ നാട്ടിലെത്തിയ അന്ന് രാത്രി തന്നെയാണ് സഹോദര ഭാര്യയായ ലീനയെ കാണാതാവുന്നത്. സമ്പത്തിൻ്റെ ഒരു അഹങ്കാരവുമില്ലാത്ത എന്നും പാവങ്ങൾക്കൊരു തണലാണ് തേക്കിൻതോട്ടം തറവാട്ടിലെ ജോസപ്പൻ മുതലാളിയും മക്കൾ പീറ്ററും ഫിലിപ്പും. തെന്മല ഗ്രാമത്തിലെ ഏതൊരു കാര്യത്തിനും എന്നും മുന്നിൽ തന്നെ നിൽക്കുന്നത് തേക്കിൻതോട്ടക്കാരാണ്. തെന്മലയിൽ ഇന്ന് കാണുന്ന പുരോഗമനങ്ങളുടെ എല്ലാം പിറകിൽ ജോസപ്പൻ ഡോക്ടറുടെ കുടുംബത്തിന് പങ്ക് ഏറെ വലുതാണ്. തെന്മല ഗ്രാമത്തിലെ പള്ളിയിലെ വികാരിയായിരുന്ന ജേക്കബ് അച്ഛനെ 5 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു രാത്രി മുതൽ പെട്ടെന്ന് കാണാതാവുകയായിരുന്നു. നാടിനും നാട്ടുകാർക്കും ഏറെ പ്രിയങ്കരനായ അച്ഛൻ്റെ തിരോധാനം നാടിനെയാകെ ഞെട്ടിച്ച സമയത്ത് തന്നെയാണ് തേക്കിൻതോട്ടം തറവാട്ടിലെ ജോസപ്പൻ മുതലാളിയുടെ രണ്ടാമത്തെ മകനായ പീറ്ററിന്റെ ഭാര്യ ലീനയെയും അന്നു മുതൽ കാണാനില്ലെന്ന വാർത്ത നാടാകെ പരന്നത്. രണ്ടുപേരുടെ ഒരേ സമയത്തുള്ള അപ്രത്യക്ഷമാകൽ നാട്ടുകാരെയും വീട്ടുകാരെയും ഒരേപോലെ ആശങ്കയിലാക്കിയപ്പോൾ പുതിയ വാർത്തകൾ തേടി പത്രമാധ്യമങ്ങളും തെന്മലയിലെത്തി. അവരുടെ പുതിയ വെളിപ്പെടുത്തലിൽ ഉലഞ്ഞുപോയതൊരു നാടാണ്. അതെ, നമ്മളിവിടെ നിന്ന് കൂട്ടം കൂടി നിന്നിട്ട് വല്ലതും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമുക്ക് തേക്കിൻതോട്ടം ബംഗ്ലാവിലേക്ക് ചെല്ലാം. ജോസപ്പൻ ഡോക്ടറോട് ചോദിച്ചാൽ അറിയാലോ സത്യാവസ്ഥ. കഴിഞ്ഞ ദിവസങ്ങളിൽ അച്ഛനും ലീന ഡോക്ടർക്കും എന്താണ് സംഭവിച്ചതെന്നറിയാതെ പരക്കം മാഞ്ഞ് നടന്നിരുന്ന പീറ്ററെയും ഫിലിപ്പിനെയും നമ്മൾ നേരിട്ട് കണ്ടതല്ലേ. അപ്പോഴൊന്നും നമ്മളെപ്പോലെ തന്നെ അവർക്കും അച്ഛൻ്റെയും ലീന ഡോക്ടറുടെയും കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു വാർത്ത എവിടുന്ന് വന്നു എന്ന് അവരോട് ചോദിച്ചറിയാമല്ലോ. ഗ്രാമത്തിലെ സ്കൂൾ അധ്യാപകനായ ഗോവിന്ദൻ മാഷിന്റെ വാക്കുകൾ എല്ലാവരും ശരിവെച്ചു. അവരൊന്നായി ബംഗ്ലാവിലേക്ക് നടന്നു. അച്ഛൻ്റെയും ലീന ഡോക്ടറുടെയും തിരോധാനത്തിന് പിന്നിലെ കാരണം എന്തെന്ന് തേടി അലയുകയായിരുന്നു കഴിഞ്ഞ 4-5 ദിവസം തെന്മല ഗ്രാമവാസികൾ. നാടിനും നാട്ടുകാർക്കും നന്മകൾ മാത്രം ചെയ്തിട്ടുള്ള 2 പേർ. അവരെ കാണാതായതിന് പിന്നിലുള്ള കാരണം അത് അന്വേഷിച്ചവർ പല വഴി തിരിയുമ്പോഴാണ് അവരുടേതൊരു ഒളിച്ചോട്ടമാണെന്ന് പത്രങ്ങൾ വിളിച്ചു കൂവിയിരിക്കുന്നത്. കേട്ടവർ കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ മുഖത്തോട് മുഖം നോക്കി. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള ജേക്കബ് അച്ഛൻ 35 വയസ്സ് പോലും തികയാത്ത ലീന ഡോക്ടറുമായി ഒളിച്ചോടുക. ഛേ! ഗ്രാമവാസികൾ ഒന്നാക്കി ഇളകി ഇരമ്പിയാർത്ത് ആ വാർത്ത കണ്ടിട്ട് അവർ ബംഗ്ലാവിലേക്ക് നടന്നു. ഇതെന്താ രാവിലെ എല്ലാവരും കൂടി ഇങ്ങോട്ട്? മുതലാളിമാരിവിടെ ഇല്ല. ബംഗ്ലാവിലെ ജോലിക്കാരനായ ആന്റണിയുടെ വാക്കുകൾ കേട്ട് ഗോവിന്ദമാശ ഒപ്പം ഉണ്ടായിരുന്നവരെ നോക്കി. ജോസഫും ഡോക്ടറും മക്കളും എവിടെ പോയതാ ആന്റണി ചേട്ടാ? രാവിലത്തെ പത്രവാർത്ത കണ്ട് വെറു പിടിച്ച് അപ്പനും മക്കളും കൂടി ഇവിടുന്ന് പോയതാ മാഷേ. അങ്ങനെ ഒരു വാർത്ത അവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല മാഷേ. നമുക്കറിയാവുന്നതല്ലേ ജേക്കബ് അച്ഛനെയും ലീന കൊച്ചിനെയും. പോക്ക് കണ്ടിട്ട് അവർ പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണെന്നാ മാഷേ തോന്നുന്നത്. ഞങ്ങൾക്ക് ആർക്കുമില്ലാത്തൊരു സംശയം ഞങ്ങളുടെ കൊച്ചിനെ പറ്റിയും അച്ഛനെ പറ്റിയും നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഇൻസ്പെക്ടർ? നിങ്ങളിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ചായിരിക്കുമല്ലോ പത്രക്കാർ ഈ വാർത്ത കൊടുത്തത്. അങ്ങനെ ഒരു വാർത്ത അവർക്ക് നൽകുന്നതിന് മുമ്പ് വിവരങ്ങൾ ഞങ്ങളെ വിളിച്ചൊന്ന് പറയാനുള്ള സാമാന്യ മര്യാദ പോലും നിങ്ങൾ കാണിച്ചില്ല. ഇതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞേ മതിയാവുകയുള്ളൂ ഇൻസ്പെക്ടർ. വർഷം 10-20 അച്ഛൻ ഞങ്ങളുടെ ഇടവകയിലെത്തിയിട്ട്. അന്നു മുതൽ ഞങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാം. പിന്നെ ദേ എൻ്റെ ഈ മകൻ്റെ ഭാര്യ ലീന കുട്ടിക്കാലം മുതൽ ഞങ്ങൾക്ക് നേരിട്ട് അറിയാവുന്നവളാണ്. ഇവൻ്റെ ഭാര്യയായി തേക്കിൻതോട്ടത്തിലേക്ക് വരുന്നതിന് മുമ്പേ അവൾ എൻ്റെ മകളായതാണ്. എൻ്റെ പ്രിയ കൂട്ടുകാരൻ സാമുവൽ ഡോക്ടറുടെ മകളാണവൾ. ആ അവളാണോ ദൈവസ്ഥീയനായ ഒരു വികാരിയുടെ കൂടെ ഒളിച്ചോടിയെന്ന് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഉത്തരം പറഞ്ഞേ മതിയാകൂ SI ഷാനവാസ്. കാരണം ഒരു കുടുംബത്തിലെ മാത്രമല്ല ഒരു നാടിനെ തന്നെയാണ് ഈ ഒരു വാർത്തയിലൂടെ നിങ്ങൾ അപമാനിച്ചിരിക്കുന്നത്. പറയൂ, നിങ്ങൾ എങ്ങനെ അങ്ങനെ ഒരു നിഗമനത്തിലെത്തി? ദേഷ്യത്താൽ ചുവന്ന മുഖവുമായി തൊട്ടു മുന്നിലിരിക്കുന്ന ജോസഫൻ ഡോക്ടറെയും മക്കളെയും നോക്കി ഉത്തരങ്ങൾ നഷ്ടപ്പെട്ടവനായി ഒരു നിമിഷമിരുന്ന് SI ഷാനവാസ്. ഡോക്ടർ, നിങ്ങൾ ഞങ്ങളോട് ദേഷ്യപ്പെട്ടതുകൊണ്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ ഞങ്ങളുടെ ജോലിയാണ് ചെയ്തത്. പിന്നെ ആ വാർത്ത ഞങ്ങൾ നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ പത്രക്കാർ മണത്തറിഞ്ഞതാണ്. ഡോക്ടർക്ക് അറിയാലോ, തൊഴിൽ പത്രലേഖകരാണെങ്കിലും നമ്മുടെ ലേഖകന്മാരിൽ പലരും പോലീസിനേക്കാൾ കൂർമ്മ ബുദ്ധിയുള്ളവരാണ്. ഇനി അച്ഛനും ഡോക്ടർ ലീനയും ഒളിച്ചോടിയെന്ന നിഗമനത്തിലെത്തിയതെന്നാണെങ്കിൽ ഇതാണ് അതിനുള്ള ഉത്തരം. ഡോക്ടറുടെ മുമ്പിലേക്കൊരു ഫയൽ നീട്ടി ഷാനവാസ് പറഞ്ഞപ്പോൾ വിറയാർന്ന കൈകളോടെ ആ ഫയൽ തുറന്നു പീറ്റർ. അതിനുള്ളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അച്ഛനും ലീനയും നിരന്തരം ഫോണിൽ സംസാരിച്ചതിൻ്റെ വിശദാംശങ്ങളും
കാണാതെയാകുന്നതിൻ്റെ തൊട്ടുമുമ്പ് രണ്ടുപേരും ഒരുമിച്ചൊരു ടവറിന് കീഴിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകളുമായിരുന്നു. ചന്ദ് ലംഹാതുകേ വാസ്തേ ഹി സഹി മുസ്കുരാ കർ മിലി തി മുझे जिंदगी तेरी आहोश में दिन मेरे कटे तेरी बाहों में थी मेरी रातें कटी. സ്റ്റീരിയോയിൽ നിന്നുയരുന്ന ഈ മനോഹര ഗാനം ആസ്വദിച്ച് മെല്ലെ വളവുകൾ ശ്രദ്ധിച്ച് ബസ് ഓടിക്കുന്നതിൻ്റെ ഇടയിലാണ് ബസ്സിന് നേരെ കൈനീട്ടിക്കൊണ്ടൊരു പെൺകുട്ടി പെട്ടെന്ന് റോഡിന് നടുവിലേക്ക് കയറി വന്നത്. പെട്ടെന്ന് ബസ് ഡ്രൈവർ ഗോപി സഡൻ ബ്രേക്ക് ഇട്ട് ബസ് നിർത്തി. അവളെ 4 ചീത്ത വിളിക്കാനായി ഗോപി വാ തുറന്നപ്പോഴേക്കും മനോഹരമായൊരു ചിരി അവനെ സമ്മാനിച്ചുകൊണ്ടവൾ ബസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി നിന്നു. എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കാതെ വണ്ടി വിട ചേട്ടാ, ഞാൻ കണ്ടില്ല എല്ലാവരും നമ്മളെ തന്നെ നോക്കുന്നു. ഊസാതെയുള്ള അവളുടെ മറുപടി കേട്ടൊരു ചിരിയോടെ ബസ് മുമ്പോട്ടെടുക്കുമ്പോഴും ഗോപിയുടെ കണ്ണ് ഇടയ്ക്കിടെ ആ പെൺകുട്ടിയിൽ പതിച്ചു. താൻ മാത്രമല്ല ബസ്സിനുള്ളിൽ ഒട്ടുമിക്ക ആളുകളും അവളെ തന്നെയാണ് ശ്രദ്ധിക്കുന്നതെന്ന് ഗോപിക്ക് മനസ്സിലായി. ശരീരവടിവുകൾ കാണിക്കുന്ന വിധം ദേഹത്തോട് കിടക്കുന്ന ബനിയനും ജീൻസും ധരിച്ച് തനിക്ക് ചുറ്റും നടക്കുന്നതൊന്നും അറിയാത്തതുപോലെ ആ പെൺകുട്ടി അപ്പോൾ പുറം കാഴ്ചകൾ നോക്കി നിൽക്കുകയായിരുന്നു. ആളിറങ്ങാനുണ്ടേ എന്ന ശബ്ദം കേട്ട് ഗോപി ബസ് നിർത്തിയതും തെന്മല ഗ്രാമത്തിലെ റൗഡിയായി അറിയപ്പെടുന്ന സുനി ഇറങ്ങാനായി മുൻവാതിലിനരികിലേക്കെത്തി. ഇറങ്ങിപ്പോവാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ അവൻ പുറത്തെ കാഴ്ച കണ്ടു നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ ശരീരത്തിന്റെ പിൻഭാഗത്തൊരു വഷള ചിരിയോടെ കൈയമർത്തി. പെട്ടെന്നായിരുന്നു കാതടിപ്പിക്കുന്ന ഒരു ഒച്ച ബസ്സിനുള്ളിൽ മുഴങ്ങിയത്. കവിൾ പൊത്തിക്കൊണ്ട് സുനി റോഡിലേക്ക് തെറിച്ചു വീണു. തനിക്ക് സംഭവിച്ചത് എന്താണെന്ന് ഒരു നിമിഷം കഴിഞ്ഞാണ് സുനി തിരിച്ചറിയുന്നത്. അടികൊണ്ട് പുകയുന്ന വലത് കവിളിൽ കൈയമർത്തിക്കൊണ്ടവൾ ആ പെൺകുട്ടിയുടെ നേരെ നോക്കി. അവളും അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. സംഭവിച്ചത് എന്തെന്ന് മനസ്സിലാവാതെ ബസ്സിനുള്ളിൽ അവർ സുനിയെ പകച്ചു നോക്കി. കള്ള മോളെ, തെന്മല സുനിയുടെ മേൽ കൈവയ്ക്കാൻ മാത്രം നീ വളർന്നെങ്കിൽ നിന്റെ ആ വളർച്ച ഇന്നിവിടെ തീർന്നടി. അത് പറഞ്ഞുകൊണ്ട് സുനി റോഡിൽ നിന്ന് എഴുന്നേറ്റ പെൺകുട്ടിയുടെ നേരെ പാഞ്ഞതും അവന്റെ ഇടനെഞ്ചിലൊരു കാലുകൂടെ പതിച്ചു. മലർന്നടിച്ച് റോഡിലേക്ക് തെറിച്ചു വീഴുമ്പോൾ സുനി കണ്ടു താൻ പിടിക്കാൻ ശ്രമിച്ച പെൺകുട്ടിയുടെ പുറകിൽ നിന്നും റോഡിലേക്ക് ചാടിയിറങ്ങുന്നൊരു പെൺകരുത്തിനെ. ഇവളേതാ? തെന്മല സുനി, അവളല്ല, ഞാനാണ് നിന്നെ അടിച്ചതും ചവിട്ടിയതും. തെണ്ടിത്തരം കാട്ടിയതും പോരാഞ്ഞ് പിന്നെയും കിടന്ന കരച്ചിൽ നിന്റെ പണപ്പല്ലടിച്ച് വീഴ്ത്തും ഞാൻ. എന്താ കാണണോ നിനക്ക്? അവളായാലും നീയായാലും ഈ സിനിയുടെ മേൽ കൈവച്ചിട്ടൊരു മോളും ഇവിടുന്ന് ജീവനോടെ പോവില്ലടി. പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അവൻ അരയിൽ തിരികിയിരുന്ന കത്തിയെടുത്ത് പെണ്ണിന് നേരെ വീശവേ ഭയം കൊണ്ട് ബസ്സിലുള്ളവർ വിറച്ചുപോയി. കണ്ണടച്ചു തുറക്കുന്നതിന്റെ 4-1 സമയം കൊണ്ട് കത്തി വീശിയ കൈയോടുകൂടി തന്നെ സുനിയെ റോഡിൽ നിന്ന് വലിച്ചുയർത്തി അവന്റെ മുഖം ശക്തമായി റോഡിലേക്ക് തന്നെ ഇടിച്ചമർത്തി അവനെ മലർത്തി അടിച്ചു. അമ്മേ! അമർത്തിയൊരു നിലവിളി സുനിയിൽ നിന്നുയർന്നപ്പോൾ ബസ്സിലിരുന്നവർ പകച്ച് യുവതിയെ വീണ്ടും വീണ്ടും നോക്കി. ഒരു വിഴുപ്പുപാണ്ഡം പോലെ സുനിയെ വലിച്ചെടുത്ത് അവൾ ബസ്സിന്റെ ഉള്ളിലേക്ക് ഇട്ടു. പോവാം. അവളുടെ ആജ്ഞ കേട്ട് ബസ് മുന്നോട്ടെടുക്കുമ്പോൾ ഡ്രൈവർ ഗോപിയുടെ കൈ ഭയത്താൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ, ഇപ്പോൾ താങ്കൾക്ക് മനസ്സിലായില്ലേ പത്രക്കാർ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു വാർത്ത കൊടുത്തതെന്ന്? കയ്യിലിരിക്കുന്ന ഫയലിലേക്ക് അവിശ്വാസത്തോടെ നോക്കുന്ന ജോസഫൻ ഡോക്ടറെയും മക്കളെയും നോക്കി SI ഷാനവാസ് അത് ചോദിച്ചപ്പോൾ പീറ്റർ അദ്ദേഹത്തെ പകയോടെ നോക്കി. ഷാനവാസ് സാറേ, ജേക്കപ്പച്ചനും ലീനയും ചേർന്ന് ഇവിടെ ധാരാളം ചാരിറ്റി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പള്ളിക്കും നാടിനും വേണ്ടി. സാർ അന്വേഷിച്ചു നോക്കൂ, പുറത്തിറങ്ങി. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി അവർ ഫോണിലും അല്ലാതെയും ധാരാളം സംസാരിച്ചിട്ടുണ്ടാവാം. പക്ഷെ അതുകൊണ്ട് മാത്രം അവർ തമ്മിലൊരു മോശബന്ധം ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിച്ചെടുത്ത നിങ്ങളുടെ ഈ ബുദ്ധി ഉണ്ടല്ലോ, അപാരമാണത്. അച്ഛനുമായി സംസാരിച്ചതിന്റെ പേരിലാണ് ലീനയും അച്ഛനുമായുള്ള ബന്ധം തെറ്റായിരുന്നെന്ന കണ്ടെത്തലിൽ നിങ്ങൾ എത്തിയതെങ്കിൽ ഇനി നിങ്ങളോട് കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല. വാങ്ങുന്ന ശമ്പളത്തിനുള്ള പണി നേരാവണ്ണം ചെയ്യാൻ അറിയില്ലെങ്കിൽ അത് പറയണം, അല്ലാതെ ഇമാതിരി കെട്ടുകഥകൾ ചമച്ചുണ്ടാക്കാൻ നിൽക്കരുത്. ദേഷ്യത്തിൽ അതും പറഞ്ഞുകൊണ്ട് പീറ്റർ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. പുറകെ ജോസഫൻ ഡോക്ടറും ഫിലിപ്പും കൂടി പോയപ്പോൾ ഇനി എന്താ അവരോട് പറയണമെന്ന് ഷാനവാസിന് ഒരു നിമിഷം ചിന്തിക്കവേ നിറയെ ആളുകളുമായ ഒരു ബസ് സ്റ്റേഷന്റെ മുറ്റത്തേക്ക് സ്പീഡിൽ കയറി വന്നു നിന്നു. സംശയദൃഷ്ടിയോടെ ഷാനവാസ് കൂടെയുള്ള പോലീസുകാരെ നോക്കി. അപ്പോൾ ബസ്സിനുള്ളിൽ നിന്ന് സുനിയെ താങ്ങി പിടിച്ച് ഡ്രൈവർ ഗോപിയും കണ്ടക്ടർ ബിജുവും SIയുടെ മുന്നിലെത്തി. സുനിയെ കണ്ടപ്പോൾ അവിടെ നിന്നിരുന്ന ജോസഫൻ ഡോക്ടർ മകൻ പീറ്ററിനെ ഒന്ന് നോക്കി. ഡാഡിയുടെ മുഖത്തെ വിവിധ ഭാവങ്ങൾ ക്ഷണനേരം കൊണ്ട് മിന്നിമറിയുന്നത് പീറ്റർ കണ്ടു. അവൻ സുനിയെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ 1000 അർത്ഥങ്ങളുണ്ടായിരുന്നു. എന്താടാ, എന്തു പറ്റി? ഇവനെന്താടാ ബസ്സിൽ നിന്നും തെറിച്ചു വീണോ? വല്ല ആശുപത്രിയിലേക്കും കൊണ്ടുപോകുന്നതിനുള്ള പകരം എന്തിനാ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഷാനവാസ് ഗോപിയുടെ നേർക്ക് ദേഷ്യപ്പെട്ടു. അത് സാർ, സുനി ബസ്സിൽ നിന്ന് വീണതല്ല. പിന്നെ എന്തു പറ്റിയതാടാ അവന്? അത് സാർ, ഇവൻ ബസ്സിൽ വെച്ചൊരു പെൺകുട്ടിയെ കയറി പിടിച്ചു. എന്നിട്ട് ആ പെൺകുട്ടിയാണ് അവൻ ഇങ്ങനെ കൈകാര്യം ചെയ്തത്. അത് ചോദിക്കുമ്പോൾ ഷാനവാസിന്റെ നെറ്റിയിൽ സംശയത്തിന്റെ ചുളിവുകൾ വീണിരുന്നു.
അയ്യോ അല്ല സാർ, ആ പെൺകുട്ടിയല്ല ഇവനെ ഇങ്ങനെയാക്കിയത്. ബസ്സിലുണ്ടായിരുന്ന വേറൊരു പെണ്ണാണ്. ഗോപിയുടെ വാക്കുകൾ കേട്ട ഷാനവാസിന്റെ മുഖത്തേക്ക് കോപം ഇരച്ചു കയറി. അയാൾ ഗോപിയുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് അയാളെ തന്നിലേക്ക് വലിച്ചെടുപ്പിച്ചു. ചി, കള്ളം പറയുന്നോടാ റോസ്. ഇതൊരു പോലീസ് സ്റ്റേഷൻ ആണടാ, ഇവിടെ വന്ന് നുണ പറയുന്നോടാ. നുണയല്ല സാറേ, സത്യമാണ് ഞങ്ങൾ പറഞ്ഞത്. പിന്നെ സത്യം, ഇവനെ ആ പെൺകുട്ടിയെ കയറി പിടിച്ചപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ഇവനെ തല്ലി പരുവത്തിലാക്കി, അതല്ലേടാ സത്യം. ഒടുക്കം പുലിവാലാകുമെന്ന് കണ്ടപ്പോൾ കഥകൾ ഉണ്ടാക്കുന്നു. അല്ല സാറേ, കഥകളല്ല. ഒരു പെണ്ണ് ഇവനെപ്പോലൊരു ഗുണ്ടയെ ഈ പരുവത്തിലാക്കിയെന്ന് നിങ്ങൾ പറഞ്ഞാൽ അതുപോലെ തന്നെ വിശ്വസിക്കുമെന്ന് കരുതിയോ? ഷാനവാസ് ഗോപിയുടെ പിടി ഒന്നുകൂടി മുറുക്കി. സുനി ഈ സമയം നിൽക്കാൻ ശേഷിയില്ലാതെ സ്റ്റേഷൻ മുറ്റത്തെ ജീപ്പിൽ ചാരിയിരുന്നു. സാറേ, അവർ പറയുന്നത് സത്യമാണ്. സുനിയെ തല്ലിയ പെണ്ണ് ഇതാ ഈ ബസ്സിലുണ്ട്. ബസ്സിന്റെ ഉള്ളിൽ നിന്നാരോ വിളിച്ചു പറയുന്നത് കേട്ട ഷാനവാസ് ഗോപിയിൽ നിന്ന് പിടിവിട്ട് സുനിയെ നിലത്ത് നിന്ന് വലിച്ചുയർത്തി ബസ്സിന് നേരെ ചെന്നു. ആരടി ഇവനെ ഈ പരുവത്തിലാക്കിയ കേമി? ഇവൻ തെറ്റ് ചെയ്തെങ്കിൽ ഇവനെ ശിക്ഷിക്കാൻ ഇവിടെ ഞങ്ങളൊക്കെയുണ്ട്. പോലീസിന്റെ പണി ആരും ഏറ്റെടുക്കണ്ട. പോലീസിന്റെ പണി ഏറ്റെടുത്തതല്ല ഷാനവാസേ, പോലീസ് ആയതുകൊണ്ട് സ്വന്തം ജോലി ചെയ്തതാ. മൂർച്ചയുള്ള ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ടൊരു യുവതി ബസ്സിൽ നിന്ന് ഇറങ്ങവേ ഞെട്ടിപ്പകച്ചുപോയ ഷാനവാസ് ഞൊടിയിടയിൽ കൈ നീട്ടി വലിച്ചൊരു സല്യൂട്ട്. ആ യുവതി നിൽക്കുമ്പോൾ അവന്റെ വിറയാർന്ന ചുണ്ടുകൾക്കിടയിലൂടെ തെറിച്ചു വീണ പേര് അവിടമാകെ പ്രതിധ്വനിച്ചു. ഭദ്ര, ഭദ്ര IPS. ഭദ്ര IPS എന്ന് ഷാനവാസിന്റെ വാക്കുകൾ കേട്ടതും സ്റ്റേഷനിലെ മറ്റു പോലീസുകാർ വേഗം ഭദ്രയ്ക്ക് മുമ്പിൽ അറ്റൻഷനായി. ഭദ്ര IPSനെ നോക്കുന്ന പോലീസുകാരുടെ മുഖത്ത് തെളിഞ്ഞു കണ്ട ബഹുമാനവും ആരാധനയും ജോസഫൻ ഡോക്ടറുടെ മുഖത്ത് കൗതുകമുണർത്തി. 25-26 വയസ്സു മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു യുവതി. ആരെയും ആകർഷിക്കുന്ന അവളുടെ മുഖത്തിപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് ശാന്തതയാണ്. പക്ഷേ കണ്ണുകൾ തീക്ഷ്ണമാണ്. ഒരാളുടെ ഹൃദയത്തിലേക്ക് നേരിട്ടിറങ്ങി ചെല്ലാൻ മാത്രം തീക്ഷ്ണത അവളുടെ കണ്ണുകൾക്കുണ്ടെന്ന് ഡോക്ടർക്ക് തോന്നി. മാഡം, മാഡം എന്താണ് ഈ മുന്നറിയിപ്പില്ലാതെ ഈ വഴി? SI ഷാനവാസിന്റെ ചോദ്യത്തിനൊരു പുഞ്ചിരി മറുപടിയായി നൽകി ഭദ്ര സ്റ്റേഷന്റെ ഉള്ളിലേക്ക് നടക്കവേ പെട്ടെന്ന് അവളുടെ കണ്ണുകൾ ജോസഫൻ ഡോക്ടറിലും മക്കളിലും മുടക്കി. അവൾ ചോദ്യഭാവത്തിൽ ഷാനവാസിനെ നോക്കി. മാഡം, ഇത് ഡോക്ടർ ജോസഫും മകളും. ഇപ്പോഴത്തെ സെൻസേഷൻ ന്യൂസായ ജേക്കപ്പച്ചൻ ലീന മിസ്സിംഗ് കേസിലെ ലീനയുടെ ഭർത്താവാണ് ജോസ് ഡോക്ടറുടെ മകൻ പീറ്റർ. ഷാനവാസിന്റെ മറുപടി കേട്ട ഭദ്ര ജോസഫൻ ഡോക്ടറെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അപ്പോൾ ആ മുഖത്ത് ശാന്തത മാറി ഗൗരവം നിറയുന്നത് ഡോക്ടർ കണ്ടു. ഓക്കെ മനസ്സിലായി ഷാനവാസ്. എന്താണ് ആ കേസിന്റെ പുരോഗതി? വല്ല തുമ്പും കിട്ടിയോടോ? അത് മാഡം. ഷാനവാസ് മറുപടി പകുതിയിൽ നിർത്തവേ ജോസഫൻ ഡോക്ടർ വേഗം ഭദ്രയ്ക്ക് അരികിലേക്ക് എത്തി. ഇല്ല മാഡം, ഇവരിപ്പോഴും പത്രങ്ങൾ പാടുന്ന കഥയ്ക്ക് പുറകിലാണ്. ഞങ്ങളുടെ ലീന ഒരിക്കലും അച്ഛനുമൊത്ത് ഒളിച്ചോടില്ല, ഞങ്ങൾക്ക് ഉറപ്പാണ് മാഡം. ഡോക്ടറുടെ സംസാരം കേട്ടു നിന്ന ഭദ്ര അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. പിന്നെ മെല്ലെ പറഞ്ഞു, നമുക്ക് കണ്ടുപിടിക്കാം ഡോക്ടർ. ഞാൻ കുറച്ച് ദിവസം ഇവിടെ തന്നെ ഉണ്ടാവും, കാണാം നമുക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് ഡോക്ടറുടെ പ്രതികരണത്തിന് കാത്തു നിൽക്കാതെ ഭദ്ര അകത്തേക്ക് നടന്നു. മാഡം, ആ ബസ്? ഷാനവാസ് പിന്നിൽ നിന്നും വിളിച്ചു ചോദിച്ചു. അവരെ പറഞ്ഞു വിട്ടേക്കടോ. പിന്നെ ആ തെന്മല സുനി, അവനെയും വിട്ടേരെ. അവനുള്ളത് ഞാൻ ബസ്സിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതും പറഞ്ഞുകൊണ്ട് അവൾ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. ഷാനവാസ് സാറേ, ജോസഫൻ ഡോക്ടർ ഷാനവാസിന് അരികിലെത്തി. എന്താ ഡോക്ടർ, ഈ ഭദ്ര IPS ഒരു മിടുക്കിയാണോ? അതെന്താ ഡോക്ടർ അങ്ങനെ ഒരു ചോദ്യം? കഴിവും മിടുക്കുമുള്ളവർ തന്നെയാണ് കേരള പോലീസിലെ ഓരോ പോലീസുകാരനും. ഞാൻ അങ്ങനെ ഒരു അർത്ഥത്തിൽ ചോദിച്ചതല്ല ഷാനവാസ് സാറേ. അവരെ കണ്ടപ്പോൾ സാറിന്റെ മുഖത്തുണ്ടായിരുന്ന ബഹുമാനം കണ്ടതുകൊണ്ട് ചോദിച്ചു പോയതാണ്. ബഹുമാനിക്കണം ഡോക്ടർ, അവരെ പേടിക്കുകയും വേണം. അതെന്റെ സീനിയർ ഓഫീസർ ആയതുകൊണ്ടല്ല, മറിച്ച് വളർന്നു വരുന്ന തലമുറയ്ക്ക് എന്താണ് പോലീസ് എന്ന് ചൂണ്ടിക്കാട്ടി കൊടുക്കാൻ തക്ക മാതൃകയാണ് ഭദ്ര മാഡം. ആരെയും കൂസാത്ത, ഒരു വമ്പനെയും പേടിക്കാത്ത, ഏറ്റെടുത്ത കേസുകളെല്ലാം വേഗത്തിൽ തെളിയിച്ച അവരോട് ഞങ്ങൾക്കെല്ലാം ബഹുമാനവും ആദരവും തന്നെയാണ്. മാഡം സർവീസിൽ കയറിയിട്ട് 2 വർഷം തികഞ്ഞിട്ടില്ല. പക്ഷേ തെളിയിച്ചത് വർഷങ്ങളായി തുമ്പ് കിട്ടാതെ കിടന്ന അനേകം കേസുകളാണ്. അപ്പോൾ ഞങ്ങളുടെ ലീനമോൾ എവിടെയെന്ന് മാഡം കണ്ടെത്തി തരുമല്ലേ സാറേ? ജോസഫൻ ഡോക്ടറുടെ ചോദ്യത്തിൽ ഒരു മൂളൽ മാത്രമായിരുന്നു ഷാനവാസിന്റെ മറുപടി. ബസ്സുകാരെയും സുനിയെയും പറഞ്ഞു വിടാനായി ഷാനവാസ് അവർക്ക് അരികിലേക്ക് പോയപ്പോൾ ഡോക്ടറും മക്കളും തങ്ങളുടെ കാറിൽ കയറി പുറത്തേക്ക് പോയി. ഡോക്ടറുടെ കാർ സ്റ്റേഷൻ വിട്ട് പോകുന്നത് നോക്കി അകത്ത് ജനലിന്റെ അരികിൽ നിന്നിരുന്ന ഭദ്ര കയ്യിലിരുന്ന ഫോണെടുത്ത് ആർക്കും ഒരു നിർദ്ദേശം നൽകി. ആ സമയം അവളുടെ കണ്ണുകളിൽ ഒരു തീപ്പൊരി വീണ് എരിഞ്ഞു തുടങ്ങിയിരുന്നു. മുഖത്തും കയ്യിലും പറ്റിയ മുറിവുകൾക്ക് മരുന്നും മേടിച്ച് ആശുപത്രിയിൽ നിന്നിറങ്ങി വരുന്ന സുനിയെ ജോസഫൻ ഡോക്ടർ ആകെയൊന്ന് നോക്കി. നടക്കുമ്പോൾ നല്ല വേദനയുണ്ടെന്ന് അവന്റെ മുഖം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. കൂടാതെ റോഡിലേക്ക് തല ശക്തിയായി ചേർത്ത് ഭദ്ര ഇടിച്ചതുകൊണ്ട് അവന്റെ ഇടതുകണ്ണ് നീര് വെച്ച് വീർക്കുകയും ചുണ്ടുകൾ തടിച്ചു പൊന്തുകയും ചെയ്തിരുന്നു. ദാ പീറ്ററേ, ഈ ഭദ്ര IPS ആളത്ര ചെറിയ പുള്ളിയല്ലെന്ന് നിനക്ക് ഇപ്പോൾ തോന്നുന്നില്ലേ? ആരെയും കൂസാതെ ഈ തെന്മലയിൽ ഒരു രാജാവിനെ പോലെ നടന്നിരുന്ന സുനിയെയാണവൾ ഒരു ബസ്സിലെ ആളുകൾ മുഴുവനും നോക്കി നിൽക്കെ മിനിറ്റുകൾ കൊണ്ട് അടിച്ചു വീഴ്ത്തി ഈ കോലത്തിലാക്കിയത്. അവൾ മിടിക്കുകയോ സാമർത്ഥ്യക്കാരിയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അവരൊരു ദിവസം എൻ്റെ ലീനയെ കണ്ടെത്തി തരുമായിരിക്കും എന്നെങ്കിലും. അത് മതി ഡാഡി എനിക്ക്.
അവൾക്കെന്ത് പറ്റിയതെന്നറിയാതെ പിടയ്ക്കുകയാണ് എൻ്റെ നെഞ്ച്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇനിയും പോലീസുകാരെ വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല. നമ്മുടെ ആളുകൾക്കും സാധിച്ചിട്ടില്ല ഇതുവരെ ലീന എവിടെയെന്ന് കണ്ടെത്താൻ. അതുകൊണ്ട് നമുക്കിപ്പോൾ സുനിയെ കൂട്ടുപിടിച്ചേ മതിയാവുള്ളൂ ഡാഡി. നീ പറഞ്ഞത് ശരിയാ മോനെ. ഇനിയും നമ്മൾ കാത്തിരുന്നാൽ ഒരുപക്ഷെ. പറഞ്ഞു വന്നത് പൂർത്തിയാക്കാതെ ജോസഫൻ ഡോക്ടർ വേഗം കാറിൽ നിന്നിറങ്ങി സുനിക്ക് അരികിലേക്ക് നടന്നു. സുനി. ആ ജോസഫൻ ഡോക്ടറെ. എന്താ ഡോക്ടറെ? നീ വന്നേ, നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്ത് കാര്യങ്ങൾ? സുനിയുടെ നെറ്റി ചുളിഞ്ഞു. ഡോക്ടറെ, ഞാൻ കുറച്ചു മുമ്പ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് കണ്ടിരുന്നല്ലോ. അത് തന്നെയാണ് എനിക്ക് നിന്നോട് പറയാനും ചോദിക്കാനുമുള്ളത്. നീ വന്നേ, ഞാൻ പറയാൻ കാര്യങ്ങൾ. അവനെയും കൂട്ടി ഡോക്ടർ കാറിൽ കയറിയതും പീറ്റർ കാർ മുന്നോട്ടെടുത്തു. പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ ആകെ ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് ഭദ്ര തന്റെ മുന്നിൽ നിൽക്കുന്ന SI ഷാനവാസിനെ നോക്കി. ലുക്ക് മിസ്റ്റർ ഷാനവാസ്, ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് നിങ്ങളുടെ മേലധികാരിയായിട്ടല്ല. എവിടെയും ഞാൻ ഒരിക്കലും ഒരു മേലധികാരിയുടെ അധികാരം കാണിക്കാറുമില്ല. സഹജോലിക്കാർ അത്രയേ ഞാൻ ചിന്തിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ഇപ്പോൾ മുതൽ കാണുന്നത് എൻ്റെ സുഹൃത്തായിട്ടാണ്. മേഡം പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല ഷാനവാസ്. വ്യക്തമായ ലക്ഷ്യത്തോടെ കൃത്യമായ പ്ലാനോടെ ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ എത്തിയത്. മേഡം, ജേക്കബ് അച്ഛൻ മിസ്സിംഗ് കേസാണോ? അല്ല ഷാനവാസ്. പക്ഷെ ഇപ്പോൾ മുതൽ എൻ്റെ അന്വേഷണ പരിധിയിൽ അച്ഛനും ലീന ഡോക്ടറുമുണ്ട്. പക്ഷെ എൻ്റെ അന്വേഷണം ആരംഭിക്കുന്നത് അവിടെ നിന്നല്ല. അത് ഞാൻ പിന്നീട് പറയാം. പക്ഷെ അതിനു മുമ്പ് ഷാനവാസ് ഒരു വിശ്വസ്തനായ പോലീസുകാരനാണോ എന്ന് എനിക്കറിയണം. പറയൂ ഷാനവാസ്, എനിക്ക് തന്നെ 100% വിശ്വസിക്കാൻ പറ്റുമോ? പറ്റും മേഡം. ഇട്ടിരിക്കുന്ന യൂണിഫോമിനോട് 100% നീതി പുലർത്താൻ നോക്കിയിട്ടുണ്ട് ഇതുവരെ. ആത്മവിശ്വാസത്തോടെ ഷാനവാസ് എന്ന് പറയുമ്പോൾ ഭദ്രയുടെ ചുണ്ടിലൊരു ചിരി തെളിഞ്ഞു. ഒരുപാട് അർത്ഥങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു ചിരി. മേഡത്തിന് എന്നെപ്പറ്റി എന്തെങ്കിലും മുൻവിധികളോ ധാരണകളോ ഉണ്ടോ? വിശ്വസിച്ച് കൂടെ നിർത്താൻ പറ്റാത്ത ഒരാളാണെന്ന് ഞാനെന്ന് എപ്പോഴെങ്കിലും മേഡത്തിന് തോന്നിയോ എന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ ധരിച്ചിരിക്കുന്ന ഈ കാക്കി വസ്ത്രത്തോട് ചെറുപ്പത്തിൽ എനിക്ക് തോന്നിയ ബഹുമാനം കൊണ്ട് തന്നെയാണ് മുതിർന്നപ്പോൾ ഞാനിതെൻ്റെ ദേഹത്തണിഞ്ഞത്. അന്നു മുതൽ ഇന്നോളം ഞാൻ ഇതിനോട് നീതി പുലർത്തിയെന്നാണ് എൻ്റെ വിശ്വാസം. നെഞ്ചിൽ തട്ടി ഷാനവാസ് ഇത് പറഞ്ഞു നിർത്തിയ സമയത്ത് തന്നെയാണ് അയാളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ഭദ്ര ആ ചോദ്യം ചോദിച്ചത്. ജേക്കബ് അച്ഛൻ്റെ തിരോധാനം ഒരു ഒളിച്ചോട്ടമല്ലെന്ന് 100% വിശ്വാസമുണ്ടായിട്ടും താനിതെന്തിനാ ഷാനവാസെ അതൊരു ഒളിച്ചോട്ടമാണെന്ന് വരുത്തി തീർത്തത്? മേഡം, 1 മിനിറ്റ്. ഭദ്രയോട് അനുവാദം വാങ്ങി ഷാനവാസ് തൻ്റെ ഓഫീസ് മുറിയിലേക്ക് നടന്നതും ഭദ്ര അയാളെ അനുഗമിച്ചു. തൻ്റെ ഓഫീസ് മുറിയിലെ സേഫിനുള്ളിൽ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഒരു ഫയലെടുത്ത് ഭദ്രയ്ക്ക് നേരെ നീട്ടി. ആ ഫയലിലൂടെ കണ്ണോടിക്കവേ ഭദ്രയുടെ മുഖം തേടി നടന്നതെന്തോ കണ്ടുകിട്ടിയതുപോലെ പ്രകാശിച്ചു. ഡോക്ടർ, നിങ്ങൾക്ക് എന്താണ് എന്നോട് പറയാനും ചോദിക്കാനും ഉള്ളതെന്ന് വെച്ചാൽ വേഗം ചോദിക്കേ. എനിക്കിവിടെ കാറിനുള്ളിൽ ഇങ്ങനെ അധിക നേരം ഇരിക്കാൻ വയ്യ. ദേഹമാസകലം വേദനയാണ്. നീ തോന്നിയാസം കാണിച്ചതുകൊണ്ടല്ലേ ആ മേഡം നിന്നെ പെരുമാറിയത്? ജോസഫൻ ഡോക്ടറുടെ ശബ്ദത്തിലെ പരിഹാസം തിരിച്ചറിഞ്ഞ സുനിയുടെ കണ്ണുകളിൽ പകയെരിഞ്ഞു. തോന്നിയാസം എന്താണെന്ന് അവളെ ഈ സുനി പഠിപ്പിച്ചു കൊടുക്കും ഡോക്ടറെ. ആ പാഠം പഠിപ്പിച്ചിട്ടേ ഭദ്ര IPSനെ ഈ സുനി തെന്മലയിൽ നിന്ന് മടക്കി വിടുകയുള്ളൂ. അവന്റെ ശബ്ദത്തിലെ പകയുടെ ചൂടറിഞ്ഞ ജോസഫൻ ഡോക്ടർ പീറ്ററെ ഒന്ന് നോക്കി. അതല്ല നിങ്ങളുടെ കാര്യം സുനി. അതിനൊന്നും അഭിപ്രായം പറയാനല്ല നിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ. ഞങ്ങൾക്കറിയേണ്ടത് ലീനയെ കുറിച്ചാണ്. ലീന ഡോക്ടറെ കുറിച്ച് നിങ്ങൾ എന്താണ് എന്നോട് ചോദിക്കുന്നത്? നിങ്ങളുടെ വീട്ടിൽ നിന്നും കാണാതായ ലീന ഡോക്ടറെ പറ്റി എനിക്കെന്തറിയാനാണ്? സുനി. ഉരളിച്ച പോലെ പീറ്ററിന്റെ വിളി കേട്ടപ്പോൾ സുനി വേഗം കാറിൽ നിന്നിറങ്ങാൻ നോക്കിയെങ്കിലും പീറ്ററിന്റെ കൈകരുത്തിൽ അവനൊരു നിമിഷം അനങ്ങാൻ പറ്റാതെ നിന്നു. നീ എങ്ങോട്ടാണോ ഇത്ര തിരക്ക് പിടിച്ചു പോകുന്നത്? ഞങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞിട്ട് നീ പോയാൽ മതി. പീറ്റർ ഡോക്ടറെ, കാര്യം സുനി കൊണ്ടാക്കിയ തന്നെയാണ്. പക്ഷെ ഇന്നേ വരെ തേക്കിൻതോട്ടം തറവാട്ടിലേക്ക് സുനിയുടെ ഒരു നോട്ടം പോലും വെറുതെ പതിഞ്ഞിട്ടില്ല. ലീന ഡോക്ടർ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഡോക്ടറും പള്ളിയിലച്ഛനും ഒളിച്ചോടിയതാണെന്ന് ഈ നാട് മുഴുവനും വാർത്ത പരന്നത് നിങ്ങളും കേട്ടതല്ലേ? ആദ്യമെല്ലാം കേട്ടതൊരു കെട്ടുകഥയാണെന്ന് വിശ്വസിച്ച നമ്മുടെ നാട്ടുകാരിൽ ചിലർ തന്നെ ഇപ്പോൾ അത് സത്യമാണെന്ന് വിശ്വസിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത എന്നെ നിങ്ങളെന്തിനാ ആ പേരും പറഞ്ഞ് തടഞ്ഞു വെച്ചിരിക്കുന്നത്? നാട്ടുകാരെ എന്തൊക്കെ വിശ്വസിച്ചു, എന്തൊക്കെ പറയുന്നു എന്നതൊന്നും ഞങ്ങൾക്കറിയേണ്ട സുനി. ഈ തെന്മലയിൽ ഒരു ഈച്ച പോലും നീ നിന്റെ കൂട്ടാളികളും അറിയാതെ പറക്കില്ല. അതുകൊണ്ട് ഞങ്ങളാണോ ലീന ഡോക്ടറെ തട്ടിക്കൊണ്ടുപോയതെന്നാണോ പീറ്റർ സാർ പറയുന്നത്? ഞങ്ങൾക്കെന്താ ഡോക്ടറെ അതിൻ്റെ ആവശ്യം? നിങ്ങൾ ലീനയെ തട്ടിക്കൊണ്ടുപോയെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ സുനി. പിന്നെ ഞങ്ങൾക്ക് വേണ്ടത് നിന്റെ സഹായമാണ് സുനി. എൻ്റെ സഹായമോ? എങ്ങനെ? എന്തിന്? സുനി, പത്രങ്ങളും നാട്ടുകാരും പറയുന്നത് പോലെ ഞങ്ങളുടെ ലീന അച്ഛനൊപ്പം ഒളിച്ചോടിയിട്ടില്ല. അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. അതെന്തുറപ്പാണ് ഡോക്ടറെ? ലീന ഡോക്ടറും അച്ഛനും തമ്മിൽ അരുതാത്ത ബന്ധമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് തെളിവ് സഹിതം പത്രക്കാർ പറഞ്ഞിട്ടുണ്ടല്ലോ. മാത്രമല്ല, നിങ്ങൾ അന്വേഷിക്കുന്നത് ലീന ഡോക്ടറെ മാത്രമാണ്. ജേക്കബ് അച്ഛനെ കണ്ടെത്തിയാലും ലീന ഡോക്ടറെ കിട്ടുമല്ലോ. ജേക്കബ് അച്ഛനെ കിട്ടിയാലും ലീനയെ കിട്ടുമെന്ന വിശ്വാസം ഞങ്ങൾക്കില്ല സുനി. ലീന ജേക്കബ് അച്ഛൻ്റെ കൂടെ ഇല്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അത് പിന്നെ ഡോക്ടറെ. സുനി, നീ കൂടുതലൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട. നീ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിന്റെയും നിന്റെ കൂട്ടുകാരുടെയും സ്വാധീനം ഉപയോഗിച്ച് ലീന എവിടെയെന്ന് കണ്ടെത്തി തരിക എന്നത് മാത്രം. അവൾ ഈ തെന്മല വിട്ടു പോയിട്ടില്ല, അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അവളെ നീ കണ്ടെത്തി തന്നാൽ നീ ചോദിക്കുന്നതും നിനക്ക് ഞങ്ങൾ തന്നിരിക്കും, ഉറപ്പ്.
അല്ല അപ്പോൾ ജേക്കപ്പച്ചൻ? നിർത്തറ, നിന്നോട് പറഞ്ഞത് മാത്രം നീ ചെയ്യുക. അച്ഛനെ വേണമെങ്കിൽ പോലീസുകാർ കണ്ടെത്തിക്കോളും. പെട്ടെന്ന് ജോസഫൻ ഡോക്ടറുടെ ശബ്ദമുയർന്നപ്പോൾ സുനി അമ്പരപ്പോടെ ഡോക്ടറെ നോക്കി. പിന്നെ വേറൊരു കാര്യം, നമ്മൾ തമ്മിൽ ഈ കൂടിക്കാഴ്ച ഉണ്ടായത് പുറത്ത് വേറൊരാൾ അറിയരുത്, പ്രത്യേകിച്ച് എൻ്റെ മകൻ ഫിലിപ്പ് അറിഞ്ഞാൽ. പാതിയിൽ പറഞ്ഞു നിർത്തിയ ജോസ് ഡോക്ടറെ പകച്ചു നോക്കിയ തെന്മല സുനി ഞെട്ടിപ്പോയി. കാരണം തെന്മലക്കാർക്ക് പരിചിതനായിരുന്ന ഡോക്ടർ ജോസഫിന്റെ പുതിയൊരു മുഖമായിരുന്നു അവനവിടെ കണ്ടത്. വെറുപൂണ്ട ചെന്നായിയുടെ മുഖമായിരുന്നു ജോസഫൻ ഡോക്ടർക്കും മകൻ പീറ്ററിനും. അപ്പോൾ ആരെയോ കാത്തുന്ന പോലെ ഭദ്രാമേടം കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരുപാട് സമയമായി. താൻ നീട്ടിയ ഫയൽ നോക്കിയ ഭദ്രാമേടം കൂടുതലൊന്നും പറയാതെ തന്നെയും കൂട്ടി സ്റ്റേഷനിൽ നിന്ന് ഈ മലഞ്ചെരുവിലേക്ക് വന്നപ്പോൾ ആദ്യം മനസ്സിന് ആകാംക്ഷയായിരുന്നു. പക്ഷെ ഒന്നും മിണ്ടാതെയുള്ള ഈ കാത്തിരിപ്പ്, അത് ആർക്കു വേണ്ടിയാണ്? താൻ നൽകിയ ഫയലിൽ മേഡം തിരഞ്ഞു വന്നത് എന്തോ ഉണ്ട്. അതെന്താണ്? ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഇങ്ങനെ ചിന്തിച്ചു നിൽക്കവേ മലഞ്ചെരുവിലൂടെ ഒരു കാർ അവർക്കരിയിലേക്ക് വന്നു നിന്നു. DGP ദേവദാസ്. കാറിൽ നിന്നിറങ്ങി വന്ന DGP ദേവദാസിനെ കണ്ടപ്പോൾ ഒരു നിമിഷം അമ്പരന്ന് നിന്ന ഷാനവാസ് വേഗം തന്നെ അദ്ദേഹത്തിന് സല്യൂട്ട് നൽകി. ഒപ്പം ഭദ്രയും. DGPയുടെ കൂടെ കാറിൽ വേറെ 2 പേരും ഉണ്ടായിരുന്നു. CI രാജീവനും ടൗൺ സ്റ്റേഷൻ SI ഗിരീഷും. ഇവരെല്ലാം എന്താണ് ഇവിടെ? എന്താ ഷാനവാസേ, താൻ പേടിച്ചു പോയാ ഞങ്ങളെ കണ്ടിട്ട്? താൻ പേടിക്കണ്ടടോ. ഷാനവാസിന്റെ മുഖത്തെ പരിഭ്രമം കണ്ട് ദേവദാസ് ചിരിച്ചു. അത് സാർ ഞാൻ. എന്താ ഭദ്രേ, താൻ ഷാനവാസിനോട് കൂടുതൽ വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ലേ? ഇല്ല സാർ, സാറ് വരട്ടെ എന്ന് കരുതി. ലുക്ക് ഷാനവാസ്, ഇത് നാളെ നമ്മുടെ സംസ്ഥാനത്തെ തന്നെ പിടിച്ചു കുലുക്കിയേക്കാവുന്ന ഒരു പ്രമാദ കേസ് അന്വേഷിക്കുന്ന സംഘമാണ്. ഇതിന്റെ ചുമതല ഭദ്രയ്ക്കാണ്. രാജീവനും ഗിരീഷനുമാണ് ഭദ്രയെ അസിസ്റ്റ് ചെയ്യുന്നത്. ഈ കേസിന്റെ തുടരന്വേഷണത്തിന് ഏറ്റവും വിശ്വസ്തനായ ഒരാളെ ഈ തെന്മലയിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് വേണമായിരുന്നു. ഒരു വ്യക്തിയോടും കൂറു പുലർത്താത്ത, ഇട്ട യൂണിഫോമിനോട് 100% നീതി പുലർത്തുന്ന ഒരാളെ. ഷാനവാസ് എത്രത്തോളം വിശ്വസ്തനാണെന്ന് ആദ്യം ഭദ്രയ്ക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. അതാണ് ഭദ്ര തന്നെ ഒന്ന് കുഴക്കിയത്. പക്ഷേ ജേക്കപ്പച്ചൻ്റേതൊരു ഒളിച്ചോട്ടമല്ലെന്ന് മനസ്സിലാക്കിയിട്ടും ആ വിഷയം പുറത്തുവിടാതെ താൻ പത്രമാധ്യമങ്ങളുടെ ശ്രദ്ധ മാറ്റിവിട്ട രീതി കണ്ടപ്പോൾ ഭദ്ര ഉറപ്പിച്ചു, താൻ ഞങ്ങൾക്ക് വിശ്വസ്തനാണെന്ന്. ജേക്കപ്പച്ചനെ പറ്റി താൻ മറിച്ചൊരു വിവരമാണ് പത്രങ്ങൾക്ക് നൽകിയെങ്കിൽ ഈ കേസിന്റെ ഗതി ആകെ മാറിയാനെ. ഒരുപക്ഷെ നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തുകയില്ല. പക്ഷെ ഷാനവാസ് താൻ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളെ സഹായിച്ചു. അതുകൊണ്ട് ഇപ്പോൾ മുതൽ താനും ചേരുകയാണ് ഇവരുടെ കൂടെ ഒരു വലിയ കേസ് തെളിയിക്കാൻ. DGPയുടെ വാക്കുകൾ കേട്ട് നിൽക്കുമ്പോഴും അവരന്വേഷിക്കുന്ന കേസ് എന്താണെന്ന് ഷാനവാസിന് പൂർണ്ണമായി മനസ്സിലായില്ല. ഒന്നറിയാം, അവരുടെ അന്വേഷണം അത് ജേക്കപ്പച്ചനെ ചുറ്റിപ്പറ്റിയാണ്. കാണാതാകുന്നതിന്റെ തലേ ദിവസം ജേക്കപ്പച്ചൻ സ്റ്റേഷനിൽ വന്ന് കണ്ടിരുന്നു. പള്ളിയോട് ചേർന്ന് അച്ഛനും സഭയും നടത്തിക്കൊണ്ടുപോകുന്ന അനാഥാലയത്തിന്റെ കാര്യം പറയാൻ ആരുമില്ലാത്ത അവിടുത്തെ അന്തേവാസികൾക്കൊരു തുണയായി സാറ് വേണമെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ആ മുഖമാകെ പരിഭ്രാന്തമായിരുന്നു. അച്ഛൻ ആരെയോ ഭയപ്പെടുന്ന പോലെ. കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാതെ ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിച്ച് മടങ്ങിപ്പോയ അച്ഛനെ നേരം പുലർന്നപ്പോൾ മുതൽ കാണുന്നില്ല എന്ന വാർത്ത തന്നെ അക്ഷരാർത്ഥത്തിൽ ഒന്നും ഞെട്ടിച്ചു. കാരണം അച്ഛനൊപ്പം കാണാതായത് സ്ഥലത്തെ ഒരു വനിതാ ഡോക്ടറെ കൂടിയായിരുന്നു. അച്ഛൻ എന്തൊക്കെയോ രഹസ്യങ്ങൾ മറയ്ക്കുന്നത് പോലെ എനിക്ക് തോന്നിയിരുന്നു. അവ എന്തെന്ന് അച്ഛനെ കണ്ട് ചോദിക്കാനിരുന്നപ്പോഴാണ് അച്ഛനെ കാണാതാവൽ. അതൊരു വെറും കാണാതാവലല്ലെന്നും അതിന്റെ പുറകിലെന്തോ രഹസ്യമുണ്ടെന്നും തോന്നിയതുകൊണ്ടാണ് വിവരങ്ങൾ എല്ലാവരിൽ നിന്നും മറച്ചു വച്ചതും ഭദ്രാമേടം ചോദിച്ചപ്പോൾ എല്ലാം തുറന്നു പറഞ്ഞതും. ഒരു കാര്യം ഉറപ്പാണ്, കണ്ടുപിടിക്കാനുള്ളത് എന്തായാലും അത് ഈ നാടിനെ ഞെട്ടിക്കും തീർച്ച. എന്നാലും എന്തായിരിക്കും ഭദ്രാമേടം അന്വേഷിക്കുന്നത്? അതൊരിക്കലും അച്ഛന്റെ മിസ്സിംഗ് മാത്രമല്ല. ഷാനവാസ്. ഭദ്രാമേടത്തിന്റെ ശബ്ദം കേട്ട് ഷാനവാസ് ചിന്തയിൽ നിന്നുണർന്ന് അവരെ നോക്കി. ഷാനവാസ്, തന്റെ മനസ്സിലിപ്പോൾ അനേകം സംശയങ്ങളുണ്ട്. ഞങ്ങളുടെ മനസ്സിൽ ഉള്ളതുപോലെ തന്നെ അല്ലേ? അത് മേഡം, എനിക്കിപ്പോഴും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. മേഡം അന്വേഷിക്കുന്ന കേസ് എന്താണെന്ന്. ഷാനവാസ്, ഞാൻ ഈ തെന്മലയിൽ എത്തിയത് ജേക്കപ്പച്ചൻ നൽകിയൊരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. അതൊരു വെറും പരാതിയല്ല, ഒന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന അനേകം രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ പോകുന്ന ഒരു പരാതി. പെട്ടെന്നൊരു നാൾ വന്ന് അന്വേഷിക്കാൻ പറ്റിയ ഒരു പരാതിയല്ലായിരുന്നു അദ്ദേഹം എനിക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് DGP സാറിൽ നിന്നും അനുവാദം വാങ്ങേണ്ടതുണ്ടായിരുന്നു. അതാണ് ഞാൻ അല്പം താമസിച്ചത്. മേഡം ഇനിയും പറഞ്ഞില്ല അച്ഛൻ തന്ന പരാതി എന്താണെന്ന്. ഷാനവാസിന്റെ ആകാംക്ഷയോടുള്ള ചോദ്യം കേട്ട് ഭദ്ര ഒരു നിമിഷം ചിന്തയിലാണ്ടു. ഷാനവാസ്, അച്ഛൻ നൽകിയ പരാതി എന്താണെന്ന് വെച്ചാൽ. ഭദ്ര ഷാനവാസിന് ഒരു മറുപടി നൽകാൻ തുടങ്ങുമ്പോഴായിരുന്നു മലഞ്ചെരുവിലൂടെ ഒരു ബുള്ളറ്റ് അവരെ ലക്ഷ്യമാക്കി വന്ന് അവരുടെ അടുത്ത് നിർത്തിയത്. ബുള്ളറ്റിൽ നിന്നും ഇറങ്ങിയ ആളെ ഷാനവാസ് തിരിച്ചറിഞ്ഞു. ഭദ്രാമേടത്തിനൊപ്പം ഏത് കേസ് തെളിയിക്കാനും കൂടെ ഉണ്ടാവാറുള്ള പ്രശസ്ത പത്ര റിപ്പോർട്ടർ ഹരികുമാർ. എന്തായി ഹരികുമാർ, പോയ കാര്യം? കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും? ദേവദാസൻ ചോദിച്ചു. മേഡത്തിന്റെ ഊഹങ്ങൾ ശരിയാണെന്ന് തോന്നുന്നു സാർ. ജേക്കപ്പച്ചന്റെ നീക്കങ്ങൾ മണത്തറിഞ്ഞ ആരോ അച്ഛനെ അപായപ്പെടുത്തിയിരിക്കുന്നുവെന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. മേഡം, ഇവർ പറയുന്നത്? യെസ് ഷാനവാസ്, ജേക്കപ്പച്ചൻ ഇപ്പോൾ ജീവനോടെ ഉണ്ടെന്ന് പോലും കരുതാൻ നമുക്ക് പറ്റില്ല. ശത്രുക്കൾ അദ്ദേഹത്തെ ഇല്ലാതാക്കിയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മേഡം എന്താണ് ഈ പറയുന്നത്? ഞാൻ പറയുന്നത് തന്നെയാണ് ഷാനവാസെ സത്യം. പക്ഷേ അത് തെളിയിക്കണമെങ്കിൽ നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത്
ഡോക്ടർ ലീനയാണ്. കാരണം ജേക്കബച്ചൻ എന്ന പരാതിയിലെ വില്ലൻ കഥാപാത്രങ്ങളിൽ ഒരാളാണ് തേക്കിൻതോട്ടത്തിലെ ഡോക്ടർ ലീന, ജോസഫൻ ഡോക്ടറുടെ മരുമകൾ ലീന പീറ്റർ. ലീനയുടെ പേര് പറയുമ്പോൾ ഭദ്രയുടെ കണ്ണുകൾ വൈരപ്പൊടി വീണതുപോലെ പകകൊണ്ട് ചുവന്നിരുന്നു. ഭദ്ര മേഡം എന്താ പറഞ്ഞ? ജേക്കബച്ചൻ എന്ന പരാതിയിലെ വില്ലന്മാരിൽ ഒരാൾ ലീന ഡോക്ടറാണെന്നോ? ഒരിക്കലും അങ്ങനെ വരില്ല മേഡം. ഒന്നുകിൽ അച്ഛന് തെറ്റുപറ്റി, അല്ലെങ്കിൽ അച്ഛൻ മേഡത്തെ തെറ്റിദ്ധരിപ്പിച്ചു. ഫോർ വാട്ട് ഷാനവാസ്? ഞാൻ ഇന്ന് വരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരാളെ പറ്റി അച്ഛൻ എന്തിനാണ് എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? പിന്നെ ഒരാൾ വന്ന് മറ്റൊരാളെ പറ്റി എന്തെങ്കിലും പറയുന്നത് കേട്ട് അതിന്റെ പുറകിൽ ഇറങ്ങിത്തിരിക്കുന്നവരാണോ ഷാനവാസെ നമ്മൾ പോലീസുകാർ? ഭദ്രയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിശബ്ദനായി നിൽക്കുമ്പോഴും ലീന ഡോക്ടറെ പ്രതിസ്ഥാനത്ത് സങ്കല്പിക്കാൻ ഷാനവാസിനായില്ല. പക്ഷേ അച്ഛന്റെ പരാതി. ഷാനവാസ്. CI രാജീവ് ഷാനവാസിന്റെ അരികിലേക്ക് എത്തി. തന്നെപ്പോലെ തന്നെ ലീന ഡോക്ടറുടെ കാര്യം ആദ്യം ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് പറ്റിയിരുന്നില്ല. പക്ഷേ സത്യം ഇതാണ് ഷാനവാസ്. രാജീവ് സാർ, ഈ തെന്മലയിൽ ഞാൻ എത്തിയിട്ട് ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ. പക്ഷെ എനിക്കറിയാം ഈ തെന്മലയെ ഇന്നത്തെ പുരോഗതിയിൽ എത്തിച്ചതിൽ തേക്കിൻതോട്ടംകാരുടെ പങ്കെത്ര വലുതാണെന്ന്. നാടിനും നാട്ടുകാർക്ക് വേണ്ടിയും സ്വന്തം ജീവൻ വരെ കൊടുക്കുന്നവരാണ് ജോസഫൻ ഡോക്ടറും മക്കളും. എന്നിട്ട് ആ വീട്ടിൽ ഒരാൾ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ? ഷാനവാസ്, തൻ്റെ ഈ തേക്കിൻതോട്ടുകാര് നാട്ടുകാർക്ക് വേണ്ടി ജീവൻ കൊടുക്കുമോ അതോ നാട്ടുകാരുടെ ജീവൻ എടുക്കുമോ എന്നല്ല നമ്മളിനി കണ്ടുപിടിക്കണം. അറിയുമോ തനിക്ക്? മാഡം, അതേടോ, ജേക്കബച്ചന്റെ പരാതിയിൽ ഡോക്ടർ ലീനയുടെ പേരിനൊപ്പം തന്നെ എഴുതി ചേർക്കപ്പെട്ട പേരുകൾ തന്നെയാണ് ജോസഫൻ ഡോക്ടറുടെയും മക്കളുടെയും. ഭദ്രയുടെ വാക്കുകൾ കേട്ട് ഷാനവാസ് അവരെയെല്ലാം മാറി മാറി നോക്കി. വിശ്വസിക്കാൻ പ്രയാസമുണ്ടല്ലേ ഷാനവാസ്? പക്ഷേ സത്യം അതാണ്. അത് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഈ കേസിന്റെ ചുമതല ഞാൻ ഭദ്രയ്ക്ക് നൽകിയത്. ഒരു SI ആയ തനിക്ക് പോലും ഡോക്ടറുടെ കുടുംബത്തെ മോശക്കാരായി കാണാൻ വയ്യെങ്കിൽ ഈ നാട്ടുകാരുടെ കാര്യമോ? അവർക്കറിയില്ല ഷാനവാസ്. നന്മയുടെ മുഖം മൂടി അണിഞ്ഞ് അവരെ ചതിക്കുകയാണ് ഈ ഡോക്ടർ എന്ന്. പെട്ടെന്നൊരു നാൾ നമ്മളത് പറഞ്ഞാൽ നമ്മുടെ വാക്കുകൾ ഇവരാരും തന്നെ മുഖവിലക്കെടുക്കില്ല. നമുക്ക് നമ്മുടെ അന്വേഷണം പാതി വഴിയിൽ അവസാനിപ്പിക്കേണ്ടതായും വരും. അതുകൊണ്ട് ബി കെയർഫുൾ. എല്ലാ തെളിവുകളും നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രം നമ്മുടെ ഭാഗത്ത് നിന്നും ഒരു നീക്കമുണ്ടായാൽ മതി. അതുവരെ ജേക്കബച്ചന്റെ മിസ്സിംഗ് അന്വേഷിക്കുന്ന സംഘം മാത്രമാണ് നിങ്ങളിവിടെ. ആർ യു ഗോട്ട് ഇറ്റ് വാട്ട് ഐ ആം സെഡ്? യെസ് സാർ. എല്ലാവർക്കുമൊപ്പം DGPയുടെ ഓർഡർ അനുസരിച്ച് നിൽക്കുമ്പോഴും ഷാനവാസിന്റെ മനസ്സിൽ ഒരു ചോദ്യം ബാക്കിയായിരുന്നു. എന്ത് ചെയ്തിട്ടാണ് ഡോക്ടറുടെ കുടുംബത്തിനെതിരെ ജേക്കബച്ചൻ പരാതി നൽകിയത്? രാജീവ് സാർ, എന്താണ് ഷാനവാസേ? എനിക്കൊരു കാര്യം അറിഞ്ഞാൽ. ഡോക്ടർ ജോസഫിനും കുടുംബവും എങ്ങനെ അച്ഛൻ്റെ പരാതിയിൽ വന്നുവെന്നല്ലേ? അച്ഛൻ എന്ന പരാതി എന്താണെന്നല്ലേ ഭദ്ര ചോദിച്ചു. അതെ മാഡം. അച്ഛൻ്റെ കീഴിൽ സഭ നടത്തിക്കൊണ്ടു പോകുന്ന അനാഥാലയത്തെപ്പറ്റി ഷാനവാസിന് അറിയാമല്ലോ? അറിയാം മാഡം. ആ അനാഥാലയത്തിലെ പ്രായപൂർത്തിയായ പെൺകുട്ടികളെ ലീന ഡോക്ടർ വിദേശത്തുള്ള അവരുടെ ആശുപത്രിയിലേക്ക് തിരഞ്ഞെടുത്ത് അയച്ചിരുന്നു. യാതൊരു ഉപാധികളുമില്ലാത്ത എല്ലാ ചെലവും ഏറ്റെടുത്തുകൊണ്ടൊരു സഹായം എന്ന നിലയിൽ. അതും അറിയാം മാഡം. അവരുടെ ജോലിക്ക് ആവശ്യമായ പേപ്പറുകൾ പലതും ശരിയാക്കി നൽകിയത് സ്റ്റേഷനിൽ നിന്നും ഞാനാണ്. അതിനെന്താ മാഡം? ഷാനവാസ് വെയിറ്റ്. ഭദ്രയുടെ ശബ്ദമുയർന്നു. അങ്ങനെ നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഇവിടെ നിന്ന് വിദേശത്തേക്ക് ജോലിക്ക് അയച്ച എത്ര പെൺകുട്ടികൾ തിരിച്ചു നാട്ടിലെത്തിയെന്ന് നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ ഷാനവാസ്? ഭദ്രയുടെ ശബ്ദം കനത്തിരുന്നു അത് ചോദിക്കുമ്പോൾ. മാഡം, അത് ഇല്ല ഷാനവാസ്. നിങ്ങളെന്നല്ല, ആരും അവരെ പറ്റി അന്വേഷിച്ചിട്ടില്ല. ഇവിടെ നിന്ന്, അതായത് ജേക്കബച്ചന്റെ മാത്രം അനാഥാലയത്തിൽ നിന്ന് വിദേശത്തേക്ക് ജോലിക്കെന്നും പറഞ്ഞ് കയറ്റിവിട്ടത് കഴിഞ്ഞ 4 കൊല്ലത്തിന്റെ ഉള്ളിൽ 11 പേരെയാണ്. അറിയാമോ? പക്ഷെ അവരിൽ തിരിച്ചിങ്ങോട്ട് തന്നെ വന്നിരിക്കുന്നത് ആകെ 4 പേരാണ് ഷാനവാസേ. ആ വന്നവരാകട്ടെ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഭദ്ര മാഡം. അതേ ഷാനവാസേ, അത് തന്നെയാണ് സത്യം. ആ പെൺകുട്ടികളെല്ലാം നാട്ടിലെത്തി 1-2 മാസങ്ങൾക്കുള്ളിൽ മരണപ്പെട്ടു. 2 പേർ മരണപ്പെട്ടത് പനി മൂർച്ഛിച്ചതിനെ തുടർന്നാണെങ്കിൽ മറ്റു 2 പേർ മരിച്ചത് വാഹനാപകടത്തിലാണ്. ഇതുകൊണ്ടും തീർന്നില്ല ഷാനവാസ്. തിരിച്ച് നാട്ടിലേക്ക് വരാതെ വിദേശത്ത് തന്നെ ജോലിയിൽ തുടരുകയാണെന്ന് ജേക്കബച്ചനെ വിളിച്ചു പറഞ്ഞ ആ ബാക്കി 7 പെൺകുട്ടികളും നാട്ടിലേക്ക് അവിടെ നിന്നും വിമാനം കയറിയിട്ടുണ്ട്. അവരിവിടെ എയർപോർട്ടിൽ വന്നിറങ്ങിയതിന് തെളിവുകളുമുണ്ട്. പക്ഷെ പിന്നീട് അവരെവിടെ പോയെന്ന് കണ്ടെത്താൻ അച്ഛനോ നമുക്കോ പറ്റിയിട്ടില്ല. കണ്ടെത്തണം നമ്മളിനി അവരെവിടെയെന്നത്. മാഡം, ഇതിൻ്റെ എല്ലാം പുറകിൽ തേക്കിൻതോട്ടംകാരാണെന്ന് അച്ഛൻ വിശ്വസിക്കാൻ കാരണം എന്താണ്? അതുമാത്രമല്ല, ഇങ്ങനൊരു സംശയമുള്ളതായോ അല്ലെങ്കിൽ ആ കുട്ടികളെ കാണാതായതിനെ പറ്റിയോ ഒരു പരാതിയും അച്ഛൻ ഇതുവരെ എവിടെയും നൽകിയിട്ടില്ല. പിന്നെ പെട്ടെന്ന് എങ്ങനെ ഇങ്ങനൊരു സംശയം അച്ഛനുണ്ടായി മാഡം? ഷാനവാസ്, യുവർ ക്വസ്റ്റ്യൻ ഈസ് കറക്റ്റ്. ഈ ഒരു സംശയം ഞങ്ങൾക്കും തോന്നിയിരുന്നു. പക്ഷെ ആരെയോ അച്ഛൻ ഭയപ്പെടുന്നു എന്ന് തോന്നിയത് കൊണ്ട് തന്നെ അന്ന് അച്ഛനെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചില്ല. അച്ഛൻ പറഞ്ഞ കാര്യങ്ങളുടെ നിജസ്ഥിതി അറിഞ്ഞിട്ട് മതി ബാക്കി ചോദ്യങ്ങളെല്ലാം എന്ന് ദേവദാസ് സാർ പറഞ്ഞപ്പോൾ അച്ഛനെ ഞങ്ങൾ ഒഴിവാക്കി. ഒന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഷാനവാസ്, ജേക്കബച്ചൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന്. കൂടുതൽ എന്തെങ്കിലും ചോദിക്കാൻ ഇപ്പോൾ അച്ഛനും ഇവിടെയില്ല. ഇനി അച്ഛനെ ജീവനോടെ കാണണമെന്ന പ്രതീക്ഷയുമില്ല. കാരണം അച്ഛൻ തിരികൊളുത്തിയിരിക്കുന്നത് വലിയ കേസിനാണ്. ഏതെല്ലാം ഉന്നതരുടെ ശിരസാണ് ഇതിന്റെ പിന്നിലെന്നറിയാവുന്ന അച്ഛനെ അവരാരും ജീവനോടെ വെക്കില്ല.
ഭദ്ര പറഞ്ഞു നിർത്തുമ്പോഴും കേട്ട കാര്യങ്ങൾ വിശ്വസിക്കാൻ കഴിയാതെ ഷാനവാസ് അവരെ പകച്ചു നോക്കി. ഈ തെന്മലയിൽ ഇങ്ങനെ നടന്നിരുന്നോ താനറിയാതെ? അയാളുടെ കണ്ണുകളിൽ അവിശ്വാസം തെളിഞ്ഞു നിന്നു. എന്താ ഷാനവാസേ, തന്റെ മനസ്സിൽ ഇനിയും സംശയങ്ങൾ ബാക്കിയുണ്ടോ? ഷാനവാസിന്റെ മുഖഭാവം ശ്രദ്ധിച്ച ടൗൺ SI ഗിരീഷ് ചോദിച്ചു. അത് ഗിരീഷ്, എനിക്കൊരു സംശയം കൂടി ബാക്കിയുണ്ട്. എന്താ ഷാനവാസേ, തന്റെ മനസ്സിൽ ഇനിയും അവശേഷിക്കുന്ന സംശയം? തനിക്ക് ഇനിയും തേക്കിൻ തോട്ടക്കാരുടെ മേലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല അല്ലേ? അത് ചോദിക്കുമ്പോൾ ഭദ്രയുടെ കണ്ണുകൾ കുറുകിയിരുന്നു. വിശ്വാസത്തിന്റെ അല്ല മേഡം, ഇത്തരമൊരു കേസിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ മനസ്സിൽ സംശയങ്ങളൊന്നും തന്നെ അവശേഷിക്കാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ട്, അതുകൊണ്ടാണ്. ഷാനവാസ് പറയുമ്പോൾ ഭദ്രയുടെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു. ശരി, ചോദിക്കുക, എന്താണ് തന്റെ സംശയം? ലീന ഡോക്ടർ ഇവിടെ നിന്ന് പെൺകുട്ടികളെ അവരുടെ ആശുപത്രിയിലേക്ക് ജോലിക്ക് പറഞ്ഞയച്ചതുകൊണ്ട് മാത്രം ആ പെൺകുട്ടികളെ കാണാതായതിന്റെ പുറകിൽ അവരാണെന്ന് സംശയിക്കുന്നത് ശരിയാണോ മേഡം? ഒരുപക്ഷെ വേറെ ഏതെങ്കിലും ഇടപെടൽ ഉണ്ടായിക്കൂടെ? ജേക്കബച്ചന് തെറ്റുപറ്റിയതായി കൂടെ? വണ്ടർഫുൾ ക്വസ്റ്റ്യൻ ഷാനവാസ്. കേൾക്കുന്ന ഏതൊരു കാര്യവും അതുപോലെ വിശ്വസിക്കാതെ അതിലെന്തെങ്കിലും പിഴവുകൾ വന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്ന തൻ്റെ ഈ കുശാഗ്ര ബുദ്ധി നമ്മുടെ മുന്നോട്ടുള്ള അന്വേഷണത്തിൽ ഏറെ പ്രയോജനപ്പെടും. പിന്നെ താൻ പറഞ്ഞതുപോലെ വെറുതെ നമ്മളൊരാളെ സംശയിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇവിടെ സംശയം വേണ്ട. കാരണം ലീന ഡോക്ടറുടെ കുടുംബം വിദേശത്ത് നടത്തുന്ന ആശുപത്രിയിലേക്കാണെന്ന് പറഞ്ഞാണ് ഇവിടെ നിന്ന് പെൺകുട്ടികളെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോയത്. അവിടെ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു ഹോസ്പിറ്റലുമുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് കൊണ്ടുപോയ ഒരു പെൺകുട്ടിയും അവിടെ ജോലി ചെയ്തിട്ടില്ല. അവിടെ എന്നല്ല, എവിടെയും. അവരെ ആരെയും അവിടെ ഒരാൾ പോലും കണ്ടിട്ട് പോലുമില്ല. അത് ഞങ്ങൾ അന്വേഷിച്ച് ഉറപ്പുവരുത്തി ഷാനവാസ്. മേഡം, അച്ഛനെ മാത്രമല്ലല്ലോ, ലീനയെയും ഇപ്പോൾ കാണാതായില്ലേ? അതെങ്ങനെ? അതെങ്ങനെ കണ്ടുപിടിക്കണം ഷാനവാസ്? അതെല്ലാം മുന്നോട്ട് പോകുന്തോറും മാത്രമേ യഥാർത്ഥ വില്ലനെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കൂ. അതുവരെ നമ്മൾ അന്വേഷണം തുടരുകയാണ്. ഇപ്പോൾ തന്റെ സംശയങ്ങളെല്ലാം ക്ലിയർ ആയോ ഷാനവാസ്? യെസ് മേഡം. ഇപ്പോൾ അവശേഷിച്ചിരിക്കുന്നത് ഒരു ചോദ്യം മാത്രമാണ്. എന്ത് ചോദ്യമാണ് ഷാനവാസ്? കണക്കറ്റ കോടികളുടെ സമ്പാദ്യമുള്ള തേക്കിൻ തോട്ടംകാരെ എന്തിനാണ് ഇവിടെ നിന്ന് പെൺകുട്ടികളെ വിദേശത്തേക്ക് കൊണ്ടുപോയത്? ഒന്ന് ഉറപ്പാണ് മേഡം, അവരെ വിഭജിച്ച് പണം സമ്പാദിക്കേണ്ട അവസ്ഥ ജോസഫൻ ഡോക്ടർക്കും കുടുംബത്തിനുമില്ല. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇവിടെ നിന്ന് പെൺകുട്ടികളെ കൊണ്ടുപോയത്? അതെ ഷാനവാസ്, അതാണ് നമ്മളിനി കണ്ടെത്തേണ്ടത്. എന്തിനാണ് അവർ ആ പെൺകുട്ടികളെ കൊണ്ടുപോയത്? അവർക്കിപ്പോൾ എന്ത് സംഭവിച്ചു? അവരിപ്പോൾ ജീവനോടെ ഉണ്ടോ? എല്ലാം നമ്മൾ കണ്ടെത്തണം. ഇപ്പോൾ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും വ്യക്തമായല്ലോ? DGP ദേവദാസ് ചോദിച്ചു. യെസ് സാർ. അപ്പോൾ ഓക്കെ, തൽക്കാലം നമ്മൾ പിരിയുകയാണ്. കേസിന്റെ പുരോഗതി ഓരോ പ്രാവശ്യവും എന്നെ വിളിച്ചറിയിക്കുക നിങ്ങൾ. അതുപോലെ ഈ കേസ് അന്വേഷണം കഴിയുന്നതുവരെ നിങ്ങൾ ഒരുമിച്ച് മാത്രമേ എവിടെയും പോകാൻ പാടുള്ളൂ. അറിയാലോ, ശത്രുക്കൾ പ്രബലരാണ്. ഓക്കെ സാർ. യാത്ര പറഞ്ഞ് ദേവദാസ് മടങ്ങിപ്പോയിട്ടും ഭദ്രയുൾപ്പെടെയുള്ളവർ ആ മലഞ്ചെരുവിൽ തന്നെ നിന്നു. അവരുടെ എല്ലാം മനസ്സിൽ അപ്പോഴൊരൊറ്റ ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തിനാണ് ഡോക്ടർ ലീന ഇവിടെ നിന്ന് പെൺകുട്ടികളെ വിദേശത്തേക്ക് കൊണ്ടുപോയത്? ഡാഡിയും പീറ്റർ അച്ചായനും ഇത് എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ കുറെ വിളിച്ചല്ലോ നിങ്ങളെ. തെന്മല സുനിയെ കണ്ട് ബംഗ്ലാവിൽ തിരികെ എത്തിയ ജോസഫൻ ഡോക്ടറെയും പീറ്ററിനെയും കണ്ടപ്പോൾ ഫിലിപ്പ് ദേഷ്യപ്പെട്ടു. നീ ദേഷ്യപ്പെടാതടാ ഫിലിപ്പേ, നമുക്കങ്ങനെ വീട്ടിൽ ഒതുങ്ങിയിരിക്കാൻ പറ്റുമോ? കാണാതായത് നമ്മുടെ ലീന കൊച്ചിനെ അല്ലയോ? അത് തന്നെയാണ് ഞാനും ചോദിച്ചത്. എന്നെ കൂട്ടാതെ നിങ്ങൾ എങ്ങോട്ടാ പോയതെന്ന്. ചേച്ചിയെ തിരയാൻ ഞാനും കൂടെ വരില്ല ഇച്ചായ. അറിയാടാ, നീ US നിന്ന് വന്നതിൽ പിന്നെ ഈ പരക്കമ്പാച്ചിൽ തന്നെയല്ലടാ അവളെയും അന്വേഷിച്ച്. അതാണ് നീ ഇത്തിരി വിശ്രമിച്ചോട്ടെ എന്ന് കരുതി ഞങ്ങൾ നിന്നെ ഒഴിവാക്കി പോയത്. എന്നിട്ട് ചേച്ചിയെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചോ ഡാഡി? എവിടെ ലഭിക്കാനാണടാ? പോലീസുകാരും നാട്ടുകാരും ഇപ്പോൾ പത്രങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന വിശ്വാസത്തിലാണ്. എന്ത്, ജേക്കപ്പച്ചനും ചേച്ചിയും ഒളിച്ചോടിയെന്ന വിശ്വാസത്തിലോ? ഫിലിപ്പ് തുടർന്ന് എന്തോ പറയാൻ തുടങ്ങിയതും വീടിനകത്ത് നിന്ന് ഒരു അലറി കരച്ചിലുയർന്നു. ഒപ്പം എന്തെല്ലാമോ പൊട്ടിത്തകരുന്ന ഒച്ചയും. വലിയ മുതലാളി ഓടിവായോ! വീടിന്റെ അകത്ത് നിന്ന് ജോലിക്കാരൻ ആന്റണിയുടെ ശബ്ദമുയർന്നതും ജോസഫനും മക്കളും വീടിനകത്തേക്ക് കുതിച്ചു. വീടിന്റെ ഉള്ളിലേക്ക് കുതിച്ചു ചെന്ന ജോസഫൻ ഡോക്ടർ കൺമുന്നിലെ ദൃശ്യം കണ്ട് പകച്ചുപോയി. ചോരയൊഴുകുന്ന മുഖവുമായി ആന്റണി നിൽക്കുന്നു. തൊട്ടുപുറകിൽ തന്നെ പേടിച്ചു വിറച്ച അടുക്കളക്കാരി രമണിയും. എന്താ ആന്റണി ചേട്ടാ, എന്തു പറ്റി? ഇതെങ്ങനെയാ മുറിഞ്ഞ? ആന്റണിയോട് ചോദിക്കുന്നതിനോടൊപ്പം തന്നെ ഫിലിപ്പിന്റെ കണ്ണുകൾ ആ ഹാളിലേക്ക് വരുതി. പെട്ടെന്ന് അവന്റെ നെഞ്ചിലൊരു കൊള്ളിയാൻ മിന്നി. മമ്മി! ഹാളിലെ വാതിലിന്റെ മറവിലേക്ക് നോക്കി ഫിലിപ്പ് പതർച്ചയോടെ വിളിക്കുന്നത് കേട്ട് അങ്ങോട്ട് നോക്കിയ ജോസഫിനും പീറ്ററും ഞെട്ടിപ്പോയി. കയ്യിലൊരു പൊട്ടിയ കസാരയും പിടിച്ച് വാതിൽ മറവിൽ അവൾ ജോസഫൻ ഡോക്ടറുടെ ഭാര്യ ഗ്രേസി. ആന്റണി ചേട്ടാ, ഇതെങ്ങനെ സംഭവിച്ചു? ആരാണ് മമ്മിയുടെ മുറി തുറന്നേ? പീറ്റർ ദേഷ്യത്തോടെ ആന്റണിയുടെ നേരെ തിരിഞ്ഞു. അത് പീറ്റർ മോനെ, മമ്മിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി രമണി കൊച്ചു തുറന്നതാ. അവൾക്ക് ഒറ്റയ്ക്ക് കൊടുക്കാൻ ഭയമാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും കൂടി ചെന്നു. പക്ഷെ വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ ഗ്രേസിയമ്മ അവളെ ആക്രമിച്ചു. തടയാൻ ചെന്ന എന്നെ മുറിയിലെ കസാര എടുത്ത് അടിക്കുകയും ചെയ്തു. ഇതെല്ലാം സംഭവിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാ ഞാനോ ഡാഡിയോ അല്ലാത്ത ആരും മമ്മിയുടെ അടുത്തേക്ക് ചെല്ലരുതെന്ന് നിങ്ങളോടൊക്കെ ആദ്യമേ പറഞ്ഞത്. അറിയില്ലേ അത്? അതോ മറന്നോ? പീറ്റർ മോനെ, മമ്മിക്ക് വിശക്കുന്നു എന്ന് തോന്നിയത് കൊണ്ടാ ഞാൻ. എങ്ങനെ തോന്നി? സംസാരിക്കാൻ വയ്യാത്ത മമ്മി പറഞ്ഞു വിശക്കുന്നു എന്ന്. ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ന്യായം പറയരുത്. പീറ്റർ ആന്റണിയുടെ നേരെ ദേഷ്യപ്പെട്ടു.
എന്താണ് ഇച്ഛാ ഇത്? അവർ മമ്മിക്ക് ആഹാരം നൽകാൻ ശ്രമിച്ചതിനാണോ ഇങ്ങനെ വഴക്ക് പറയുന്നത്? ആന്റണി ചേട്ടാ, ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഇത്രയും നേരം. എന്നെ ഒന്ന് വിളിച്ചാൽ പോരായിരുന്നോ? അത് ഫിലിപ്പ് കുഞ്ഞെ മോനെ മമ്മിയുടെ അടുത്തേക്ക് ചെല്ലാൻ സമ്മതിക്കരുതെന്ന് വലിയ മുതലാളി പറഞ്ഞിട്ടുണ്ട്, അതാണ് ഞാൻ. ആന്റണിയുടെ മറുപടി കേട്ടതും ഫിലിപ്പ് അവിശ്വാസത്തോടെ ജോസഫൻ ഡോക്ടറെ നോക്കി. ഫിലിപ്പേ, മമ്മിയുടെ സ്വഭാവം ഓരോ നേരത്തും ഓരോന്നാണ്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, പീറ്ററിനെയും എന്നെയും പോലും അവൾ ഉപദ്രവിക്കും. അതാണ് നിന്നോട് ഒറ്റയ്ക്ക് അവളുടെ അരികിലേക്ക് ചെല്ലരുതെന്ന് ഞാൻ പറഞ്ഞത്. ജോസഫൻ ഡോക്ടർ പറഞ്ഞു നിർത്തിയപ്പോഴേക്കും ഫിലിപ്പിന്റെ കണ്ണുകൾ ഡാഡിയുടെ മുഖത്ത് തന്നെയായിരുന്നു. ആ കണ്ണുകളിൽ എന്തോ സംശയം അവശേഷിച്ചിരുന്നു അപ്പോഴും. നിങ്ങളിങ്ങനെ സംസാരിച്ച് നിൽക്കാതെ മമ്മിയെ തിരികെ റൂമിലെത്തിക്കാൻ നോക്ക് ഡാഡി. ഫിലിപ്പെ, നീ ചെന്ന് ആന്റണി ചേട്ടന്റെ മുറിയിൽ മരുന്ന് വെച്ചേ. ഓ, മരുന്നൊന്നും വേണ്ട മോനെ, ഇതൊരു ചെറിയ മുറിവാ. നിങ്ങളാദ്യം ഗ്രേസി അമ്മയെ അനുനയിപ്പിക്കാൻ നോക്ക്. പീറ്ററും മമ്മിയുടെ അടുത്തേക്ക് ചെന്നതും അവരവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് അവനെ അറിയാൻ തുടങ്ങി. പീറ്ററിന്റെ ശ്രദ്ധ ഒന്ന് മാറിയതും ഉറക്കെ വീർത്ത ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അവർ അകത്തെ പ്രാർത്ഥനാ മുറിയിലേക്ക് പാഞ്ഞു ചെന്ന് അവിടെ ചുമരിലുള്ള യേശുദേവന്റെ ചിത്രത്തിൽ തലയിട്ട് ഉരുട്ടാൻ തുടങ്ങി. മമ്മിയുടെ പരാക്രമങ്ങൾ കണ്ടുനിന്ന ഫിലിപ്പിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോൾ ജോസഫൻ ഡോക്ടറും പീറ്ററും ബലം പ്രയോഗിച്ച് അവരെ അവിടെ നിന്ന് പിടിച്ചിറക്കി മുറിയിൽ കൊണ്ടുപോയി വാതിൽ പുറത്തേക്ക് വലിച്ചടച്ചു. ആന്റണി, ഇനി മേലാൽ ഞങ്ങളില്ലാതെ നിങ്ങളാരും ഗ്രേസിയുടെ അടുത്തേക്ക് ചെല്ലരുത്, മനസ്സിലായോ? ആ ശബ്ദത്തിൽ ആജ്ഞസ്വരം തിരിച്ചറിഞ്ഞ ആന്റണിയും രമണിയും അനുസരണയോടെ തലയാട്ടുമ്പോൾ ഫിലിപ്പ് നടന്നു പോകുന്ന ഡാഡിയെ നിസ്സഹായതയോടെ നോക്കി നിന്നു. ആന്റണി ചേട്ടാ, എന്താ ഫിലിപ്പ് കുഞ്ഞെ? മമ്മിക്ക് ശരിക്കും എന്താ പറ്റിയേ? ഞാൻ കഴിഞ്ഞ ലീവിന് ഇവിടെ നിന്ന് പോയപ്പോൾ മമ്മിക്കൊരു കുഴപ്പവുമില്ലായിരുന്നല്ലോ. പിന്നെ പെട്ടെന്നെങ്ങനെ ഈ 3-4 മാസം കൊണ്ട് മമ്മിക്ക് ബുദ്ധിശക്തി നഷ്ടപ്പെട്ടു, സംസാരശേഷി നഷ്ടപ്പെട്ടു? അത് കുഞ്ഞെ, ഞാൻ എന്താ കുഞ്ഞിനോട് പറയാ? ഡാഡി പറഞ്ഞതല്ലേ കുഞ്ഞിനോട് കാര്യങ്ങളെല്ലാം. അതൊന്നും കാര്യമാക്കണ്ട, ആന്റണി ചേട്ടൻ പറ. 3-4 മാസം മുമ്പ് ഒരു ദിവസം രാവിലെ രമണിക്കൊച്ച് ജോലിക്ക് വരുമ്പോൾ ഗ്രേസിയാമ്മ ഗോണിച്ചോട്ടിൽ വീണ് കിടക്കുന്നു. തലയെല്ലാം പൊട്ടി ചോരയൊലിപ്പിച്ചുകൊണ്ട്. അവളുടെ നിലവിളി കേട്ടാണ് വലിയ മുതലാളിയും പീറ്ററും ലീനക്കൊച്ചുമെല്ലാം എണീറ്റ് വരുന്നത്. അവരൊക്കെ പേടിച്ചുപോയി മമ്മിയുടെ കിടപ്പ് കണ്ടിട്ട്. എളുപ്പം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷെ മമ്മി തിരിച്ചു വന്നത് ഈ അവസ്ഥയിലാണ് മോനെ. BP കൂടി ഗോണിയുടെ മുകളിൽ നിന്ന് താഴേക്ക് തലയിടിച്ച് വീണതുകൊണ്ട് പറ്റിയതാണെന്നാ വലിയ മുതലാളി പറഞ്ഞത്. BPയോ മമ്മിക്കോ? ഏയ്. ആന്റണി പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയാത്ത പോലെ ഫിലിപ്പ് തലയാട്ടിക്കൊണ്ടിരുന്നു. ദൈവം പ്രകൃതിയുടെ വശീകരണ ശക്തി മുഴുവനും നൽകി സുന്ദരിയാക്കിയതാണ് ഈ തെന്മലയെന്ന് തോന്നുന്നില്ലേ നിങ്ങൾക്ക്? രാവിലെ തന്നെ ഗസ്റ്റ് ഹൗസിൽ ഒത്തുകൂടി കേസിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഭദ്ര മേഡം തെന്മലയെ പറ്റി വർണ്ണിക്കുന്നത് കേട്ടപ്പോൾ ഷാനവാസും സജീവനും അമ്പരപ്പോടെ ഭദ്രയെ നോക്കി. പ്രകൃതിയിൽ ലയിച്ചെന്ന പോലെ ഭദ്ര നിൽക്കുന്നത് അവരൊരു നിമിഷം നോക്കി നിന്നു. ഇപ്പോൾ മേഡത്തിന്റെ മുഖം ഒരു കൊച്ചുകുട്ടിയുടെ മുഖത്തിന് സമാനമാണെന്ന് അവർക്ക് തോന്നി. കാരണം ആ മുഖത്തിപ്പോൾ യാതൊരു ടെൻഷനും ഇല്ലാത്ത പോലെ. ഷാനവാസേ, യെസ് മാഡം. ഈ തെന്മല പോലെയാണിപ്പോൾ നമ്മുടെ കേസ്. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇവിടെ സൗന്ദര്യവും ശാന്തതയും മാത്രമേ കാണാൻ കഴിയൂ. പക്ഷെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചെന്നു പതിക്കുന്ന വലിയ ഗർത്തങ്ങൾ ആരും കാണുന്നില്ല. അതുപോലെയാണ് ഈ കേസ്. ഓരോ കാലടിയിലും ഇരട്ടിയിലധികം ശ്രദ്ധ വേണം, അല്ലെങ്കിൽ നമ്മൾ വീണുപോകും. ഡു യു അണ്ടർസ്റ്റാൻഡ്? യെസ് മാഡം. മാഡം, ഗിരീഷിനെയും ഹരികുമാറിനെയും കാണുന്നില്ലല്ലോ? രാജീവ് ചോദിച്ചു. രാജീവ്, അവരെ ഞാനൊരു ജോലി ഏൽപ്പിച്ച് പറഞ്ഞു വിട്ടതാ, ഇപ്പോൾ എത്തും. ഭദ്ര പറഞ്ഞു നിർത്തിയതും പെട്ടെന്ന് ദൂരെ നിന്നൊരു ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടു. ഹരിയാണെന്ന് തോന്നുന്നു, ഷാനവാസ് പറഞ്ഞു. മുഖത്ത് പറ്റിയ മഞ്ഞുകണങ്ങളെ കൈകൊണ്ട് തുടച്ചു മാറ്റിക്കൊണ്ട് ഹരികുമാർ അവരുടെ മുന്നിലെത്തി. എന്തായി ഹരി, പോയ കാര്യങ്ങൾ? മേഡത്തിന്റെ ഊഹം ശരിയായിരുന്നു. ജോസഫിനും പീറ്ററും ഇന്നലെ സ്റ്റേഷനിൽ നിന്ന് മടങ്ങും വഴി തെന്മല സുനിയെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരുടെ സംസാരം എന്തായിരുന്നുവെന്ന് കണ്ടെത്താൻ പറ്റിയില്ല. അതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരം മുതൽ സുനിയും കൂട്ടരും ഇവിടെയാകെ അന്വേഷണമായിരുന്നു. എന്താ അന്വേഷണം ഹരി? അവർ ഈ തെന്മലയുടെ മുക്കിലും മൂലയിലും ഇന്നലെ മുതൽ തിരഞ്ഞത് ഡോക്ടർ ലീനയായിരുന്നു മാഡം. ഹരിയുടെ വാക്കുകൾ കേട്ട ഭദ്രയുടെ കണ്ണുകൾ വികസിച്ചു. ഓ, അപ്പോൾ അതിനു വേണ്ടി തന്നെയായിരിക്കും ഇന്നലെ ജോസഫൻ സുനിയെ കണ്ടത്. അതായത് ലീനയുടെ മിസ്സിംഗ് അവരുടെ അറിവോടെ അല്ല എന്ന് വേണം കരുതാൻ. ഭദ്രയുടെ നെറ്റിയിൽ ചുളിവുകൾ വീണു. അവൾ വീണ്ടും വീണ്ടും എന്തോ ചിന്തയിൽ തല കുടഞ്ഞു. എന്താ മാഡം? രാജീവ് ചോദിച്ചു. നത്തിങ് രാജീവ്. കേസുകൾ കൂടുതൽ മുറുകുകയാണല്ലോ. എൻ്റെ ഇതുവരെയുള്ള ഒരു കണക്കുകൂട്ടൽ ലീനയുടെ മിസ്സിംഗ് തേക്കിൻതോട്ടംകാർ മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്ത ഒന്നായിട്ടായിരുന്നു. പക്ഷേ എന്തിനു വേണ്ടി അവരത് ചെയ്യണം മാഡം? ജേക്കബ് അച്ഛനിലേക്ക് നമ്മൾ എളുപ്പത്തിൽ എത്താതിരിക്കാൻ വേണ്ടിയായിരിക്കാം ഒരുപക്ഷേ. സാരമില്ല, നമുക്ക് കണ്ടുപിടിക്കാം, അല്ലേ രാജീവ്? ഷാനവാസിനെ പോലെയുള്ളവർ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മളിത് ഈസിയായി കണ്ടെത്തുമെന്നേ. മാഡം, ഞാനതിന്... ഭദ്രയുടെ സംസാരം കേട്ട ഷാനവാസിലൊരു ചമ്മലെടുത്തു. ഭദ്ര മേഡം തന്നെ കളിയാക്കിയതാണോ? അയാൾ ഭദ്രയെ നോക്കി. ആ ഷാനവാസേ, താനെന്തിനാ ചമ്മുന്നേ? ഞാനൊരു സത്യം പറഞ്ഞതാണ്. തൻ്റെ ഉള്ളിൽ ഒരു കുശാഗര ബുദ്ധിക്കാരനുണ്ട്. അത് നമുക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് പറഞ്ഞതാണോ, അല്ലാതെ തന്നെ കളിയാക്കിയതല്ല. ഭദ്ര പറഞ്ഞു നിർത്തിയതും അവരുടെ എല്ലാം മുഖത്തൊരു ചിരി തെളിഞ്ഞു. അതേസമയം തന്നെയാണ് ഭദ്രയുടെ മൊബൈൽ ഫോൺ ബെല്ലടിച്ചത്. ഫോൺ കാതോട് ചേർക്കവേ ഭദ്രയുടെ മുഖം വലിഞ്ഞു മുറുകി. ഗിരീഷ്,
താൻ അവിടെ തന്നെ നിൽക്ക്, ഞങ്ങളിതാ വരുന്നു പറഞ്ഞുകൊണ്ട് ഭദ്ര വേഗം ചെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യവേ കാര്യം എന്തെന്ന് മനസ്സിലാവാതെ മറ്റുള്ളവർ അവളെ അനുഗമിച്ചു. വെടിയുണ്ട പോലെ വണ്ടി റോഡിലൂടെ ചീറിപ്പായവേ ചുറ്റും പൊടിയുയർന്നു. കത്തിപ്പടരുന്ന ഭാവത്തിലുള്ള ഭദ്രയുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ പള്ളിയിലെ കപ്പയാര് നോട്ടം മാറ്റിക്കൊണ്ടിരുന്നു. ഡോ ഇവിടെ നോക്കണോ, താനെന്താ കള്ളന്മാരെ പോലെ നാലുപാട് നോക്കി നിൽക്കുന്ന? ഭദ്രയുടെ ശബ്ദമുയർന്നതും പറയത് പേടിയോടെ ഭദ്രയെ നോക്കി. ജേക്കബച്ചൻ വികാരിയായിരുന്ന സെന്റ് ജോൺസ് പള്ളിയിലായിരുന്നു ഭദ്രയും ടീമും. അപ്പോൾ ഭദ്രയുടെ നിർദ്ദേശമനുസരിച്ചായിരുന്നു ടൗൺ എസ് ഐ ഗിരീഷ് പള്ളിയിലെത്തിയത്. അച്ഛനെ പറ്റി കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുമോ എന്നറിയാൻ. എന്താണ് തൻ്റെ പേര്? ഷാനവാസ് കപ്പ്യാരെ നോക്കി. പറയത് അച്ഛനെ കാണാതാവുന്നതിൻ്റെ 2 നാൾ മുന്നേ അല്ലടോ ശവക്കുഴി തുമ്മിയെ കാണാതായത്. എന്നിട്ടെന്താണോ നിങ്ങളാരും ഒരു പരാതിയും നൽകാത്ത? ഭദ്ര ശബ്ദമുയർത്തി. ഷാനവാസ് യെസ് മേഡം. ഇവിടെ തൻ്റെ സ്റ്റേഷനിൽ ഇങ്ങനെ എന്തെങ്കിലും പരാതി ജേക്കബച്ചൻ തന്നിരുന്നോടോ? ഇല്ല മേഡം. ഭദ്ര പിന്നെയും വറീദിന് നേരെ തിരിയവേ അയാൾ ഭദ്രയ്ക്ക് നേരെ കൈകൂപ്പി. എൻ്റെ പൊന്നു സാറേ, തുമ്മിയെ കാണാതായത് ഞങ്ങളാരും വലിയ ഗൗരവത്തിലെടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ അക്കാര്യം അച്ഛനോട് പറഞ്ഞതുമില്ല. അല്ലെങ്കിൽ അച്ഛൻ കുറേ ദിവസമായി ഭയങ്കര ടെൻഷനിലാണ്. എന്ത് ടെൻഷൻ? അതറിയില്ല മേഡം. ഓക്കെ, പക്ഷേ തുമ്മിച്ചനെ കാണാതായത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഗൗരവത്തിലെടുക്കാത്തത്? അയാൾക്ക് വീടും കുടുംബമൊന്നുമില്ലേ? രാജീവ് ചോദിച്ചു. അത് സാറേ, തുമ്മിക്ക് തലയ്ക്ക് നല്ല സുഖമില്ല കുറച്ചായിട്ട്. പിന്നെ വീടും കുടുംബമൊന്നുമില്ല. ഇവിടെ പള്ളി വരാന്തയിലാണ് കിടപ്പ് പോലും. ആരെങ്കിലും മരിച്ചാൽ കുഴി വെട്ടുന്നത് അവൻ്റെ ജോലിയാണ്. അതാണ് അവൻ്റെ പേര് ശവക്കുഴി തുമ്മീന്നായത്. അയാൾക്ക് പണ്ട് മുതലേ ബുദ്ധിസ്ഥിരത കുറവുണ്ടോടോ? ഇല്ല മേഡം, കുറച്ചു കാലം മുമ്പ് വരെ നല്ല ഉഷാറായിരുന്നു. പക്ഷേ എന്താണ് ഒരു പക്ഷേ? അത് സാർ, ഒരു ദിവസം രാത്രി സെമിത്തേരിയിൽ എന്തോ കണ്ട് നിലവിളിച്ചവൻ പള്ളിമേടയിലേക്ക് ഓടിക്കയറി. ആരൊക്കെ ശ്രമിച്ചിട്ടും അവൻ മേടയിൽ നിന്ന് ഇറങ്ങിയില്ല. പിന്നെ കുറച്ച് ദിവസം അവന് നല്ല പനിയായിരുന്നു. ആ പനി മാറി എണീറ്റ് അവൻ പിന്നെ പഴയതുപോലെ ആയില്ല. എന്തൊക്കെയോ ഒറ്റയ്ക്ക് പിറുപിറുക്കും. ചിലപ്പോൾ എങ്ങോട്ടെങ്കിലും പോവും. 2 ദിവസം കഴിഞ്ഞാൽ അതുപോലെ തിരിച്ചു വരും. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ പോയി അവൻ തിരികെ വന്നില്ല മേഡം. പിന്നെ ജേക്കപ്പച്ചനെ കൂടി കാണാതായപ്പോൾ തുമ്മിയുടെ കാര്യം മറന്നുപോയി സാറേ. ഇന്ന് രാവിലെ ദേ ഈ സാറ് ഓരോന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് തുമ്മിയുടെ കാര്യം. ഗിരീഷിനെ നോക്കി വറീത് വിറയലോടെ പറഞ്ഞു നിർത്തിയപ്പോൾ ഭദ്രയുടെ നോട്ടം സെമിത്തേരിയിലേക്കായിരുന്നു. അവിടെ എന്തോ തെളിവുകൾ അവശേഷിക്കുന്നത് പോലെ തോന്നിയ ഭദ്ര സെമിത്തേരിയിലേക്ക് നടന്നു. പക്ഷെ അവിടെ നിന്നും ഒന്നും കണ്ടെത്താൻ സാധിക്കാതെ ഭദ്ര പിന്തിരിയവേ പെട്ടെന്ന് പുറകിൽ നിന്ന് ഷാനവാസിന്റെ ശബ്ദമുയർന്നു. മേഡം ദാ അവിടെ. ഷാനവാസ് കൈ ചൂണ്ടിക്കാണിച്ച സ്ഥലത്തേക്ക് ഭദ്ര തിരിഞ്ഞു നോക്കി. പുതിയ പള്ളിയുടെ കുറച്ചു പുറകിലായി ഇടിഞ്ഞു പൊളിഞ്ഞു വീണൊരു കെട്ടിടം. ഷാനവാസ് എന്താണത്? മേഡം, അതൊരു പഴയ പള്ളിയുടെ അവശിഷ്ടങ്ങളാണ്. അവിടെയും ഒരു സെമിത്തേരിയുണ്ട്. ഒരുപക്ഷെ തുമ്മിച്ചൻ പേടിച്ച് നിലവിളിച്ചെന്ന് പറയുന്നത് അവിടെ നിന്നായി കൂടെ? ഷാനവാസിന്റെ വാക്കുകൾ കാതോർത്ത് നിന്നിരുന്ന ഭദ്ര എന്തോ ഓർത്തിട്ടെന്ന വണ്ണം പെട്ടെന്ന് കപ്പ്യാരെ തനിക്കരികിലേക്ക് വിളിച്ചു. പറയതേ. എന്താണ് സാറേ? ഈ പള്ളി ഇവിടെ പണിയുന്നതിന് മുമ്പ് ആ പഴയ പള്ളിയിലായിരുന്നോ കുർബാനയും മറ്റും നടത്തിയിരുന്നത്? അതെ സാറേ, ആദ്യം അവിടെയായിരുന്നു. പിന്നീട് സഭകൾ തമ്മിൽ പ്രശ്നം വന്നു. അങ്ങനെ പള്ളി കേസിൽപ്പെട്ടു. കുർബാന മുടങ്ങി. അന്നേരമാണ് തേക്കിൻതോട്ടുംകാര് അവരുടെ ഈ സ്ഥലം പള്ളിക്കായി വിട്ടുനിന്നതും ഇവിടെ ഈ പള്ളി പണിതതും. അപ്പോൾ ആ പള്ളി ആരും ഉപയോഗിക്കാതെ ആർക്കും വേണ്ടാതെ നശിച്ചു അല്ലേടോ? അതേ സാറേ. വറീദിന്റെ വാക്കുകൾക്കുള്ളിൽ എന്തോ ചികഞ്ഞെന്ന പോലെ ഭദ്ര ഒരു നിമിഷം കണ്ണടച്ചു നിന്ന് പിന്നെ തനിക്കൊപ്പം വന്നവരോട് ആംഗ്യം കാണിച്ചവൾ മെല്ലെ ആ പഴയ പള്ളിയുടെ നേരെ നടന്നു. ഷാനവാസും കൂട്ടരും അവളെ പിന്തുടർന്നു. ആൾപെരുമാറ്റമില്ലാതെ ആകെ നശിച്ച അവസ്ഥയിലായിരുന്നു ആ പഴയ പള്ളി. എങ്ങും പൊടിയും വളർന്ന കാടും മാത്രം. ഭദ്ര CI രാജീവിനെ ഒന്ന് നോക്കി. അയാൾ ഗിരീഷിനെയും കൂട്ടി ആ പള്ളിയുടെ ഉൾവശമാകെ അരിച്ചു പിറക്കി. സംശയിക്കത്തക്ക യാതൊന്നും ഇവിടെ ഇല്ല മേഡം. രാജീവ് വന്ന് ഭദ്രയോടത് പറയുമ്പോൾ ഭദ്രയുടെ നോട്ടം ആ പഴയ പള്ളിയുടെ സെമിത്തേരിയിലേക്കായിരുന്നു. ഷാനവാസ് കമോൺ. അത് പറഞ്ഞ് ഭദ്ര ധൃതിയിൽ സെമിത്തേരിയുടെ നേരെ നടക്കുമ്പോൾ പള്ളിയിൽ ആരോ പറഞ്ഞേൽപ്പിച്ചതുപോലെ മാധ്യമപ്പടകളും വിശ്വാസികളും തിങ്ങിക്കൂടി. ഷാനവാസ്, ഗിരീഷ്, രാജീവ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും തോന്നുന്നുവെങ്കിൽ അത് നോട്ട് ചെയ്യുക. എന്നോടത് ഇപ്പോൾ പറയേണ്ട ആരും. അതുപോലെ ഹരി ഒരു കാര്യം ചെയ്യണം. ഇവിടെയുള്ള കല്ലറകൾക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുവെങ്കിൽ അവയുടെ എല്ലാം വീഡിയോ എടുക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഒരു പ്രവൃത്തിയും പുറത്തുനിന്ന് നോക്കുന്നവർക്ക് മനസ്സിലാവരുത്. ഓക്കെ? യെസ് മാഡം. ദെൻ കമോൺ കിക്ക്. ആ സെമിത്തേരിയുടെ ഉൾവശമാകെ നടന്നു നോക്കവേ ഭദ്രയുടെയും കൂട്ടരുടെയും മുഖത്ത് പലവിധ ഭാവങ്ങൾ മിന്നിമറഞ്ഞു. പുറത്ത് അക്ഷമരായി കാത്തുനിന്ന മാധ്യമപ്പട ഒടുവിൽ സെമിത്തേരിയിലേക്ക് കടന്നു കയറാൻ തുടങ്ങിയതും ഭദ്ര തന്റെ ടീമിനെയും കൂട്ടി വേഗം പഴയ പള്ളിയിൽ നിന്നും കപ്പ്യാരുടെ അരികിലേക്കെത്തി. അവളുടെ അരികിലേക്ക് ആകാംക്ഷയോടെ കുതിച്ചെത്തിയ ആളുകളെ ഞെട്ടിച്ചുകൊണ്ടവൾ പെട്ടെന്ന് കപ്പ്യാര് വറീദിന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് തന്നോട് വലിച്ചു ചേർത്ത് നിർത്തുമ്പോൾ കാര്യം എന്തെന്നറിയാതെ ജനങ്ങൾ പകച്ച് പരസ്പരം നോക്കി. ഭദ്ര മേഡത്തിന്റെ നീക്കം എന്താണെന്നറിയാതെ CI രാജീവ് തനിക്കൊപ്പമുള്ളവരെ അമ്പരപ്പോടെ നോക്കി. അവർക്കും ഭദ്രയുടെ നീക്കം മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇടോ വറീദേ, താൻ എന്താ കരുതിയേ? താൻ എന്തു പറഞ്ഞാലും ഞങ്ങളതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങി ഈ തെന്മല വിട്ടു പോകുമെന്നോ? ഭദ്രയുടെ മുഖത്തെ ആളുന്ന കോപം കണ്ടൊരു നിമിഷം പോലീസുകാർ പോലും പകച്ചുപോയി. സാറേ, ഞാൻ എന്താ പറഞ്ഞേ?
ഞാനൊന്നും പറഞ്ഞു പറ്റിച്ചില്ലല്ലോ. നീ പറ്റിച്ചില്ലേ? നുണ പറയുന്നോ റാസ്കൾ? നീയല്ലേടാ ഞങ്ങളോട് അല്പം മുമ്പ് പറഞ്ഞത് കാണാതാവുന്നതിൻ്റെ മുമ്പ് ശവക്കുഴി തുമ്മിച്ചൻ സെമിത്തേരിയിൽ നിന്നെന്തോ കണ്ടു പേടിച്ചെന്ന്. എന്നിട്ട് ഞങ്ങൾ ചെന്ന് അരിച്ചു പെറുക്കി നോക്കിയിട്ടും അവിടെ ഒന്നും കണ്ടില്ലല്ലോടോ. സാറേ, അത് വാക്കുകൾക്കായി വറീത് തപ്പിത്തടയുമ്പോൾ പെട്ടെന്നാണ് ആൾക്കൂട്ടം ഭദ്രയെയും കൂട്ടരെയും വളഞ്ഞത്. ഭദ്ര സാറേ, സാർ വറീദേട്ടനെ അങ്ങ് വിട്ടേരെ. നിങ്ങൾക്ക് ജേക്കപ്പച്ചൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ദേഷ്യം പാവത്തിനോട് തീർക്കണ്ട. പിന്നെ സാറന്മാര് വലിയ ഗേമന്മാരായി പള്ളിയും പള്ളിപ്പറമ്പും മരിച്ചു പിറക്കി പരിശോധിക്കുന്നത് കണ്ടപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കും എന്തെങ്കിലും എന്ന് കരുതി ഓടി വന്നതാണ് ഞങ്ങൾ. ഇപ്പോൾ ഞങ്ങൾക്കറിയാം നിങ്ങളെ കൊണ്ടൊന്നും ഒന്നും സാധിക്കില്ലാന്ന്. വെറുതെ ഷോ കാണിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കില്ലേ, തടി കേടാവുമേ. ആൾക്കൂട്ടത്തിൽ നിന്നും ആരോ വിളിച്ചു പറയുന്നത് കേട്ട് ഭദ്ര അത് ആരെന്ന് നോക്കിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ചുറ്റും നിന്ന ആളുകൾ ഓരോന്നും പറഞ്ഞു തുടങ്ങുമ്പോൾ ഭദ്രയും കൂട്ടരും വേഗം അവിടെ നിന്ന് പിൻവാങ്ങി വണ്ടിയിൽ കയറി. കൂടുതൽ ചോദ്യങ്ങളുമായി വന്ന മാധ്യമപ്പടയെ അവഗണിച്ച ജീപ്പ് പള്ളിമുറ്റം കടന്ന് റോഡിലേക്ക് ഇറങ്ങുമ്പോഴും ഭദ്രയുടെ കണ്ണുകൾ ആ പഴയ പള്ളിയുടെ സെമിത്തേരിയിലേക്കായിരുന്നു. ഭദ്രയും കൂട്ടരും കയറിയ ജീപ്പ് കണ്ണിൽ നിന്നും മറഞ്ഞതും പള്ളിമുറ്റത്ത് കൂടി നിന്നവർക്കിടയിൽ നിന്നൊരാൾ ആർക്കോ ഫോൺ ചെയ്ത് അറിയിക്കുന്നുണ്ടായിരുന്നു ഭദ്ര നിരാശയായി നാണം കെട്ട് മടങ്ങിയെന്ന്. തിരക്കൊഴിഞ്ഞ് വിജനമായ ഒരിടത്ത് ജീപ്പ് നിർത്തി അതിൽ ചാരി നിന്നുകൊണ്ട് ഭദ്ര തൻ്റെ കൂടെയുള്ള ഓരോരുത്തരെ നോക്കി. രാജീവ് എന്താണ് തൻ്റെ കണ്ടെത്തലിൽ ആ സെമിത്തേരിയെ പറ്റി? മാഡം, ആ പഴയ പള്ളിയുടെ സെമിത്തേരി, അവിടെ എന്തോ ഒരു രഹസ്യം മറിഞ്ഞിരിക്കുന്നത് പോലൊരു തോന്നൽ, രാജീവ് പറഞ്ഞു. ഓക്കെ. ഗിരീഷിന് എന്തു തോന്നി? മാഡം, രാജീവ് സാർ പറഞ്ഞത് തന്നെ. കുറച്ചുകൂടി സമയം അവിടെ നിന്നിരുന്നെങ്കിൽ നമുക്ക് കൂടുതൽ എന്തെങ്കിലും തെളിവ് കിട്ടിയേനെ എന്നൊരു തോന്നൽ. പക്ഷേ നമുക്കങ്ങനെ അവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ലല്ലോ ഗിരീഷ്. കാരണം അവിടെ തടിച്ചുകൂടിയ ജനങ്ങളും മാധ്യമങ്ങളും എല്ലാം വെറുതെ അവിടെ എത്തിയവരല്ല. നമ്മളെ തടയുന്നതിനായി ആരോ മനഃപൂർവ്വം പറഞ്ഞു വിട്ടതാണ് അവരെ. വിശ്വാസത്തിന്റെ പേരിൽ എന്തും ചെയ്യുന്ന ആളുകളാണ് അവർ. അതുപോട്ടെ, ഷാനവാസ് താൻ പറയൂ, തനിക്ക് എന്തെങ്കിലും അവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചോ? ഭദ്ര ഷാനവാസിന്റെ മുഖത്തേക്ക് ആകാംക്ഷയോടെ നോക്കി. മാഡം, അത് പഴയ സെമിത്തേരിയിൽ ഇപ്പോഴും ആൾ സഞ്ചാരമുണ്ട്. ആരും അവിടേക്ക് പോവാറില്ലെന്നാണ് കപ്പ്യാർ പറഞ്ഞത്. പക്ഷേ ഈ അടുത്ത ദിവസം കൂടി അവിടെ ആരെല്ലാമോ ഉണ്ടായിരുന്നു. അവിടെ ആരോ നടന്നതിന്റെ പാടുകളുണ്ട്. ഷാനവാസിന്റെ വാക്കുകൾ കേട്ടതും ഭദ്രയുടെ കണ്ണുകൾ തിളങ്ങി. യു ആർ റൈറ്റ് ഷാനവാസ്, അവിടെ ആൾ സഞ്ചാരമുണ്ട്. രാജീവ്, നിങ്ങളത് ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഹരി, താനെടുത്ത ആ വീഡിയോസ് ഒന്ന് പ്ലേ ചെയ്ത് അതിലുണ്ടാവും, എല്ലാം ശ്രദ്ധിച്ചു നോക്ക്. ഹരിയുടെ കയ്യിലെ വീഡിയോ റെക്കോർഡിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ ഗിരീഷിനും രാജീവിനും ഒരു കാര്യം ബോധ്യപ്പെട്ടു. ഷാനവാസ് പറഞ്ഞത് ശരിയാണെന്ന്, അവിടെ ആൾ സഞ്ചാരമുണ്ട്. വീഡിയോ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരുന്ന ഭദ്രയുടെ കണ്ണുകൾ പെട്ടെന്നൊന്ന് തിളങ്ങി. ഹരി, സ്റ്റോപ്പ്. മാഡം, യെസ്, ദാ ഇവിടെ നോക്കി എല്ലാവരും. ഇവിടെ എന്തെങ്കിലും പ്രത്യേകത കാണാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? ഭദ്ര ചൂണ്ടിക്കാണിച്ചു കൊടുത്ത വീഡിയോ ഭാഗത്തേക്ക് നോക്കിയതും രാജീവ് പെട്ടെന്ന് പറഞ്ഞു. യെസ് മാഡം, ഇവിടെ പ്രത്യേകതയുണ്ട്. എന്താണ് രാജീവ്? മാഡം, ഇവിടെയുള്ള ശവക്കല്ലറകളെല്ലാം തന്നെ കുടുംബക്കല്ലറകളാണ്. അതും തേക്കിൻ തോട്ടംകാരുടെ. ദാ അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. യെസ് രാജീവ്, ശരിയാണ് താൻ പറഞ്ഞത്. ഇനി വേറെ എന്തെങ്കിലും? മാഡം, ഷാനവാസ് വിളിച്ചു. ഷാനവാസ്, പറ, വേറെ എന്തെങ്കിലും തനിക്ക് കണ്ടെത്താൻ പറ്റിയോ? യെസ് മാഡം, വർഷങ്ങളായി ആരും ഉപയോഗിക്കാത്ത അനാഥമാക്കപ്പെട്ട ഈ സെമിത്തേരിയിലെ ഈ ശവക്കല്ലറുകളുടെ ചുറ്റും മാത്രം അധികം കാടുകൾ വളർന്നിട്ടില്ല. അഥവാ ഉള്ള ചെടികൾ തന്നെ ആരുടെയോ ചവിട്ടേറ്റ് കരിഞ്ഞു പോയിരിക്കുന്നു. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴോ അവിടെ ആരോ ചെന്നിട്ടുണ്ട്. അതെ ഷാനവാസ്, താൻ പറഞ്ഞത് ശരിയാ. അവിടെ എന്തോ ഒരു രഹസ്യം നമ്മളെ കാത്തിരിപ്പുണ്ട്. നമ്മുടെ അന്വേഷണത്തെ ഏറെ സഹായിക്കുന്ന എന്തോ ഒന്ന്. മാഡം, അങ്ങനെ ഉറച്ചു വിശ്വസിക്കാൻ പറ്റുമോ? ഒരുപക്ഷെ ആരെങ്കിലും പ്രാർത്ഥിക്കാനോ മറ്റോ കല്ലറയിൽ ചെന്നതായി കൂടെ? ഹരികുമാർ ചോദിച്ചു. അങ്ങനൊരു ചാൻസ് ഇല്ലാരി. കാരണം പുതിയ പള്ളിയുടെ സെമിത്തേരിയിൽ തേക്കിൻ തോട്ടംകാരുടെ പുതിയ കുടുംബകല്ലറ ഞാൻ കണ്ടിരുന്നു. അതായത് ഇപ്പോൾ ഉള്ള തലമുറയ്ക്കും ഒരുപാട് മുമ്പുള്ളതാണ് പഴയ കല്ലറ. അവിടെ പോയി പ്രാർത്ഥിക്കാൻ ഇപ്പോൾ ആരാണ് തേക്കിൻ തോട്ടത്തിൽ? ഇനിയിപ്പോൾ അങ്ങനെ തന്നെയാണെങ്കിലും ലീന ഡോക്ടറെ കാണാതായ ഈ ദിവസങ്ങളിൽ ഒരിക്കൽ പോലും തേക്കിൻ തോട്ടത്തിൽ നിന്ന് ഒരാൾ പോലും പള്ളിയിലേക്ക് വന്നിട്ടില്ല. പിന്നെന്തിനാ അവർ പഴയ കല്ലറയ്ക്ക് അടുത്തേക്ക് പോയത്? അതുകൊണ്ട് അവിടെ ആ കല്ലറ അവിടെ ഉണ്ട്. നമുക്ക് വേണ്ടതെന്തോ. ഐ ആം ഷുവർ. മാഡം, വെറുമൊരു ഊഹത്തിന്റെ പേരിൽ പള്ളി സെമിത്തേരിയിൽ കയറി കല്ലറ പൊളിച്ചാൽ? പറഞ്ഞു വന്നത് ഗിരീഷ് പാതി വഴിയിൽ നിർത്തി. പൊളിച്ചാൽ വിശ്വാസികൾ ഒന്നും സമ്മതിക്കില്ല. പക്ഷേ നമ്മുടെ ആ ഭയമാണ് ശത്രുക്കൾ മുതലെടുക്കുന്നതെങ്കിലോ? ഭദ്രയുടെ മറുചോദ്യത്തിന് ഗിരീഷിന് മറുപടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ആ കല്ലറകൾ പൊളിക്കുന്നു. ഭദ്രയുടെ തീരുമാനം കേട്ടൊരു നിമിഷം ഷാനവാസ് ഉൾപ്പെടെയുള്ളവർ പകച്ചുപോയി. വരാനിരിക്കുന്ന ഭവിഷ്യത്ത് അവരുടെ കൺമുന്നിൽ തെളിഞ്ഞൊരു നിമിഷം. എന്താണ് എല്ലാവരും ഭയന്നു പോയതുപോലെ? നമ്മൾ ഇനിയും താമസിച്ചാൽ ഒരു പക്ഷേ ശത്രുക്കൾ രക്ഷപ്പെടാൻ അവസരമാകും. ഇപ്പോൾ തന്നെ നമ്മൾ സെമിത്തേരിയിൽ കാലെടുത്ത് വെച്ചപ്പോൾ അവിടെ ചേർന്ന ആൾക്കൂട്ടം അത് ആരുടെയോ കൃത്യമായ പ്ലാനാണെന്ന് നമുക്ക് ഉറപ്പല്ലേ? അതുകൊണ്ടാണ് നമുക്ക് അവിടെ നിന്നൊന്നും കിട്ടില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ഞാൻ കപ്പ്യാര് വറീദിനെ വെറുതെ ഒന്ന് പേടിപ്പിച്ചത്. ഇന്ന് രാത്രി അവരാരും തന്നെ ആ സെമിത്തേരിയിലേക്ക് നമ്മൾ ചെല്ലുമെന്ന് പ്രതീക്ഷിക്കില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ ചെല്ലുന്നു സെമിത്തേരിയിലേക്ക്. ഓക്കെ, അതൊരു ഓർഡറായിരുന്നു. വിവരങ്ങൾ വിളിച്ചു പറഞ്ഞ് DGP സാറിൽ നിന്നും അനുവാദം വാങ്ങണം ആദ്യം. പിന്നെ നമ്മുടെ ഫോഴ്സിനെയും കൂട്ടണം. ഒരു ആക്രമണം ഉണ്ടായാൽ ചെറുക്കാൻ.
രാത്രി പ്രകൃതി പോലും നിശ്ചലമായ സമയത്ത് പള്ളിയുടെ സെമിത്തേരി ലക്ഷ്യമാക്കി ഭദ്രയും ടീമും മുന്നോട്ട് നീങ്ങി. തേക്കിൻതോട്ടക്കാരുടെ പഴയ കുടുംബക്കല്ലറയ്ക്ക് അരികിലെത്തിയതും ഭദ്ര കൂടെയുള്ളവരെ നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ രാജീവ് കൂടെ വന്നിരുന്നവർക്ക് ശ്രദ്ധയോടെ കല്ലറ പൊളിക്കാനുള്ള നിർദ്ദേശം നൽകി. വർഷങ്ങൾ പഴക്കമുള്ള കല്ലറയിലെ ആദ്യത്തെ കല്ലറയുടെ മുകളിലെ സിമന്റ് പാളികൾ പണിക്കാർ ശ്രദ്ധയോടെ അടർത്തി മാറ്റാൻ നോക്കിയതും പെട്ടെന്നൊരു ശബ്ദത്തോടെ ആ സിമന്റ് പാളി ഒരു സൈഡിലേക്ക് തെന്നി മാറി. ഒരു സെക്കൻഡ് നേരത്തെ നിശബ്ദത. അതിനെ കീറി മുറിച്ച് പെട്ടെന്നാണ് അന്തരീക്ഷത്തെ നടുക്കിക്കൊണ്ടൊരു നിലവിളി പണിക്കാരിൽ നിന്ന് ഉയർന്നത്. ഞെട്ടലോടെ കല്ലറയ്ക്കുള്ളിലേക്ക് നോക്കിയ ഭദ്രയുടെ ശരീരത്തിലൂടെയും വിറയൽ പാഞ്ഞുപോയി. ജേക്കപ്പച്ചൻ. ഭദ്രയുടെ പുറകിലൂടെ കല്ലറയ്ക്കുള്ളിലേക്ക് നോക്കിയ രാജീവ് മന്ത്രണം പോലെ ആ പേര് പറയുമ്പോഴും ഭദ്രയിലെ ഞെട്ടൽ വിട്ടുമാറിയിരുന്നില്ല. മേഡം. രാജീവ് ഭദ്രയെ നോക്കി. മേഡം ഓക്കെയല്ലേ? അയാൾ ചോദിച്ചു. യെസ്, ബട്ട് ഐ ആം. വാക്കുകൾ പാതി വഴിയിൽ ഭദ്ര മേഡം നിർത്തുമ്പോൾ കൂടെയുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു ഭദ്രയുടെ അവസ്ഥ. ജേക്കപ്പച്ചൻ ജീവനോട് ഉണ്ടോ എന്ന സംശയം മനസ്സിൽ ബാക്കി നിന്നിരുന്നുവെങ്കിലും ഇവിടെ ഈ കല്ലറയിൽ മേഡം ഒരിക്കലും അച്ഛനെ പ്രതീക്ഷിച്ചിരുന്നില്ല. മേഡം മാത്രമല്ല, തങ്ങൾ ഓരോരുത്തരും. മേഡം. ഹരി ധൃതിയിൽ ഭദ്രയ്ക്ക് അരികിലെത്തി. മേഡം, അച്ഛൻ്റെ ശരീരത്തിൻ്റെ ഇടയിലായി ഒരു ബോഡി കൂടിയുണ്ട്. ഹരിയുടെ വാക്കുകൾ കേട്ട ഭദ്ര വീണ്ടും ആ കല്ലറയ്ക്കുള്ളിലേക്ക് സൂക്ഷിച്ചു നോക്കി. ശരിയാണ്, ഒരു കൈ കാണുന്നുണ്ട് അച്ഛൻ്റെ ശരീരത്തിൻ്റെ ഇടയിൽ. ആരുടേതാണ്? ഭദ്രയുടെ മനസ്സിൽ ലീന ഡോക്ടറുടെ മുഖം തെളിഞ്ഞു. വേഗം വേഗം അച്ഛൻ്റെ ആ ശരീരം പുറത്തേക്ക് എടുക്കൂ, ശ്രദ്ധയോടെ വേണം. ഹരി, താൻ എല്ലാം വളരെ കൃത്യമായി തന്നെ വീഡിയോയിൽ എടുക്കുക, ഒന്നും വിട്ടുപോകരുത്. കമോൺ എവരിബഡി, എല്ലാവരും വേഗം അവരവരുടെ ജോലികൾ ചെയ്യൂ. ഭദ്ര വേഗം തന്നെ ഷോക്കിൽ നിന്ന് മുക്തിയായി തൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. പക്ഷേ കല്ലറ തുറന്നപ്പോഴുള്ള അസഹ്യമായ ദുർഗന്ധം പണിക്കാരെ ജോലിയിൽ നിന്നും പിന്നോട്ട് വലിച്ചു. അഴുകി തുടങ്ങിയ ശരീരങ്ങളുടെ ദുർഗന്ധം അവരുടെ മാസ്കിനെയും തുളച്ചു കയറുന്നതായിരുന്നു. SI ഗിരീഷും 2 പണിക്കാരും ദുർഗന്ധം സഹിക്കാൻ കഴിയാതെ ഛർദ്ദിക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് പള്ളിപ്പരിസരമാകെ ലൈറ്റുകൾ തെളിഞ്ഞ് ഒപ്പം ആരുടെയോ ടോർച്ചിന്റെ വെട്ടം സെമിത്തേരിയിൽ പതിച്ചു. പെട്ടെന്ന് തന്നെ അപായ സൂചന നൽകിക്കൊണ്ട് അർദ്ധരാത്രിയിൽ പള്ളിമണി കൂട്ടത്തോടെ മുഴങ്ങി. ഒരു നിമിഷത്തെ സ്തംഭനാവസ്ഥ. ഭദ്ര പെട്ടെന്ന് സമചിത്തത വീണ്ടെടുത്ത് കൂടെയുള്ള പോലീസുകാർക്ക് മുൻകരുതൽ നിർദ്ദേശം നൽകി. ഭദ്രയിൽ ഒട്ടും തന്നെ പേടി ഇപ്പോൾ അവശേഷിച്ചിരുന്നില്ല. കാരണം തടയാനും ചോദ്യം ചെയ്യാനും വരുന്നവർക്കുള്ള മറുപടി പോലെ ജേക്കപ്പച്ചൻ്റെ ശരീരം ഇപ്പോൾ പണിക്കാർ കല്ലറയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നുണ്ടായിരുന്നു. രാത്രി അപായമണി പള്ളിയിൽ മുഴങ്ങിയതും ആളുകൾ ഓരോരുത്തരും പരിഭ്രാന്തിയോടെ കൂട്ടം കൂടി പള്ളിയിലേക്ക് എത്തി. കാര്യം തിരക്കിയ അവർ പള്ളിയിലും പിന്നെ സെമിത്തേരിക്ക് അടുത്തേക്കും എത്തി. പകൽ നാണം കെട്ട് വെറും കൈയോടെ ഇവിടെ നിന്ന് മടങ്ങിപ്പോയ പോലീസുകാരെ സെമിത്തേരിയിൽ അർദ്ധരാത്രിയിൽ കണ്ടതും അവരിൽ ചിലർ സെമിത്തേരിക്ക് ഉള്ളിലേക്ക് കുതിക്കാനൊരുങ്ങി. പക്ഷെ അവരുടെ കാലുകൾ ചങ്ങലക്കുളത്തുന്ന പോലെ ജേക്കപ്പച്ചൻ്റെ ശവശരീരം അപ്പോൾ കല്ലറയിൽ നിന്നും പുറത്തേക്ക് എത്തിയിരുന്നു. കണ്ണുകൾക്ക് മുമ്പിൽ കാണുന്നത് വിശ്വസിക്കാൻ കഴിയാതെ ആളുകൾ പരിഭ്രാന്തരായി. ലീന ഡോക്ടർക്കൊപ്പം നാട് വിട്ടുവെന്ന് പത്രങ്ങൾ വിളിച്ചു പറഞ്ഞ് അച്ഛൻ്റെ ജീവനില്ലാത്ത ശവശരീരം ഇതാ കൺമുന്നിൽ. കാണുന്നത് വിശ്വസിക്കാൻ പറ്റാതെ പകച്ചു നിൽക്കുമ്പോൾ ഷാനവാസും ടീമും അതേ കുഴിയിൽ നിന്ന് വേറൊരു ശരീരം കൂടി പുറത്തേക്കെടുത്തു. അത് ആരാണെന്നറിയാൻ അങ്ങോട്ട് നോക്കിയ കപ്പ്യാര് പറയത് ഞെട്ടിപ്പോയി. അത് ശവക്കുഴി തുമ്മിയുടെ അഴുകി തുടങ്ങിയ ശവശരീരമായിരുന്നു. കുറച്ചു സമയം കൊണ്ട് തന്നെ വാർത്ത നാടാകെ പരന്നു. സെമിത്തേരിയിൽ ജനങ്ങളും മാധ്യമപ്രവർത്തകരും തടിച്ചുകൂടി. അവരെ നിയന്ത്രിക്കാൻ രാജീവ് കൂടുതൽ പോലീസുകാരെ സ്റ്റേഷനിൽ നിന്ന് വരുത്തി. സംഭവ സ്ഥലത്തേക്ക് ഉന്നത അധികാരികൾ പുറപ്പെട്ടു. മേഡം, ഇനി ഈ കല്ലറയിൽ പഴകി ദ്രവിച്ച് പൊടിഞ്ഞു തുടങ്ങിയ ഏതാനും അസ്ഥികൾ മാത്രമേ ഉള്ളൂ, ഷാനവാസ് ഭദ്രയോട് പറഞ്ഞു. അതിന് മറുപടി ഒരു മൂളലിൽ ഒതുക്കി നിർത്തി ഭദ്ര തനിക്ക് മുന്നിൽ നിലത്ത് കിടത്തിയിരുന്ന ആ ശവശരീരങ്ങളിലേക്ക് സൂക്ഷിച്ചു നോക്കി. അച്ഛൻ്റെ ശരീരത്തിൽ എവിടെയും പുറമെ നിന്ന് നോക്കുമ്പോൾ മുറിവുകൾ കാണാനില്ല. അതുപോലെ തന്നെ അച്ഛൻ്റെ സഭാ വസ്ത്രത്തിനൊരു പോറൽ പോലും പറ്റിയിട്ടില്ല. തെമ്മാടിയുടെ ശരീരത്തിന് 8-10 ദിവസത്തെ പഴക്കം വന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാം അച്ഛൻ്റെ ശരീരം പോലെ തന്നെ എവിടെയും മുറിവുകൾ കാണാനില്ല. ജേക്കപ്പച്ചൻ്റെ ശരീരത്തിന് കാണാതായ നാൾ മുതലുള്ള പഴക്കം തോന്നുന്നില്ലേ മേഡം? ഉണ്ട് രാജീവ്. അതായത് കാണാതായി എന്ന് നമ്മൾ കരുതുന്ന അന്ന് തന്നെ അച്ഛൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എങ്ങനെ, എവിടെ വെച്ച്? കണ്ടുപിടിക്കണം രാജീവേ, കണ്ടുപിടിച്ചിരിക്കും നമ്മൾ. ഷാനവാസ് ഭദ്രയ്ക്ക് അരികിലെത്തി. പറയൂ ഷാനവാസ്. മേഡം, ജേക്കപ്പച്ചനെയും ലീന ഡോക്ടറെയും ഒരുമിച്ചാണ് കാണാതായത്. ഇപ്പോൾ അച്ഛൻ്റെ ശവശരീരം എന്താ ഇവിടെ നിന്ന് ലഭിച്ചു. അപ്പോൾ ലീന ഡോക്ടർ? ഷാനവാസ് മറ്റുള്ള ശവക്കല്ലറയിലേക്ക് നോക്കിയത് ചോദിച്ചപ്പോൾ ഭദ്രയും അതേ ചിന്തയിലായിരുന്നു. ലീന ഡോക്ടർ എവിടെ? ഷാനവാസ്, ഡോക്ടർ ലീന ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. മേ ബി അവർ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് കരുതാം നമുക്ക്. മേഡം എങ്ങനെ പറയാനുള്ള കാരണം സിമ്പിളാണ് ഗിരീഷേ. കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ ആ ശവശരീരം ഈ കല്ലറയ്ക്കുള്ളിൽ കണ്ടേനെ. കാരണം നമ്മൾ ഇവരെ തേടി ഇവിടെ എത്തുമെന്ന് ശത്രുക്കൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം, ഡോക്ടർ ലീന എവിടെയോ ജീവനോടെ ഇരിപ്പുണ്ട്. ഭദ്രയുടെ നിഗമനം ശരിയാണെന്ന് കൂടെയുള്ളവർക്ക് തോന്നി. കാരണം ഡോക്ടർ ഇപ്പോൾ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ ശവശരീരം ഇപ്പോൾ ഇവിടെ കണ്ടേനെ തീർച്ച.
അപ്പോൾ ഇത് തേക്കിൻതോട്ടംകാരുടെ നാടകമായിരുന്നോ? അച്ഛനെ വകവരുത്തിയിട്ട് അവർ എന്തിന് ലീന ഡോക്ടറെ കൂടി കാണാനില്ല എന്ന് പറഞ്ഞു മേഡം? അറിയില്ല ഹരി, ചോദ്യങ്ങൾ ഒരുപാടുണ്ട് നമുക്ക് ചുറ്റും. ഇല്ലാത്തത് ഉത്തരങ്ങൾ മാത്രമാണ്. നമ്മൾ കണ്ടെത്തേണ്ടത് ആ ഉത്തരങ്ങളാണ്. മേഡം, ഇനി എന്താണ് അടുത്ത നടപടി? നമ്മൾ മടങ്ങുകയാണോ? ഹരിയുടെ ചോദ്യം കേട്ട ഭദ്ര അയാളെ ഒന്ന് ഇരുത്തി നോക്കി. ഹരി, നമ്മൾ ഈ സെമിത്തേരിയിൽ എത്തിച്ചേരാനുള്ള കാരണം തൊമ്മി ഇവിടെ എന്തോ കണ്ട് ഭയന്നു എന്ന് കപ്പ്യാരുടെ മൊഴിയാണ് നമ്മളിവിടെ എത്തിച്ചത്. ആ ചോദ്യം ഇപ്പോഴും ബാക്കിയുണ്ട് ഹരികുമാർ. എന്തു കണ്ടിട്ടാണ് ശവക്കുഴി തൊമ്മി ഭയന്നതെന്ന് ചോദ്യം. കാരണം അയാൾ കണ്ടത് എന്താണെങ്കിലും അത് അയാളെ ഈ കല്ലറയിൽ ജീവനില്ലാതെ കിടത്താൻ കാരണമായി തീർന്നു. അതുകൊണ്ട് തുറക്കുകയാണ് നമ്മൾ ഇവിടെ അവശേഷിക്കുന്ന ഈ കല്ലറകൾ മുഴുവനും. മേഡം, അതെ, ആ കാര്യത്തിൽ ഇനിയൊരു സംശയമില്ല. ഉന്നതാധികാരികൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മളത് ചെയ്തിരിക്കണം. കാരണം ഇവിടെ നിന്നൊരു പിൻവാങ്ങൽ ഇപ്പോൾ ഉണ്ടായാൽ മടങ്ങി വരുമ്പോൾ നമ്മൾ തേടുന്നതൊന്നും ഇവിടെ അവശേഷിക്കില്ല. സോ വേഗം ബാക്കിയുള്ള 2 കല്ലറകൾ കൂടി തുറക്കൂ. ഭദ്രയുടെ നിർദ്ദേശമനുസരിച്ച് പണിക്കാർ മറ്റുള്ള കല്ലറയ്ക്ക് അരികിലേക്ക് നീങ്ങുന്നത് നാട്ടുകാരെല്ലാവരും ചങ്കടിപ്പോടെ നോക്കി നിന്നു. എന്തിനാണ് അവർ എല്ലാം തുറക്കുന്നതെന്നോ ഇനി ആരെയാണ് അവർ തിരയുന്നതെന്നോ അവർക്ക് മനസ്സിലായില്ല. ഒരുപക്ഷെ ലീന ഡോക്ടറെ, അത് ഡോക്ടറെ തന്നെ അവരുറപ്പിച്ചു. 2ാമത്തെ കല്ലറ പകുതി തുറന്നതും അവിടെ ആകെ അസഹ്യമായ ദുർഗന്ധം പരന്ന ആളുകൾ പലരും അവിടെ നിന്ന് പിൻവാങ്ങി പള്ളിമുറ്റത്തേക്ക് നീങ്ങി. ഷാനവാസും സജീവും ആദ്യം തന്നെ മാറി നിൽക്കുന്ന ഗിരീഷിനടുത്തേക്ക് മാറി നിന്നു. ഭദ്ര പക്ഷെ അപ്പോഴും മിഴികൾ ചിമ്മാതെ ആ കല്ലറയ്ക്കുള്ളിലേക്ക് തന്നെ നോക്കി നിന്നു. സാറേ, പെട്ടെന്ന് പണിക്കാർ പരിഭ്രമത്തോടെ വിളിച്ചപ്പോൾ ഭദ്ര കണ്ടു 2ാമത്തെ കല്ലറയിലെ കുഴിയിൽ 3 പെൺശരീരങ്ങൾ പൂർണ്ണമായും നഗ്നമായ നിലയിൽ. മേഡം, ഇത് ഇവർ? ഷാനവാസ് ഭദ്രയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് സംശയത്തോട് ചോദിച്ചു. തിരിച്ചറിയാൻ പറ്റുന്നില്ല അല്ലേ ഷാനവാസ്? മുഖം അഴുകിയത് കൊണ്ട് പറ്റുന്നില്ല മേഡം. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഷാനവാസ്, ഇത് അനാഥാലയത്തിൽ നിന്ന് വിദേശത്തേക്ക് പോയി തിരിച്ചു വന്ന് കാണാതായ ആ 7 പെൺകുട്ടികളിലെ 3 പേരാണ്. മേഡം, അതേ ഷാനവാസ്. ഭദ്രയുടെ വാക്കുകൾ കേട്ട ഷാനവാസ് വിശ്വസിക്കാൻ കഴിയാതെ രാജീവിനെയും ഗിരീഷിനെയും നോക്കി. കുഴിയിൽ നിന്ന് ഓരോ ശവശരീരങ്ങൾ പുറത്തേക്ക് എടുക്കുമ്പോഴും അത് ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ആളുകൾ പരസ്പരം നോക്കി. ആ നഗ്ന ശരീരങ്ങൾ മറയ്ക്കാനുള്ള തുണിക്ക് വേണ്ടി കപ്പ്യാര് വറിയത് പെട്ടെന്ന് തന്നെ പള്ളിക്കകത്തേക്ക് പോയി. മുണ്ടുകൾ കൊണ്ടുവന്ന് ഭദ്രയെ ഏൽപ്പിക്കവേ അയാളുടെ കണ്ണുകൾ ഒരു നിമിഷം ആ പെൺകുട്ടികളുടെ ശരീരത്തിൽ പതിഞ്ഞു. ഞെട്ടലോടെ മുഖമുയർത്തിയ വറീദിന്റെ കണ്ണുകൾ ഭദ്രയുടെ കണ്ണുകളുമായി ഉടക്കി. വറീദിന്റെ മുഖത്തെ ഞെട്ടൽ തിരിച്ചറിഞ്ഞ ഭദ്ര അയാളെ സൂക്ഷിച്ചു നോക്കി. മേഡം, ഇത് അവരല്ലേ? അയാൾ ഉറക്കെ ചോദിച്ചു. അയാളുടെ ശബ്ദത്തിൽ വിറയൽ കടന്നുകൂടിയിരുന്നു. അപ്പോൾ ആരാണ് വറീദേട്ടത്? ആളുകൾ പരിഭ്രാന്തിയോടെ അയാൾക്ക് ചുറ്റും കൂടി. അത് നമ്മുടെ അനാഥാലയത്തിലെ കുട്ടികളാണ്. അയാളുടെ വിറയ്ക്കുന്ന ശബ്ദം ഭദ്ര ശ്രദ്ധിച്ചു. ആരാ വറീദേട്ടാ? അവരെല്ലാം ഇവിടെ തന്നെ ഇല്ലേ? ബാക്കിയുള്ളവർ വിദേശത്തല്ലേ? അവരുടെ ചോദ്യങ്ങൾക്കൊന്നിനും അയാളിൽ ഉത്തരമുണ്ടാവാതിരുന്നതും അയാൾ തളർച്ചയോടെ മണ്ണിലിരുന്നതും ഭദ്ര ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. 3ാമത്തെ കല്ലറ തുറന്നപ്പോൾ അതിനുള്ളിൽ ശവശരീരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് കണ്ടതും ഭദ്രയിൽ നിന്നൊരു ദീർഘനിശ്വാസമുയർന്നു. മേഡം, ബാക്കി കുട്ടികളുടെ ശരീരങ്ങൾ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് അവർ ഇപ്പോഴും ജീവനോട് ശേഷിക്കുന്നു എന്ന് കരുതാമല്ലേ? ഷാനവാസ് ചോദിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കാം ഷാനവാസെ, പ്രതീക്ഷിക്കാം, ഭദ്ര പറഞ്ഞു. ഷാനവാസ്, തൊമ്മിയുടെ മരണത്തിന് കാരണമായി തീർന്നത് ചിലപ്പോൾ ഈ പെൺകുട്ടികളാവാം. കണ്ടെത്താം നമുക്കത്. അതുപോലെ ആ കപ്പ്യാര് വറീദിനെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ നിരീക്ഷണത്തിൽ വേണം അയാൾ. അതെന്തിനാ മേഡം? മുഖം പോലും വ്യക്തമായി തിരിച്ചറിയാൻ പറ്റാത്ത അഴുകിയ ഈ ശരീരങ്ങൾ വിദേശത്ത് പോയ പെൺകുട്ടികളുടേതാണെന്ന് അയാൾ എങ്ങനെ തിരിച്ചറിഞ്ഞു? മനസ്സിലായി മേഡം, അയാളിനി നമ്മുടെ നിരീക്ഷണത്തിലാവും. തുടർ നടപടികളെ കുറിച്ച് അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് DGP ദേവദാസ് സംഘവും കടന്നു വന്നതോടെ അന്തരീക്ഷത്തിലാകെ ഒരു മാറ്റമുണ്ടായി. ദേവദാസ് ഭദ്രയുമായി മാറി നിന്ന് സംസാരിക്കുന്നത് എന്താണെന്നറിയാതെ മാധ്യമ പടകൾ ഉൾപ്പെടെ അവരെ സസൂക്ഷ്മം വീക്ഷിച്ചു. കുറച്ചു സമയത്തെ കൂട്ടം കൂടിയുള്ള ചർച്ചയ്ക്ക് ശേഷം ശവശരീരങ്ങളുമായി ആംബുലൻസ് ആ സെമിത്തേരി കടന്ന് പുറത്തേക്ക് പോയതും സംഭവിച്ചത് എന്താണെന്ന് പൂർണ്ണമായും തിരിച്ചറിയാൻ കഴിയാതെ ആളുകൾ അവിടെ തന്നെ തടിച്ചുകൂടി. അവർക്കിടയിലൂടെ ഭദ്രയും സംഘവും കൂടി സെമിത്തേരി വിട്ടുപോയതും കുറെ ചോദ്യങ്ങൾ മാത്രം അവിടെ അവശേഷിച്ചു. ഭദ്ര, എന്താണ് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ കഴിഞ്ഞുപോയ മണിക്കൂറുകളെ പറ്റി? ദേവദാസ് ഭദ്രയോട് ചോദിച്ചപ്പോൾ നിർവികാരമായൊരു നോട്ടമായിരുന്നു അവളുടെ മറുപടി. ഓക്കെ ഗൈസ്, നിങ്ങളെല്ലാം ആകെ ക്ഷീണിതരാണ്, ഭദ്ര ഉൾപ്പെടെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അല്പസമയം വിശ്രമിക്കൂ. കാരണം ഇനി അങ്ങോട്ട് അവശേഷിക്കുന്നത് വിശ്രമമില്ലാത്ത ദിവസങ്ങളാണ്. ദേവദാസ് പറഞ്ഞു നിർത്തിയതും ഭദ്ര സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് നടന്നു. ഭദ്ര, താനിതെങ്ങോട്ടെ ഈ രാത്രിയിൽ? ദേവദാസ് പിന്നിൽ നിന്ന് വിളിച്ചു ചോദിച്ചു. സാർ, ഞാൻ കുറച്ചു നേരം ഒന്ന് തനിയെ ഇരുന്നിട്ട് വരാം. മനസ്സാകെ കലങ്ങി മറിഞ്ഞതുപോലെ ഒരുതരം ശൂന്യത. ഓക്കെ ഭദ്ര, പക്ഷേ തനിച്ചെങ്ങും ദൂരെ പോകരുത്. കാരണം ശത്രുക്കൾ കലി തുള്ളി നിൽക്കുകയാണ്. സൂക്ഷിക്കണം. അറിയാം സാർ, ഞാനൊന്ന് ഗസ്റ്റ് ഹൗസിൽ പോയി ഫ്രഷായി വരാം, അത്രമാത്രം. അത് പറഞ്ഞുകൊണ്ട് ഭദ്ര ഷാനവാസിന്റെ കയ്യിൽ നിന്നും ബുള്ളറ്റിന്റെ കീ വാങ്ങി വണ്ടി സ്റ്റാർട്ടാക്കി സ്റ്റേഷൻ വിട്ടുപോയതും ഒരു അപകട സൂചന പോലെ ദേവദാസിന്റെ മനസ്സാകെ അസ്വസ്ഥമായി.
നേരം പുലരാൻ ഇനിയും സമയമേറെ ഉള്ളതുപോലെ തനിക്ക് ചുറ്റും പരന്നു കിടക്കുന്ന ഇരുട്ടിനെ കീറിമുറിച്ച് ബുള്ളറ്റ് പായിക്കവേ ഭദ്ര സ്വയം പിറുപിറുത്തു. മനസ്സാകെ അസ്വസ്ഥതകൾ നിറഞ്ഞു നിൽക്കുന്നതിനാൽ അമിത സ്പീഡിലാണ് അവൾ ബുള്ളറ്റ് വായിച്ചത്. ഗസ്റ്റ് ഹൗസിനടുത്തെത്തിയതും പെട്ടെന്ന് ഭദ്ര ഞെട്ടി. മുമ്പിൽ ആരോ നിൽക്കുന്നത് പോലെ. അവളുടെ മനസ്സൊന്ന് പിടച്ചതും ബുള്ളറ്റൊന്ന് വെട്ടി വലിയ ശബ്ദത്തോടെ റോഡിലേക്ക് മറിഞ്ഞു. അമ്മേ! അമർത്തിയ നിലവിളിയോടെ ഭദ്ര റോഡിലേക്ക് തെറിച്ചു വീഴുമ്പോൾ അവളുടെ ചുറ്റും ശത്രുക്കൾ നിരന്നു നിന്നു. റോഡിൽ വീണ് കിടന്നുകൊണ്ട് തന്നെ ഭദ്ര ബുള്ളറ്റിന്റെ വെളിച്ചത്തിൽ തനിക്ക് ചുറ്റും നിരന്നു നിൽക്കുന്നവരെ ഒന്ന് നോക്കി. 5 പേരുണ്ടവർ, എന്തിനും പോന്നവർ. ഒറ്റ നോട്ടത്തിൽ തന്നെ ഭദ്രയ്ക്ക് മനസ്സിലായി തനിക്ക് അവരെ എതിർത്ത് തോൽപ്പിക്കാൻ അസാധ്യമാണെന്ന്. കാരണം ബുള്ളറ്റിൽ നിന്നുള്ള വീഴ്ചയിൽ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വേദന പടരുന്നുണ്ട്. വീരശൂര പരാക്രമിയായ ഭദ്ര IPS എന്തിനാണ് ഇങ്ങനെ വീണ് കിടന്ന് ആലോചിക്കുന്നത്? കൂട്ടത്തിൽ നേതാവെന്ന് തോന്നിക്കുന്ന ഒരാൾ ചോദിച്ചുകൊണ്ട് ഭദ്രയുടെ അടുത്തേക്ക് നീങ്ങി നിന്നതും മിന്നൽ പോലെ ഭദ്രയുടെ വലതുകൈ അയാളുടെ മുഖത്ത് പതിച്ചു. അപ്രതീക്ഷിതമായ ഭദ്രയുടെ ആക്രമണത്തിൽ ശത്രുനിരയൊരു നിമിഷം പതറിയെങ്കിലും പെട്ടെന്ന് തന്നെ അവർ കൂട്ടത്തോടെ ഭദ്രയുടെ നേരെ ആക്രമണം തുടങ്ങി. വീണ് കിടന്നിടത്ത് നിന്നും എഴുന്നേൽക്കാൻ സാധിക്കാത്ത വിധത്തിൽ അവർ ചുറ്റും നിന്ന് ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ഭദ്ര അവരെ കിടന്നുകൊണ്ട് തന്നെ തിരിച്ചാക്രമിച്ചെങ്കിലും കരുത്തരായ അവരുടെ മുമ്പിൽ തനിക്ക് അധിക നേരം എങ്ങനെ ചെറുത്തു നിൽക്കാൻ കഴിയില്ലെന്ന് ഭദ്രയ്ക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. മാത്രമല്ല വീഴ്ചയിൽ മുറിവ് പറ്റിയ നെറ്റിയിൽ നിന്നും രക്തം ഒഴുകാൻ തുടങ്ങിയിരുന്നു. ചെറുത്തുനിൽപ്പുകൾക്കൊടുവിൽ ഭദ്രയുടെ പ്രതിരോധം കുറഞ്ഞതും അവർ ഭദ്രയുടെ കൈകൾ ചേർത്ത് ബന്ധിച്ചു. എടാ, എത്രയും പെട്ടെന്ന് ഏൽപ്പിച്ച ജോലി തീർക്കാൻ നോക്കടാ എന്ന് നേതാവ് പറഞ്ഞതും കൂട്ടത്തിലൊരുത്തൻ കയ്യിലെ കത്തി ഭദ്രയുടെ കഴുത്തിന് നേരെ വീശി. താനിവിടെ അവസാനിച്ചു എന്ന് ഭദ്രയ്ക്ക് തോന്നിയതും അവളിലെ രോഷം പടർന്നു കയറി. കത്തി വീശിയവന് നേരെ നിലത്ത് നിന്ന് പൊങ്ങിയവർ കാലുകൾ വീശിയതും മുന്നിൽ നിന്നവൻ വലിയ ശബ്ദത്തോടെ മുഖം പൊത്തി നിലത്തേക്കിരുന്നു. ഭദ്രയുടെ കാല് വീശിയുള്ള അടിയിൽ അവന്റെ കയ്യിൽ നിന്ന് കത്തി ദൂരേക്ക് തെറിച്ചു വീണു. കൊള്ളം മോളെ, കൈ രണ്ടും ചേർത്ത് കെട്ടി ഒരു അറവുമാടിനെ പോലെ നിർത്തിയിട്ട് നിന്റെ പരാക്രമം അവസാനിച്ചില്ലേടി എന്ന് ചോദിച്ചുകൊണ്ട് ഗുണ്ടകളിൽ ഒരുത്തം ഭദ്രയുടെ മുടിക്കെട്ടിൽ ചേർത്ത് വലിച്ചവളുടെ മുഖത്തേക്ക് തല്ലാനൊങ്ങിയതും പെട്ടെന്ന് ഇരുട്ടിൽ നിന്നും ആരൊക്കെയോ അവരുടെ ദേഹത്തേക്ക് ചാടി വീണു. നിമിഷ നേരം കൊണ്ട് അവർ ഗുണ്ടകളെ കൈപ്പിടിയിൽ ഒതുക്കി നിർത്തി. ഇരുട്ടിൽ നിന്നും ബുള്ളറ്റിന്റെ വെളിച്ചത്തിലേക്ക് വന്നതും ഭദ്ര അമ്പരന്നുപോയി. തെന്മല സുനി, കൂടെ അവന്റെ 4 കൂട്ടാളികളും. സുനി തന്റെ രക്ഷകനോ? ഭദ്ര അമ്പരപ്പോടെ സുനിയെ പകച്ചു നോക്കി. എന്താ സാറേ പകച്ചു നോക്കുന്നത്? വിശ്വാസം വരുന്നില്ല അല്ലേ? ഞാൻ തന്നെയാണ് ഭദ്ര സാറേ, തെന്മല സുനി. നീരു വന്ന് വീർത്ത മുഖവുമായി മുടന്തി സുനി ഭദ്രയുടെ അടുത്തേക്ക് വന്നവളുടെ കയ്യിലെ കെട്ടുകൾ അഴിച്ചു മാറ്റി. പിന്നെ അവനും കൂട്ടാളികളും ഭദ്രയെ ആക്രമിച്ചവരെ അവരുടെ തന്നെ ഉടുമുണ്ടഴിച്ച് ബന്ധിച്ചു. കൺമുന്നിൽ കാണുന്നത് വിശ്വസിക്കാൻ കഴിയാതെ ഭദ്ര തെന്മല സുനിയെ വീണ്ടും വീണ്ടും നോക്കി. അപ്പോൾ കുറച്ചു ദൂരെ നിന്നൊരു വാഹനം അവരുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഷാനവാസാറായിരിക്കും ഭദ്ര സാറേ, ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു ഭദ്ര സാർ അപകടത്തിലാണെന്ന്. സുനി പറയുന്നതിന്റെ പൊരുൾ മനസ്സിലാവാതെ ഭദ്ര നിൽക്കുമ്പോൾ ദേവദാസ് ഉൾപ്പെടെ എല്ലാവരും ജീപ്പിൽ നിന്നിറങ്ങി ഭദ്രയുടെ അടുത്തെത്തി. ഭദ്ര അറിയോ ഓക്കെ? ദേവദാസ് ചോദിച്ചുകൊണ്ട് ഭദ്രയുടെ കയ്യിൽ പിടിച്ചതും വേദനയാൽ ഭദ്രയുടെ മുഖം ചുളിഞ്ഞു. സാറേ, വണ്ടിയിൽ നിന്ന് കൈകുത്തി വീണതുകൊണ്ട് ഭദ്ര സാറിന്റെ കൈക്ക് പരിക്ക് പറ്റിയെന്ന് തോന്നുന്നു, സുനി പറഞ്ഞു. ഭദ്ര വീണ്ടും സുനിയെ നോക്കി. സുനി, അവൾ വിളിച്ചു. ഭദ്ര സാറേ, സാർ എന്താ ചോദിക്കാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. സാറിനെ ലക്ഷ്യം വെച്ചൊരു ടീം ടൗണിൽ നിന്ന് തെന്മലയിൽ എത്തിയെന്ന് എനിക്ക് ആദ്യം വിവരം തന്നത് ഇവന്മാരാണ്. തൻ്റെ കൂടെ വന്നവരെ നോക്കി സുനി പറഞ്ഞു. ഭദ്ര സാറിനെ ഈ പരുവത്തിലാക്കിയതിൻ്റെ പക എനിക്കും ഇവർക്കും സാറിനോടുണ്ടേ. അപ്പോഴാണ് പുറത്തു നിന്നൊരു ടീം കൂടി. എന്നാൽ പിന്നെ ആദ്യം അവരുടെ പങ്കായിക്കോട്ടെ എന്ന് കരുതി ഞങ്ങൾ സാറിനും ഇവന്മാർക്കും പുറകിൽ തന്നെ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ മുതൽ. പിന്നെ ഇപ്പോൾ നീ എന്തിനെന്നെ രക്ഷിച്ചേ? ഞാൻ അപകടത്തിലാണെന്ന് സ്റ്റേഷനിൽ എന്തിനു വിളിച്ചു പറഞ്ഞു? ഭദ്ര തന്റെ മനസ്സിലെ സംശയങ്ങൾ തുറന്നു ചോദിച്ചു. അത് സാറേ, കുറച്ച് സമയം മുമ്പ് വരെ നിങ്ങളുടെ കൂടെ സെമിത്തേരിയിൽ ഞങ്ങളും ഉണ്ടായിരുന്നു, കാഴ്ചക്കാരായി. പക്ഷെ അവിടെ നിന്ന് നാട് വിട്ടു പോയെന്ന് എല്ലാവരും പറഞ്ഞ ജേക്കപ്പച്ചനെ നിങ്ങൾ കുഴിമാന്തി എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി സാറേ, നിങ്ങളല്ല എൻ്റെ ശരിക്കുമുള്ള ശത്രുവെന്ന്. അത് പറയുമ്പോൾ സുനിയുടെ കണ്ണുകൾ ചോര ചുവപ്പായിരുന്നു. എനിക്ക് മനസ്സിലായില്ല സുനി. ഭദ്ര സുനിയെ നോക്കി പറഞ്ഞു. സാറിനെന്നല്ല, ആർക്കും മനസ്സിലാവില്ല സാറേ. സുനിയുടെ ഈ മനസ്സ് കാരണം എല്ലാവർക്കും അറിയുന്നത് ഗുണ്ടയായ തെന്മല സുനിയാണ്. പക്ഷെ അതിനു മുമ്പ് ഒരു സുനി ഈ തെന്മലയിലുണ്ടായിരുന്നു. അല്ല, ജേക്കപ്പച്ചൻ്റെ അനാഥാലയത്തിലുണ്ടായിരുന്നു. മനസ്സിലായില്ലേ സാറിന്? ഈ അനാഥനായ സുനിയുടെ രക്ഷകനായിരുന്നു ഒരിക്കൽ ജേക്കപ്പച്ചൻ. എൻ്റെ ഈ തലതിരിഞ്ഞ സ്വഭാവം കാരണമാണ് ഞാനും അച്ഛനും വഴി പിരിഞ്ഞത്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ സുനിയുടെ അപ്പനിപ്പോഴും ഈ ജേക്കപ്പച്ചൻ തന്നെയാണ്. അപ്പോൾ പിന്നെ ഈ അച്ഛനെ ഇല്ലാതാക്കിയവർക്കെതിരെ പട നയിക്കുന്ന സാറിനെ ഞാനെങ്ങനെ ഉപദ്രവിക്കാനാണ് സാറേ? ഞങ്ങൾ പിന്മാറി സാറിനെ തല്ലാനുള്ള പരിപാടിയിൽ നിന്ന്. പക്ഷെ ഇവരുടെ കയ്യിൽ സാർ ഈ രാത്രിയിൽ വീഴുമെന്ന് ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചില്ല സാറേ. അതാണ് സാറ് പെട്ടു എന്ന് തോന്നിയപ്പോൾ ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞതും ഒടുവിൽ സാറ് വീഴുമെന്ന് തോന്നിയപ്പോൾ കളത്തിലേക്ക് ഇറങ്ങിയതും. ഈ സാറിന് മുമ്പിൽ ഒരു വില്ലനായി സുനി ഇനി വരില്ല ഉറപ്പ്. മാത്രമല്ല അവരടി പിന്നാലെ എപ്പോഴും ഉണ്ടാവും ഒരു കാവലായിട്ട്. എന്തിനാണെന്നല്ലേ, ജേക്കപ്പച്ചവനെ കൊന്നവരെ പിടികൂടാൻ സാറിന് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ സാറിനൊന്നും പറ്റാതെ നോക്കേണ്ടത് എൻ്റെ കൂടി കടമയാണ്. അത് പറഞ്ഞുകൊണ്ട് സുനിയും കൂട്ടരും തിരികെ നടന്നു.
സുനി, പെട്ടെന്ന് ഭദ്ര വിളിച്ചു. എന്താ സാറേ? എൻ്റെ ഒരു ചോദ്യത്തിനു കൂടി സുനി ഉത്തരം പറയാമോ? സാറ് ചോദിക്കു സാറേ. കഴിഞ്ഞ ദിവസം സുനിയെ തേടി വന്ന ജോസഫൻ ഡോക്ടറും പീറ്ററും സുനിയോട് എന്താണ് സംസാരിച്ചത്? സുനി ഒരു നിമിഷം ഭദ്രയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ലീന ഡോക്ടർ എവിടെയാണെന്ന് കണ്ടുപിടിച്ചു കൊടുക്കാനാണ് സാറേ അവരെന്നോട് പറഞ്ഞത്. ഞാനും എൻ്റെ കൂട്ടുകാരും അറിയാതെ ഒരു ഈച്ച പോലും ഈ തെന്മലയിൽ കയറില്ലെന്ന് ഡോക്ടർ വിശ്വസിക്കുന്നു. മാത്രമല്ല ലീന ഡോക്ടർ ഈ തെന്മല വിട്ടു പോയിട്ടില്ല എന്ന് കൂടി പറഞ്ഞു ജോസഫൻ ഡോക്ടർ. സുനിയുടെ മറുപടി കേട്ടതും ഭദ്ര ദേവദാസിനെ നോക്കി. ഓക്കെ സുനി, സുനി പോയിക്കോളൂ. ചെയ്ത ഉപകാരം ഒരിക്കലും മറക്കില്ല ഞാൻ. ഒരു പുഞ്ചിരി ഭദ്രയ്ക്ക് നൽകി സുനിയും കൂട്ടരും ഇരുളിൽ മറഞ്ഞു. രാവിലെ തെന്മല ഗ്രാമത്തെ വരവേറ്റത് ജേക്കപ്പച്ചനെയും മറ്റും കൊലപാതക വാർത്തകളാണ്. കല്ലറയിൽ നിന്നും കിട്ടിയ ശവശരീരങ്ങൾ അനാഥാലയത്തിലെ പെൺകുട്ടികളുടേതോ എന്ന തലക്കെട്ടിലിറങ്ങിയ പത്രങ്ങൾ അവരവരുടെ സങ്കല്പത്തിനനുസരിച്ച് പലതരം വാർത്തകൾ എഴുതി പിടിപ്പിച്ചിരുന്നു പലതിലും. രാവിലെ പത്രത്താളുകളിലൂടെ ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് ആശുപത്രി ബെഡിൽ ചാരിക്കിടക്കുകയായിരുന്നു ഭദ്ര. അവളുടെ നെറ്റിയിൽ ഒരു വലിയ ചുറ്റിക്കെട്ടുണ്ടായിരുന്നു. മാഡം, ഡോക്ടർ പറഞ്ഞത് മാഡത്തിന് 2 ആഴ്ച വിശ്രമം വേണമെന്നാണ്. അങ്ങോട്ട് കയറി വന്ന ഗിരീഷിന്റെ വാക്കുകൾ കേട്ട ഭദ്രയൊന്ന് ചിരിച്ചു. ആ ചിരി ഗിരീഷിലേക്കും പടർന്നു. അപ്പോൾ എങ്ങനെ ഗിരീഷ്, റെസ്റ്റ് എടുക്കുകയല്ലേ? ഭദ്ര ചിരിയോടെ ചോദിച്ച് ആ ചിരിക്ക് പിന്നിലെ വേദന എത്രയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഗിരീഷ് ഒന്നും മിണ്ടാതെ ഭദ്രയ്ക്കൊപ്പം ആശുപത്രിയിൽ നിന്നിറങ്ങി. ജീവൻ തന്നെ കൊടുക്കേണ്ടി വന്നാലും തേക്കിൻതോട്ടംകാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാതെ ഭദ്ര മേഡത്തിന് ഒരു വിശ്രമവുമില്ലെന്ന് ഈ കഴിഞ്ഞുപോയ മണിക്കൂറുകൾ കൊണ്ട് ഗിരീഷ് മനസ്സിലാക്കിയിരുന്നു. നെറ്റിയിലെ മുറിവും ദേഹത്തേറ്റ പരിക്കുകളും കാര്യമാക്കാതെ ഭദ്ര സുനി യാത്ര പറഞ്ഞു പോയതിന് പിന്നാലെ പോയത് കപ്പ്യാര് വറീദിനെ കാണാനായിരുന്നു. മുഖം കൊണ്ടോ രൂപം കൊണ്ടോ പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത അഴുകിയ പെൺകുട്ടികളെ അയാളെങ്ങനെ തിരിച്ചറിഞ്ഞുവെന്ന് ചോദിക്കാൻ. ഭദ്രയുടെ ശാന്തമായ മുഖത്തേക്ക് നോക്കിയിരുന്നപ്പോൾ മനസ്സിലെ ഭയവും പേടിയും ഒഴിഞ്ഞു പോകുന്നത് കപ്പ്യാര് വറീദ് അറിയുന്നുണ്ടായിരുന്നു. എങ്കിലും എവിടെ തുടങ്ങണം, എങ്ങനെ പറയണം എന്നൊന്നും അറിയാതെ അയാൾ പള്ളിയിലെ ആൾത്താരയിലേക്ക് നോക്കി കുറച്ചു നേരം. വറീദേട്ടാ, സ്നേഹത്തോടെയുള്ള ഭദ്രയുടെ വിളിവെച്ച് കേട്ടയാൾ അവരെ അത്ഭുതത്തോടെ നോക്കി. ഞാനിപ്പോൾ ഈ ആൾത്താരയ്ക്ക് മുമ്പിൽ വറീദേട്ടനൊപ്പം ഇരിക്കുന്നത് പോലീസ് ഓഫീസറായിട്ടല്ല, മറിച്ച് നിങ്ങളെയൊക്കെ ഒരുപാട് സ്നേഹിച്ചൊരു പാവം മനുഷ്യന്റെ മരണത്തിന്റെ കാരണം തിരക്കി വന്നൊരു സാധാരണക്കാരിയായിട്ടാണ്. എനിക്കറിയാം വറീദേട്ടാ, ജേക്കപ്പച്ചൻ നിങ്ങൾക്ക് ആരായിരുന്നുവെന്ന്. പല വഴി ചിന്നിച്ചിതറി പോവേണ്ടിയിരുന്ന നിങ്ങളുടെ കുടുംബത്തെ ഒരിക്കൽ താങ്ങി നിർത്തിയത് ആ പാവം മനുഷ്യനല്ലേ? നിങ്ങളുടെ മാത്രമല്ല, അച്ഛൻ്റെ സാന്നിധ്യമുണ്ടായിരുന്ന ഓരോ സ്ഥലത്തും അദ്ദേഹം ഒരു ദൈവദൂതനെ പോലെയായിരുന്നു ഓരോ മനുഷ്യർക്കും. ഒരു ജീവിയെ പോലും വേദനിപ്പിക്കാത്തയാൾ. എങ്ങനെയെന്ന് പോലും അറിയാതെ ആരുടെയോ കൈകളാൽ ജീവൻ നഷ്ടപ്പെട്ട് മണ്ണിന്റെ അടിയിലാവുക. ചിന്തിക്കാൻ വയ്യ വറീദേട്ടാ അതൊന്നും. വറീദിന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ഭദ്ര അത് പറഞ്ഞു നിർത്തിയതും വറീദ് ഒരു പൊട്ടിക്കരച്ചിലൂടെ ഭദ്രയുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. പറയൂ വറീദേട്ടാ, നിങ്ങളുടെ മനസ്സിലുള്ളതെല്ലാം. അതിന്റെ പേരിൽ വറീദേട്ടനോ കുടുംബത്തിനോ ഒന്നും സംഭവിക്കില്ല, ഞാനുണ്ടാകും. സാറ്, അത് എനിക്ക് വറീദ് വാക്കുകൾ കിട്ടാതെ ഭദ്രയുടെ കൈകളിൽ പിടിമുറുക്കി. ആ കൈമുറുക്കത്തിൽ നിന്ന് ഭദ്ര അറിയുന്നുണ്ടായിരുന്നു വറീദ് എന്ന പാവം കപ്പ്യാരുടെ മനസ്സിലെ ഭയവും പേടിയും. വറീദേട്ടാ, ചേട്ടൻ എങ്ങനെയാണ് ആ പെൺകുട്ടികളുടെ അഴുകിയ ശരീരം കണ്ടപ്പോൾ അത് അനാഥാലയത്തിലെ കുട്ടികളാണെന്ന് മനസ്സിലായത്? അവരങ്ങ് US-ലല്ലേ? ലീന ഡോക്ടറുടെ കുടുംബത്തിലെ ആശുപത്രിയിൽ. പിന്നെ എങ്ങനെ ഇവിടെ വരും, അത് മരിച്ചഴുകിയ നിലയിൽ? പറയൂ വറീദേട്ടാ. സാറേ, ഞാൻ അവരുടെ ശരീരമോ മുഖമോ നോക്കിയല്ല അത് അവരാണെന്ന് പറഞ്ഞത്. പിന്നെ എങ്ങനെ അങ്ങനൊരു ചോദ്യവും സംശയവും വറീദേട്ടനുണ്ടായി? ഇവിടെ എല്ലാവർക്കും അറിയാലോ ആ കുട്ടികൾ വിദേശത്താണെന്ന്. അങ്ങനെ അല്ലെന്ന് പിന്നെ വറീദേട്ടൻ എങ്ങനെ തോന്നി? അത് സാറേ, മരിച്ചുപോയ ശവക്കുഴി തുമ്മി പറഞ്ഞതോർത്തപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞതാണ്. ശവക്കുഴി തുമ്മി എന്ന് കേട്ടതും ഭദ്രയിലെ പോലീസുകാരി ഉണർന്നു. അവൾ വറീദിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി. തുമ്മിയോ? തുമ്മി എന്തു പറഞ്ഞു? സെമിത്തേരിയിൽ നിന്നെന്തോ കണ്ടു ഭയന്നതിൽ പിന്നെ തുമ്മി ആരോടും കാര്യമായി ഒന്നും മിണ്ടാറില്ല. എന്തോ പേടി കിട്ടിയതുപോലെയായിരുന്നു. ഒരുതരം പിച്ചുമ്പയും പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ തനിയെ പറയും. പക്ഷെ കാണാതാവുന്നതിന്റെ തലേ ദിവസം പള്ളിയിൽ അച്ഛനെ കാണാൻ വന്ന ജോസഫൻ ഡോക്ടറെയും കുടുംബത്തെയും പെട്ടെന്ന് കണ്ട തുമ്മി ആകെ പേടിച്ചൊരു തരം ഒച്ചയുണ്ടാക്കി. അച്ഛൻ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ അച്ഛനോട് പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ അനാഥാലയത്തിലെ കുട്ടികളെ ഇവർ പള്ളി സെമിത്തേരിയിലേക്ക് ഇടുന്നത് അവൻ കണ്ടുവെന്ന്. അവന്റെ മട്ടുമാതിരിയും അറിയാവുന്നതുകൊണ്ട് ഞങ്ങളാരും അത് കാര്യമാക്കിയില്ല. പക്ഷെ അന്ന് തന്നെ പള്ളിയിൽ ആരുമില്ലാത്ത നേരത്ത് അച്ഛൻ അവനെ കൂട്ടി പള്ളി സെമിത്തേരി മുഴുവനും നടക്കുന്നുണ്ടായിരുന്നു. പിന്നീട് പിറ്റേ ദിവസം അവനെയും അത് കഴിഞ്ഞ് അച്ഛനെയും കാണാതെയായി. ഇപ്പോഴിത് അവരുടെ ശരീരം നിങ്ങൾ സെമിത്തേരിയിൽ കണ്ടെടുത്തു. തൊമ്മി പറഞ്ഞതുപോലെ പെൺകുട്ടികളെയും അവിടെ നിന്ന് കിട്ടിയപ്പോൾ ഞാൻ ആ വെപ്രാളത്തിൽ വിളിച്ചു പറഞ്ഞു പോയതാ സാറേ, അതാ കുട്ടികളാണെന്ന്. വറീദിന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ഭദ്ര. അയാൾ എന്തെങ്കിലും കള്ളത്തരം പറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ട്. ഇപ്പോൾ ഭദ്രയ്ക്ക് ഒരു കാര്യം ഉറപ്പായി, ജേക്കപ്പച്ചന്റെ മരണം ഇത്ര വേഗം എത്തിയത് എങ്ങനെയാണെന്ന്. തൊമ്മിയിലൂടെ അച്ഛൻ ആ പെൺകുട്ടികളിലേക്ക് എത്താതിരിക്കാൻ, അതുവഴി ജോസഫിലേക്കും മക്കളിലേക്കും എത്താതിരിക്കാൻ ഏറ്റവും എളുപ്പം അച്ഛനെ ഇല്ലാതാക്കുക തന്നെയായിരുന്നു. പക്ഷെ മരണത്തിനും എത്രയോ മുമ്പ് അച്ഛൻ തനിക്കരികിലേക്ക് എത്തിയെന്ന് ശത്രുക്കൾ അറിയാതെ പോയി.
അതാണ് അവരുടെ പരാജയം. ഭദ്ര ദേഷ്യത്തിൽ പല്ലിറുമി. ഓക്കെ പറയതേട്ടാ, ഒരു കാര്യം കൂടി. അച്ഛനെന്ന തൊമ്മിയെ കൂട്ടിപ്പോയി തിരഞ്ഞത് ഏത് സെമിത്തേരിയിലാണ്? ഇവിടെയോ അതോ? ഈ സെമിത്തേരിയിലാണ് സാർ, പഴയതിലല്ല. ഓക്കെ, ഇതൊന്നും പോലീസിനോട് എന്തുകൊണ്ടന്ന് പറഞ്ഞില്ല പറയതേട്ടാ? സാർ ഇതൊന്നും അപ്പോൾ മനസ്സിലുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഓരോന്നും. ഓക്കെ, പിന്നീട് അച്ഛനെ കാണാതായ ശേഷം ഡോക്ടർമാരാരെങ്കിലും ഇവിടെ വന്നിരുന്നോ? ഇല്ല സാർ, പക്ഷേ ജോസഫൻ ഡോക്ടർ ഒരു പ്രാവശ്യം വിളിച്ചിരുന്നു, അച്ഛൻ്റെ വിവരം വല്ലതും ഉണ്ടോയെന്നറിയാൻ. ലീനക്കൊച്ചിനെയും കാണാത്തത് കൊണ്ട് അവരാകെ പരിഭ്രമത്തിലല്ലേ? വറീദ് പറഞ്ഞു നിർത്തി. ജേക്കപ്പച്ചനെപ്പോഴെങ്കിലും ലീന ഡോക്ടറോട് സംസാരിക്കുന്നത് വറീദേട്ടൻ കേട്ടിട്ടുണ്ടോ? ഭദ്ര ചോദിച്ചു. ധാരാളം കേട്ടിട്ടുണ്ട് സാറേ. ലീന ഡോക്ടർ ഒരു പാവമാണ് സാറേ. ഇവിടെ ഈ പള്ളിക്കും നാട്ടുകാർക്കും വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ലീന ഡോക്ടറോട് അച്ഛൻ എന്താണ് ഇത്രയും മാത്രം സംസാരിച്ചിരുന്നത്? അതറിയില്ല സാറേ. പക്ഷേ ലീന ഡോക്ടറുടെ വിദേശത്തുള്ള ആശുപത്രിയിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. അച്ഛനും ലീന ഡോക്ടറും തമ്മിൽ വേറെ മോശം ബന്ധം വല്ലതും ഉണ്ടായിരുന്നോ പറയതേട്ടാ? അല്ല, അങ്ങനെയാണെങ്കിൽ അച്ഛനെ കൊന്നത് ഡോക്ടറാവുമോ? ദൈവദോഷം പറയല്ല സാറേ, ജേക്കപ്പച്ചൻ പാവമാണ്. അപ്പോൾ ലീന ഡോക്ടർ പാവമല്ലേ? ഡോക്ടറും പാവമാണ്, എല്ലാവരും പാവാണ്. ആണോ? എങ്കിലായിക്കോട്ടെ പറയതേട്ടാ. അപ്പോൾ തൽക്കാലം ഞാൻ പോവുകയാണ്. എന്തെങ്കിലും പുതിയ വിവരങ്ങൾ കിട്ടിയാൽ എന്നെ അറിയിക്കണം. അതുപോലെ തന്നെ എത്ര അടുപ്പമുള്ളവർ വന്ന് വിളിച്ചാലും ഒറ്റയ്ക്ക് ആരുടെയും അടുത്തേക്ക് ചെല്ലരുത്. ഭദ്രയുടെ സംസാരം കേട്ട വറീദിലൊരു പേടി ഉടലെടുത്തു. അതെന്താ സാറേ, എന്നെ ആരെങ്കിലും ഉപദ്രവിക്കോ? ആരാ സാറേ? അങ്ങനെയൊന്നുമില്ല വറീദേട്ടാ, എന്നാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ചെറിയൊരു ശ്രദ്ധക്കുറവ് എനിക്ക് വന്നതുകൊണ്ടാ എൻ്റെ ഈ തലയിൽ വലിയ ചുറ്റിക്കെട്ട് വന്നത്. ചിരിയോടെ പറഞ്ഞുകൊണ്ട് നെറ്റിയിൽ തടവുമ്പോഴും ഭദ്രയുടെ കണ്ണുകളിൽ ആരോടുള്ള പക എരിയുന്നത് വറീദ് പേടിയോടെ കണ്ടു നിന്നു. അയാളുടെ ഉള്ളിൽ അകാരണമായൊരു ഭയം ഉടലെടുത്തു. ലുക്ക് ഭദ്ര, താൻ പറയുന്നതെല്ലാം ശരിയാണ്. ഈ കേസ് നമുക്ക് എത്രയും വേഗത്തിൽ തന്നെ കണ്ടുപിടിക്കേണ്ടതാണ്. പക്ഷെ അതിനുവേണ്ടി സ്വന്തം ആരോഗ്യം പോലും ശ്രദ്ധിക്കാതെ ഇങ്ങനെ അലയരുത്. താൻ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കൂ, ഞങ്ങൾ നോക്കിക്കോളാം തൽക്കാലം കാര്യങ്ങൾ. ദേവദാസ് കസാരയിൽ ക്ഷീണിതനായി ഇരിക്കുന്ന ഭദ്രയോട് പറഞ്ഞു. ക്ഷമിക്കണം സാർ, ഈ കാര്യത്തിൽ സാറിനെ നിർബന്ധിക്കരുത്. ഈ കൊലപാതകങ്ങൾ ആരാണ് നടത്തിയതെന്ന് നമുക്ക് കൃത്യമായി അറിയാം. പക്ഷെ വ്യക്തമായ തെളിവുകളില്ല. വ്യക്തമായ തെളിവോടെ അവരെ നിയമത്തിന് മുന്നിൽ എത്തിച്ചിട്ട് ഞാൻ വിശ്രമിക്കൂ. ഭദ്ര, താനിങ്ങനെ ഇതിന്റെ പുറകിൽ. സോറി സാർ, എന്നെ നിർബന്ധിക്കരുത്. ഞാൻ അനുസരിക്കില്ല. അത് സാറിനോടുള്ള ബഹുമാനക്കുറവ് കൊണ്ടല്ല, മറിച്ച് ഇപ്പോൾ മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു പാവ മനുഷ്യന് ഞാൻ കൊടുത്ത വാക്ക് കാരണമാണ്. ആർക്ക് ഭദ്ര? ജേക്കപ്പച്ചന് സാർ. എനിക്ക് താഴെയും മുകളിലുമായി ഒരുപാട് പോലീസുകാരുണ്ടായിട്ടും ആ പാവം തേടി വന്നത് എന്നെ മാത്രമാണ്, എന്നിലുള്ള വിശ്വാസം കൊണ്ട്. അത് സ്വന്തം ജീവൻ രക്ഷിക്കാനല്ല, ആരുമില്ലാത്ത അനാഥരായ കുറച്ച് കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി. അതിൽ 3 പേരെ ഇപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു സാർ. ഇനി അവശേഷിക്കുന്ന 4 പേരെയെങ്കിലും എനിക്ക് രക്ഷിക്കണം. അവർ ജീവനോടെ ശേഷിക്കുന്നുവെങ്കിൽ. ഭദ്രയുടെ ഉറപ്പുള്ള വാക്കുകൾക്ക് മുന്നിൽ DGP ദേവദാസ് ഒന്നും മിണ്ടിയില്ല. ഓക്കെ ഭദ്ര, തൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ, ഒടുവിൽ അദ്ദേഹം പറഞ്ഞു. അത് കേട്ട ഭദ്രയുടെ ക്ഷീണിച്ച മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു. താങ്ക് യു സാർ. ശരി. ദേവദാസ് ഒരു ചിരിയോടെ മൂളി. അപ്പോഴാണ് അങ്ങോട്ട് ഗിരീഷും രാജീവനും കയറി വന്നത്. എത്തിയോ രണ്ടാളും? എന്തായി ഞാൻ ഏൽപ്പിച്ച കാര്യങ്ങൾ? എല്ലാം ഓക്കെയാണ് സാർ. വിദേശത്തുള്ള ലീന ഡോക്ടറുടെ മാതാപിതാക്കൾ മകളെ കാണാനില്ല എന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇതുവരെ ഇവിടേക്ക് വരാത്തതെന്ന് അന്വേഷിച്ചു ഗിരീഷേ. യെസ് സാർ, കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് അവിടെ ആശുപത്രി ലാബിൽ ഒരു അപകടമുണ്ടായി. ലാബിൽ ആ സമയം ഉണ്ടായിരുന്ന ലീന ഡോക്ടറുടെ മാതാപിതാക്കൾക്ക് സാരമായി പൊള്ളലേറ്റിയിരുന്നു. ഇപ്പോഴും അവർ അതിന്റെ ചികിത്സയിൽ തുടരുകയാണ്. അത് വെറും ഒരു ലാബ് ആക്സിഡന്റ് ആയിരുന്നോ ഭദ്ര? ദേവദാസ് ചോദിച്ചു. കണ്ടുപിടിക്കാം സാർ. ഷാനവാസ് അവിടെ ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് തന്നെയാണോ ഇവിടെ ആ പെൺകുട്ടികൾ നാട്ടിലെത്തിയതെന്ന് അന്വേഷിക്കണം. എല്ലാം രഹസ്യമായി വേണം. നമുക്ക് ചുറ്റും മണത്ത് നടക്കുകയാണ് പത്രക്കാരും ശത്രുക്കളും. ഇപ്പോൾ തന്നെ അവർ ആ പെൺകുട്ടികളുടെ പുറകെയാണ്. അത് അപകടമാണ്. കൂടാതെ അവർ അനാഥാലയത്തിലേക്ക് എത്തരുത്. കാരണം ആദ്യം അപകടത്തിലും പനിയിലും മരണപ്പെട്ട ആ കുട്ടിയുടെ മരണം ഒരു കൊലപാതകമായിരുന്നു എന്ന് നമ്മളെപ്പോലെ അവരും സംശയിച്ചാൽ ഒരുപക്ഷേ നമ്മുടെ അന്വേഷണത്തെ അത് ബാധിക്കും. പ്രത്യേകിച്ച് ആ പെൺകുട്ടികൾ നാട്ടിലെത്തിയതിനു ശേഷം അവരെക്കുറിച്ച് അച്ഛനല്ലാതെ ആർക്കും തന്നെ കൂടുതൽ വിവരങ്ങൾ ഇല്ലാത്ത സ്ഥിതിക്ക്. മാത്രമല്ല, ഇന്ന് രാവിലെ കപ്പ്യാരെ കണ്ടു മടങ്ങുമ്പോൾ അവരെന്റെ പുറകെ ഉണ്ടായിരുന്നു, കൂടുതൽ എന്തെങ്കിലും വാർത്തകൾ പ്രതീക്ഷിച്ചുകൊണ്ട്. മേഡം, കപ്പ്യാരെ കണ്ടതുകൊണ്ട് കൂടുതൽ എന്തെങ്കിലും? രാജീവ് ചോദിച്ചു. ഉണ്ട് രാജീവ്. മരണത്തിനു മുമ്പ് തൊമ്മി അച്ഛനോട് പറഞ്ഞിരുന്നു ജോസഫൻ ഡോക്ടർ കുട്ടികളെ സെമിത്തേരിയിൽ അടക്കിയെന്ന്. മറ്റുള്ളവർ അത് തൊമ്മിയുടെ ഭ്രാന്തായി കണ്ടപ്പോൾ ജേക്കപ്പച്ചൻ മാത്രം അത് തള്ളിക്കളഞ്ഞില്ല. കാരണം അദ്ദേഹത്തിന് അറിയാമല്ലോ ആ കുട്ടികൾക്ക് അപകടം പറ്റിയെന്ന്, അവരെ കാണാനില്ലെന്ന്. അച്ഛൻ തൊമ്മിയെ കൂട്ടി പുതിയ സെമിത്തേരി മുഴുവനും തിരഞ്ഞു. പാവം അച്ഛനറിയില്ലല്ലോ തൊമ്മിക്ക് സെമിത്തേരി മാറിപ്പോയെന്ന്. മേഡം, അപ്പോൾ നമ്മൾ ജോസഫനിലേക്ക് കൂടുതൽ എത്തിയല്ലേ? യെസ് രാജീവ്, പക്ഷെ ഇതുപോരാ. അവരെ കൊടുക്കാൻ കൂടുതൽ തെളിവുകൾ വേണം, അല്ലെങ്കിൽ അവർ രക്ഷപ്പെട്ടു പോകും. ഇതൊന്നും പുറത്താരും ഇപ്പോൾ അറിയരുത്. ബി കെയർഫുൾ. യെസ് മാഡം, ശ്രദ്ധിച്ചോളാം, ഷാനവാസ് പറഞ്ഞു. അല്ല ഭദ്ര, നമ്മുടെ കൂടെ ഒരു പത്രക്കാരനുണ്ടായിരുന്നല്ലോ, എവിടെ അയാൾ? ഹരികുമാറല്ലേ സാർ? അയാളെ ഞാനൊരു ജോലി ഏൽപ്പിച്ച് വിട്ടതാണ്, ഇപ്പോൾ എത്തും. ഭദ്ര പറഞ്ഞു നിർത്തിയതും ഹരികുമാർ അവിടേക്ക് എത്തി. വളരെ കൃത്യസമയമാണല്ലോ ഹരി. രാജീവ് ഒരു ചിരിയോടെ ഹരിയെ നോക്കിയെങ്കിലും
അയാളുടെ മുഖമാകെ ടെൻഷനായിരുന്നു. എന്താണ് ഹരി, തന്റെ മുഖം എന്താണ് വല്ലാതിരിക്കുന്നത്? താൻ തേക്കിൻ തോട്ടക്കാരുടെ വിവരങ്ങൾ ശേഖരിച്ചില്ലേ? ശേഖരിച്ചു മാഡം. പക്ഷേ എന്താണൊരു പക്ഷേ? ഹരി പറയൂ. മാഡം, ലീന ഡോക്ടറും പീറ്ററും ശരിക്കും അപകടകാരികളാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ. വാട്ട് യു മീൻ ഹരികുമാർ? വ്യക്തമായി പറയൂ, ദേവദാസ് പറഞ്ഞു. സാർ, ലീനയും പീറ്ററും ഒരു മെഡിക്കൽ കോളേജിൽ നിന്നാണ് പഠനം പൂർത്തിയാക്കിയത്. പീറ്ററിന്റെ ജൂനിയറാണ് ലീന. ഗൈനക്കോളജിയിലാണ് രണ്ടുപേരുടെയും സ്പെഷ്യാലിറ്റി. അതുകൊണ്ട് ഭദ്ര തിരക്ക് കൂട്ടി. മാഡം, അവരന്നു മുതൽ തന്നെ പഠനത്തേക്കാൾ പരീക്ഷണങ്ങൾക്ക് പ്രാധാന്യം നൽകി പോന്നവരായിരുന്നു. ഭദ്രയുടെ നെറ്റിയിൽ സംശയത്തിന്റെ ചുളിവുകൾ വീണു. എന്താണ് ഹരി ഉദ്ദേശിക്കുന്നത്? ആ കുട്ടികൾ ഇവരെന്തോ പരീക്ഷണങ്ങൾക്കാണ് മാഡം ഉപയോഗിക്കുന്നത്. ഐ ആം ഷുവർ. പക്ഷെ അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ ഹരി. എന്തായാലും അതൊരു അപൂർവ പരീക്ഷണം തന്നെയാവും. പക്ഷെ അതിനു മുമ്പ് നമുക്കൊന്ന് തേക്കിൻതോട്ടം വരെ പോയി വന്നാലോ സാർ? ഷുവർ ഭദ്ര. കാണാതായത് അവിടുത്തെ മരുമകളെ കൂടിയല്ലേ? അതെ, അവൾ എവിടെയെന്ന് കണ്ടെത്തണം ആദ്യം. നമ്മൾ കുറച്ചുകൂടി നേരത്തെ അങ്ങോട്ട് പോവേണ്ടതായിരുന്നു. ശരിയാണ് സാർ. അപ്പോൾ ശരി, നമുക്കൊന്ന് പോയി വരാം. നിങ്ങൾ പോയി വരുമ്പോഴേക്കും എല്ലാവരുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടും. അതുകൂടി കിട്ടിയിട്ടാവും ഫൈനൽ ജഡ്ജ്മെന്റ്. ഓക്കെ? യെസ് സാർ. DGPക്ക് സല്യൂട്ട് നൽകി ഭദ്രയും ടീമും തേക്കിൻതോട്ടം ബംഗ്ലാവിലേക്ക് തിരിച്ചു. തേക്കിൻതോട്ടം എന്നെഴുതിയ വലിയ ഗേറ്റിന് മുമ്പിലെത്തിയപ്പോൾ ഭദ്ര വണ്ടിയിൽ നിന്നിറങ്ങി. മാഡം, ഇവിടെ നിന്ന് കുറച്ചുകൂടി ഉള്ളിലോട്ടായാണ് ഡോക്ടറുടെ ബംഗ്ലാവ്, ഷാനവാസ് പറഞ്ഞു. ആയിക്കോട്ടെ ഷാനവാസ്, നമുക്ക് ഇവിടെ മുതൽ നടന്നു പോവാം. ഇത് കാണാൻ മാത്രമുണ്ടല്ലോ. ചുറ്റുപാടും ശ്രദ്ധിച്ചുകൊണ്ട് ഭദ്ര പറഞ്ഞു. ഒപ്പം മെല്ലെ മുന്നോട്ട് നടന്നു കൂടെ മറ്റുള്ളവരും. ബംഗ്ലാവിന്റെ അടുത്തെത്തിയതും ഭദ്ര ഒന്ന് നിന്നു. അവളുടെ നോട്ടം അവിടെ പറമ്പിലൂടെ മേഞ്ഞു നടക്കുന്ന പശുക്കളിൽ പതിഞ്ഞ സമയത്ത് തന്നെയാണ് ബംഗ്ലാവിന്റെ അകത്തു നിന്ന് ജോസഫിനും പീറ്ററും പുറത്തേക്ക് വന്നത്. ഭദ്രയെ നോക്കിയതും ജോസഫിനും പീറ്ററും ഒരു നിമിഷം സ്തംഭിച്ചുപോയി. അവരുടെ മുഖത്തെ രക്തം വാർന്നതുപോലെ അവരാകെ വിളറി. കാരണം ഭദ്രയുടെ തീക്ഷ്ണമായ നോട്ടം അപ്പോഴും ആ പശുക്കളിൽ തന്നെയായിരുന്നു. എന്തോ തിരഞ്ഞെന്ന പോലെ. ഭദ്ര മാഡം, പെട്ടെന്ന് ജോസഫൻ ഡോക്ടർ വിളിച്ചപ്പോൾ ഭദ്ര തിരിഞ്ഞ് അയാളെ നോക്കി. ജോസഫിന്റെയും പീറ്ററിന്റെയും വിളറിയ മുഖത്തേക്ക് ഭദ്രയുടെ കണ്ണുകളുടക്കി. എന്താ ഡോക്ടറെ, മുഖമൊക്കെ വിളറിയതുപോലെ? ഞങ്ങളിവിടെ പ്രതീക്ഷിച്ചില്ല അല്ലേ താങ്കൾ? ഭദ്ര ഒരു ചിരിയോട് ചോദിച്ചു. മേഡത്തെയും ടീമിനെയും ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട്. പിന്നെ എന്തിനാണ് മേഡം നിങ്ങളെ കണ്ടിട്ട് ഞങ്ങൾ പരിഭ്രമിക്കുന്നത്? ജോസഫൻ ഡോക്ടർ മറു ചോദ്യം പറഞ്ഞു. ഓക്കെ ഡോക്ടർ, ഞങ്ങൾ ഇവിടേക്ക് വരാൻ അല്പം താമസിച്ചു. നിങ്ങൾക്കറിയാലോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നടന്നത് എന്തൊക്കെയാണെന്ന്. അറിയാം മേഡം. കാണാനില്ലെന്ന് എല്ലാവരും പറഞ്ഞ ജേക്കപ്പച്ചനെ നിങ്ങൾ സെമിത്തേരിയിൽ നിന്ന് കണ്ടെടുത്തു എന്നറിഞ്ഞ നിമിഷം മുതൽ പേടിച്ചിരിക്കുകയാണ് ഞങ്ങൾ. പീറ്ററിനെ നോക്കി ജോസഫൻ പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് ഡോക്ടറെ പേടിക്കുന്നത്? അച്ഛൻ്റെ മരണത്തിൽ നിങ്ങൾക്ക് വല്ല പങ്കുണ്ടോ? തുറന്നടിച്ചതുപോലെയുള്ള ഭദ്രയുടെ ചോദ്യം കേട്ടതും പീറ്ററിലൊരു ഞെട്ടലുണ്ടായത് അവന്റെ അരികിൽ നിന്ന് ജോസഫൻ ഡോക്ടർ തിരിച്ചറിഞ്ഞു. ഞങ്ങൾക്ക് പങ്കോ? അതും അച്ഛൻ്റെ മരണത്തിൽ? മേഡം എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞങ്ങൾ ഭയന്നതും പേടിച്ചതും ഞങ്ങളുടെ ലീനമോളെ ഓർത്താണ്. അവളെയും അച്ഛനൊപ്പം കാണാതായതല്ലേ, ഇനി അവളെയും തിരിച്ചു കിട്ടുന്നത് ശവശരീരമായിട്ടാണോ എന്ന ഭയത്തിലാണ് ഞങ്ങൾ. മിസ്റ്റർ ജോസഫൻ ഡോക്ടർ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പ് അയാളുടെ ശബ്ദത്തെ മറികടന്ന് ഭദ്രയുടെ ശബ്ദമുയർന്നു. സി മിസ്റ്റർ ജോസ്, നിങ്ങൾ ലീനയെ കാണാതാ എന്ന് പറഞ്ഞത് മുതൽ തന്നെ പോലീസും പത്രങ്ങളും നാട്ടുകാരും നിങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ലീന അച്ഛനൊപ്പം നാട് വിട്ടതാണോന്ന്. അത് കേട്ടപ്പോഴെല്ലാം നിങ്ങളുടെ കൊച്ചിനെ നിങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞിരുന്ന നിങ്ങൾ എങ്ങനെ ഇപ്പോൾ പറയും ലീനയെ കാണാതായത് അച്ഛനൊപ്പമാണെന്ന്? ഇതുവരെ ഇല്ലാത്ത വെളിപാടെങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്കുണ്ടായി? ഭദ്രയുടെ പെട്ടെന്നുയർന്ന ശബ്ദവും ചോദ്യങ്ങളും ജോസഫിനെ ശബ്ദമില്ലാത്തവനാക്കി. പറയൂ ഡോക്ടർ, നിങ്ങളങ്ങനെ ഇപ്പോൾ വിശ്വസിക്കാൻ കാരണം എന്താണ്? മേഡം, അത് ഡാഡി എൻ്റെ പേടിയും ഭയവും കണ്ട് അറിയാതെ പറഞ്ഞു പോയതാണ്. പീറ്റർ വേഗം ജോസിന്റെ രക്ഷയ്ക്കെത്തി. പീറ്ററിനെന്താണ് ഇത്രയധികം പേടി? മേഡം, എൻ്റെ പ്രാണനേക്കാൾ ഞാൻ സ്നേഹിക്കുന്നതാണ് ലീനയെ. അവളെ കാണാതായ അന്നു മുതൽ ഞാൻ അനുഭവിക്കുന്ന വേദന എത്രയാണെന്ന് നിങ്ങൾക്ക് ആർക്കും ഊഹിക്കാൻ പോലും പറ്റില്ല. അപ്പോഴാണ് കാണാനില്ല എന്ന് എല്ലാവരും പറഞ്ഞ് ജേക്കപ്പച്ചനെ നിങ്ങൾ ശവമായി കണ്ടെത്തുന്നത്. ചിന്തകൾ ആദ്യകൊണ്ട് കാട് കയറിയ ഞാൻ തന്നെയാണ് അല്പം മുമ്പ് ഡാഡിയോട് ചോദിച്ചത്, നമുക്ക് നമ്മുടെ ലീനയെ ജീവനോടെ തിരികെ കിട്ടില്ലേ എന്ന്. അതാവും ഡാഡി ഇങ്ങനെ. ഓക്കെ പീറ്റർ, ഡാഡിക്ക് പറ്റിയ അബദ്ധം മറയ്ക്കാൻ നിങ്ങൾ ഇനിയും ഒരുപാട് കഥകൾ ഉണ്ടാക്കണമെന്നില്ല, ഭദ്ര പറഞ്ഞു. മേഡം, കഥയല്ല ഞാൻ പറഞ്ഞത്. അവളെ കാണാനില്ലെന്ന് ഞങ്ങൾ പരാതി തന്നിട്ട് എത്ര നാളായി, പക്ഷെ നിങ്ങളൊന്ന് തിരക്കിയത് പോലുമില്ലല്ലോ. ഇവിടേക്ക് നിങ്ങൾ വരുന്നത് പോലും ഇപ്പോഴാണ്. പീറ്റർ ഭദ്രയുടെ നേരെ തിരിഞ്ഞതും ഭദ്ര അയാളെ ഒന്ന് നോക്കി. പീറ്റർ ലീനയെ കാണാതായി എന്ന് നിങ്ങൾ പറയുമ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾ അവരെ ഒളിപ്പിച്ചു എന്നാണ്. എന്തിനു വേണ്ടി ഞങ്ങളത് ചെയ്യണം മേഡം? മേഡം വെറുതെ ഭ്രാന്ത് വിളിച്ചു പറയില്ലേ? പീറ്റർ ഭദ്രയ്ക്ക് നേരെ ശബ്ദമുയർത്തി. അയാളെ തന്നെ സൂക്ഷിച്ച് നോക്കി നിന്നിരുന്ന ഭദ്ര പെട്ടെന്ന് ജോസഫൻ ഡോക്ടറുടെ നേരെ തിരിഞ്ഞു. ഡോക്ടർ, ശരി, ലീനയെ കാണാതെ പോയത് തന്നെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷെ എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തരണം. തെന്മല സുനി എന്ന റൗഡിയോട് ലീനയെ കണ്ടെത്തി തരാൻ നിങ്ങൾ ആവശ്യപ്പെട്ടായിരുന്നു. പോലീസിന് കഴിയാത്തത് അവർക്ക് കഴിഞ്ഞാലോ എന്ന വിശ്വാസം കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒട്ടും പതറാതെ ആ ചോദ്യം പ്രതീക്ഷിച്ചിരുന്ന പോലെ ജോസഫും പറഞ്ഞു.
അതെ, ലീനയെ ഞങ്ങൾ തിരഞ്ഞാൽ കിട്ടില്ല എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ്റെ ശവശരീരം ഞങ്ങൾ കണ്ടെത്തില്ല എന്ന വിശ്വാസവും നിങ്ങൾക്കുണ്ടായിരുന്നു അല്ലേ മിസ്റ്റർ? കാരിരുമ്പിൻ്റെ മൂർച്ചയുള്ള ശബ്ദത്തിൽ ഭദ്രയത് ചോദിച്ചപ്പോൾ ഡോക്ടറും മകനും ഒരുപോലെ ഞെട്ടുന്നത് ഷാനവാസ് ഉൾപ്പെടെ എല്ലാവരും കണ്ടു. നിങ്ങൾ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്? നിങ്ങൾ മനഃപൂർവ്വം ഞങ്ങളെ കരിവാരി തേക്കുകയാണ് മിസ് ഭദ്ര IPS. ജോസഫൻ പകയോടെ മുരണ്ടു. ഞാൻ നിങ്ങളെ മനഃപൂർവ്വം ഒന്നും ചെയ്യുന്നില്ല ഡോക്ടർ. കപ്പ്യാര് പറയത് തന്ന മൊഴി അനുസരിച്ച് സെമിത്തേരിയിൽ നിന്ന് കിട്ടിയ പെൺകുട്ടികളുടെ മരണത്തിൽ നിങ്ങൾക്ക് പങ്കുണ്ട്. മാഡം, വാട്ട് യു മീൻ? യു നോ വാട്ട് ഐ ആം സെഡ് ഡോക്ടർ. ഭദ്രയും ശബ്ദമുയർത്തി. വറീത് കണ്ടിരുന്നോ ഞങ്ങൾ ആ പെൺകുട്ടികളെ കൊണ്ടുപോയി കൊല്ലുന്നത്? വറീത് കണ്ടില്ല, പക്ഷേ ശവക്കുഴി തുമ്മി കണ്ടിരുന്നു, ഷാനവാസ് പറഞ്ഞു. ഷാനവാസ്, നിങ്ങളുടെ ബുദ്ധിയും മരവിച്ചു പോയോ? ഇവരുടെ കൂടെ കൂടിയിട്ട് ഒരു ഭ്രാന്തന്റെ വാക്കുകൾ കേട്ട് എന്നെ സംശയിക്കുന്നു. കഷ്ടം. തുമ്മി ഒരു ഭ്രാന്തനൊന്നുമല്ല ഡോക്ടർ. അവൻ പറഞ്ഞത് മുഴുവനും സത്യമാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് മാത്രമല്ല, ജേക്കപ്പച്ചനും അറിയാമായിരുന്നു. ആ അറിവാണ് അവരുടെ മരണത്തിന് കാരണമായതും. അതുപോട്ടെ, ലാസ്റ്റ് ചോദ്യം കൂടി. ലീന ഡോക്ടർ US കൊണ്ടുപോയ ആ കുട്ടികൾ എങ്ങനെ ഇവിടെ നാട്ടിലെത്തി? ബാക്കി കുട്ടികൾ എവിടെ? നിങ്ങൾ ഇതിനെല്ലാം ഉത്തരം പറഞ്ഞേ മതിയാവൂ. എനിക്കിതിനൊന്നും ഉത്തരം പറയേണ്ട ആവശ്യമില്ല മിസ് ഭദ്ര IPS. കാരണം ആ കുട്ടികളെ ഇവിടെ നിന്ന് വിദേശത്തേക്ക് പറഞ്ഞയച്ചത് ഞങ്ങളല്ല, ലീനയും അച്ഛനും ചേർന്നാണ്. അതുകൊണ്ട് തന്നെ വിവരങ്ങൾ അവരോട് ചോദിച്ചു നോക്കണം. ഒട്ടും പതർച്ചയില്ലാത്ത ഉറച്ച ശബ്ദത്തിൽ ഡോക്ടർ ജോസഫ് ഭദ്രയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞപ്പോൾ പകച്ചുപോയത് ഷാനവാസും കൂട്ടരുമാണ്. അച്ഛനോട് ചോദിക്കാൻ പറ്റില്ലല്ലോ ജോസഫേ, അച്ഛൻ മരിച്ചുപോയില്ലേ? അല്ല, കൊല്ലപ്പെട്ടില്ലേ? പിന്നെ ഇനി അവശേഷിക്കുന്നത് ഡോക്ടർ ലീനയാണ്. അവളെ കാണാനുമില്ല. ഇനി ജീവനോടെ കണ്ടെത്തുമോ എന്ന ഉറപ്പും ആർക്കുമില്ല. പക്ഷേ ജോസഫേ, ഇവരൊക്കെ മരിച്ചുപോയാലും ഞാൻ ഈ ഭൂമിയിൽ ബാക്കിയുണ്ടെങ്കിൽ കണ്ടെത്തും നിനക്കെതിരെയുള്ള തെളിവുകൾ. നീ എത്ര വിദഗ്ധമായ കൊലയാളിയാണെങ്കിലും. കാരണം വഴിതെറ്റി തെന്മലയിൽ വന്ന് ചേർന്നവളല്ല ഭദ്ര. വ്യക്തമായ പരാതി നിനക്കെതിരെ ജേക്കപ്പച്ചൻ മരണത്തിന് മുമ്പ് തന്നെ എനിക്ക് തന്നിരുന്നു. അത് വെച്ച് വേണമെങ്കിൽ എനിക്ക് ഈ നിമിഷം നിന്നെയും മക്കളെയും അറസ്റ്റ് ചെയ്യാം. പക്ഷെ ചെയ്യുന്നില്ല ഞാൻ. കാരണം നിന്നെപ്പോലൊരു വിഷത്തെ വേരോടെ പിഴുതെറിയാൻ ഈ തെളിവുകളൊന്നും പോരാ എന്ന് എനിക്കറിയാം. ആ തെളിവുകൾ നേടി ഞാൻ വരും, നിന്നെ ആഘോഷമായിട്ട് കൊണ്ടുപോവാൻ. അതിനുവേണ്ടി ആ സെമിത്തേരിയിലെ മുഴുവൻ കല്ലറകളും ചിലപ്പോൾ ഞാൻ തുറന്നിരിക്കും. തീ തുപ്പുന്ന ഭദ്രയുടെ വാക്കുകൾക്ക് മുന്നിൽ ജോസഫനും പീറ്ററും പകച്ചു നിന്നപ്പോഴാണ് ഫിലിപ്പ് അകത്തു നിന്ന് അങ്ങോട്ട് വന്നത്. മുന്നിൽ പോലീസിനെ കണ്ടവനൊന്ന് ഞെട്ടി. ഫിലിപ്പല്ലേ? ഭദ്രയുടെ നോട്ടം അവനിൽ പതിഞ്ഞതും ജോസഫനിലൊരു വിറയിൽ പടർന്നു. അതെ മേഡം. മേഡവും കൂട്ടരും എന്താണ് മുറ്റത്ത് തന്നെ നിൽക്കുന്നത്? കയറി വന്നാട്ടെ, അകത്തേക്ക് വരൂ, നമുക്ക് സംസാരിക്കാലോ. ഫിലിപ്പിന്റെ ചോദ്യം കേട്ടപ്പോഴാണ് ഇത്രയും നേരം തങ്ങൾ ഭദ്രയെ അകത്തേക്ക് വിളിച്ചില്ലല്ലോ എന്ന ചിന്ത ജോസഫിനുണ്ടായത്. പെട്ടെന്ന് പോലീസിനെ കണ്ട പരിഭ്രമത്തിൽ അതെല്ലാം മറന്നു. ഇറ്റ്സ് ഓക്കെ ഫിലിപ്പ്, ഞങ്ങൾ വന്ന കാര്യം കഴിഞ്ഞു, ഗിരീഷ് പറഞ്ഞു. സാർ, ലീന ചേച്ചിയെ കുറിച്ച് വിവരം എന്തെങ്കിലും? അപ്പോൾ ഇതുവരെ നടന്ന സംഭാഷണങ്ങളൊന്നും ഫിലിപ്പ് കേട്ടില്ലേ? ഇല്ല മേഡം, ഞാൻ മമ്മിയുടെ അരികിലായിരുന്നു. മമ്മിക്ക് എന്ത് പറ്റി? മേഡം, ജോസഫൻ ഡോക്ടറുടെ ഭാര്യ സുഖമില്ലാത്ത സ്ത്രീയാണ്, ഷാനവാസ് ഇടയിൽ കയറി പറഞ്ഞു. എന്താണ് അസുഖം ഷാനവാസ്? മേഡം, 2-3 മാസം മുമ്പ് മമ്മിക്ക് BP കൂടി. അപ്സ്റ്റെയറിൽ നിന്നും താഴേക്ക് വീണു. വീഴ്ചയുടെ ആഘാതത്തിൽ മമ്മി അബ്നോർമലായി. നിറയുന്ന കണ്ണുകൾ തുടയ്ക്കാൻ ശ്രമിക്കാതെ വേദനയോടെ ഫിലിപ്പ് പറഞ്ഞു നിർത്തിയതും ഭദ്രയുടെ നോട്ടം ബംഗ്ലാവിന്റെ അകത്തേക്ക് നീണ്ടു. എനിക്ക് ഡോക്ടറുടെ ഭാര്യ ഒന്ന് കാണാൻ പറ്റുമോ? അവൻ ജോസഫിന് നേരെ തിരിഞ്ഞതും ഫിലിപ്പ് ഇടപെട്ടു. മേഡം വന്നോളൂ, മമ്മി അകത്തെ മുറിയിലാണ്. അത് പറഞ്ഞുകൊണ്ട് ഫിലിപ്പ് മുന്നിൽ നടക്കവേ ഭദ്രയും ടീമും അവനെ പിന്തുടർന്നു. അകത്തേക്ക് നടക്കുമ്പോൾ ഭദ്രയുടെ കണ്ണുകൾ ആ വീടിനുള്ളിലാകെ സഞ്ചരിച്ചു. അവരുടെ പോക്ക് നോക്കി നിന്ന പീറ്റർ പകയെരിയുന്ന കണ്ണുകളോടെ അകത്തേക്ക് നടക്കുന്ന ഫിലിപ്പിനെ നോക്കി. പിന്നെ മെല്ലെ അവൻ ഡാഡിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. ഡാഡി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? ഇല്ലടാ, കുറച്ചു മുമ്പല്ലേ അവൾക്ക് മരുന്നുകൾ നൽകിയത്. ഇപ്പോൾ അവൾ ഉറങ്ങിയിട്ടുണ്ടാവും. ജോസഫിന്റെ വാക്കുകൾ കേട്ട് പീറ്റർ ഒന്ന് ദീർഘനിശ്വാസം വിട്ടു. ഡാഡി എന്തിനാ എല്ലാ കുറ്റവും ലീനയുടെ മുകളിലേക്കാക്കിയത്? ഇനി അവൾ തിരിച്ചു വരുമ്പോൾ വിനയാകില്ലേ അത്? അതല്ലാതെ അപ്പോൾ വേറെ വഴിയില്ലായിരുന്നു പീറ്റർ. നീ കേട്ടില്ല അവൾ പറഞ്ഞത്? മരിക്കുന്നതിന് മുമ്പ് തന്നെ ആ കിഴവൻ അവളെ കണ്ട് നമുക്കെതിരെ പരാതി നൽകിയിരുന്നെന്ന്. എന്തൊക്കെയാണ് അവൾ പറഞ്ഞു കൊടുത്തതെന്ന് നമുക്കറിയില്ല. അതുപോലെ ഇനി അവൾ സെമിത്തേരിയിൽ ഒന്നുകൂടി ചെന്നാൽ അന്ന് നമ്മൾ ഇല്ലാതാക്കിയ ആ 4 പെൺകുട്ടികളെ കൂടി മാന്തി പുറത്തെടുത്താൽ. പറഞ്ഞു വന്നത് പൂർത്തിയാക്കാതെ ജോസഫൻ ഞെട്ടലോടെ നിർത്തിയപ്പോൾ പീറ്റർ കണ്ടു വാതിലിന്റെ അരികെ എല്ലാം കേട്ടു നിൽക്കുന്ന ഫിലിപ്പിനെ. ഒരു നിമിഷം പീറ്ററിന്റെയും ഫിലിപ്പിന്റെയും കണ്ണുകൾ തമ്മിൽ കുരുത്തു. ഫിലിപ്പിന്റെ കണ്ണിലെരിയുന്ന പക കണ്ട് പീറ്റർ ഭയന്നു. അവനെന്തോ പറയാനായി ശ്രമിച്ചപ്പോഴാണ് അകത്ത് നിന്ന് ഭദ്ര ഇറങ്ങി വരുന്നത് കണ്ടത്. മാഡം, ഗ്രേസിയെ കണ്ടോ? ജോസഫൻ പെട്ടെന്ന് ചോദിച്ചു. കണ്ടു, പക്ഷെ അവർ മയങ്ങുകയാണ്. ഇനി പിന്നീടൊരിക്കലാവാം. എന്താ ഷാനവാസ്, അതല്ലേ നല്ലത്? ഭദ്ര ഷാനവാസിനോട് ചോദിച്ചു. ആ ചോദ്യത്തിന് പിന്നിൽ 1000 അർത്ഥങ്ങൾ മറഞ്ഞു നിൽപ്പുണ്ടെന്ന് ജോസഫിനും മക്കൾക്കും തോന്നി. അപ്പോൾ ശരി, വീണ്ടും കാണാം, തൽക്കാലം ഞങ്ങൾ ഇറങ്ങുന്നു. അത് പറഞ്ഞുകൊണ്ട് ഭദ്രയും കൂട്ടരും പുറത്തേക്ക് ഇറങ്ങാൻ നേരമാണ് അവർക്ക് കുടിക്കാനുള്ള ജ്യൂസുമായി ജോലിക്കാരൻ ആന്റണി വന്നത്. മേഡം, ഇത് കുടിച്ചിട്ട് പോകൂ. ആന്റണിയുടെ കയ്യിൽ നിന്ന് ട്രേ വാങ്ങിക്കൊണ്ട് ഫിലിപ്പ് പറഞ്ഞു. സോറി ഫിലിപ്പ് പറഞ്ഞുകൊണ്ട് ഭദ്ര മുറ്റത്തേക്ക് നടന്നതും വീണ്ടും അവളുടെ കണ്ണുകൾ പശുക്കളിൽ ഉടക്കി.
അവയ്ക്കെന്തോ പ്രത്യേകതയില്ല രാജീവ്, ചോദിച്ചുകൊണ്ട് ഭദ്ര അവയുടെ അരികിലേക്ക് നടന്നു. രാജീവനും കൂട്ടരും ശ്രദ്ധിച്ചു. ശരിയാണ് മാഡം പറഞ്ഞത്. ആ പശുക്കൾക്കെന്തോ ഒരു വ്യത്യസ്തതയുണ്ട് മറ്റുള്ളവയിൽ നിന്ന്. ഇതെല്ലാം ലീന കൊച്ചു വളർത്തിക്കൊണ്ട് വന്നതാ സാറേ. അത് പറഞ്ഞുകൊണ്ട് ആന്റണി അവർക്ക് അരികിലേക്ക് നീങ്ങിയതും പെട്ടെന്നാണ് ബംഗ്ലാവിന് കുറച്ചു മാറി പറമ്പിലൂടെ ഒരു ജോലിക്കാരൻ കരഞ്ഞു വിളിച്ചുകൊണ്ട് ഓടി വന്നത്. പീറ്റർ സാറേ, ജോസഫ് സാറേ, അവിടെ അവിടെ. കിതപ്പും വിറയിലും കൂടി സംസാരിക്കാൻ സാധിക്കാതെ അയാൾ അവിടെ തളർന്നിരുന്നപ്പോൾ അയാൾ ചൂണ്ടിക്കാട്ടിയ ദിക്കിലേക്ക് ഭദ്രയും കൂട്ടരും പാഞ്ഞു കഴിഞ്ഞിരുന്നു. അവിടെ റബ്ബർ ഷീറ്റ് പുകയ്ക്കുന്ന പുകപ്പുരയിൽ അവരെ കാത്തുന്ന പോലെ ഡോക്ടർ ലീനയുടെ അഴുകി തുടങ്ങിയ ശവശരീരം കിടപ്പുണ്ടായിരുന്നു. അടുത്ത പാർട്ട് നമ്മുടെ പുതിയ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ആ ചാനലിൽ കയറി നെക്സ്റ്റ് പാർട്ടും കാണുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.